ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയ ആൾക്കാരാണെങ്കിൽ നമ്മളുടെ ഒരു സാമ്പിൾ ആക്ഷൻ പ്ലാൻ നോക്കിയിട്ട് യു ക്യാൻ യൂട്ടിലൈസ് യൂസ്ഫുൾ തിങ്സ് ഫ്രം ദിസ് പ്രസന്റേഷൻ ടു ഫൈൻ ട്യൂൺ യുവർ എക്സിസ്റ്റിംഗ് ആക്ഷൻ പ്ലാൻ. പ്രോപ്പർ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാത്ത എന്റർപ്രണേഴ്സിന് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു സാമ്പിൾ ആക്ഷൻ പ്ലാൻ വേറൊരു ഇൻഡസ്ട്രിയുടെ ആണെങ്കിലും നിങ്ങൾക്ക് അതിന്റെ ഒരു കോൺസെപ്റ്റ് യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു പ്രോപ്പർ ആക്ഷൻ പ്ലാൻ ആയിട്ട് യു ക്യാൻ ക്രിയേറ്റ്. സോ ദിസ് ഇസ് എ വെരി വെരി സീരിയസ് സിറ്റുവേഷൻ. അപ്പം നമ്മൾ അതുപോലെ ആക്ട് ചെയ്തില്ലെങ്കിൽ ഇതിൽ നിന്ന് മറികടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എൻ്റെ അഭിപ്രായം. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഐ ഹവ് ബീൻ ടെല്ലിംഗ് ഓൾ മൈ ക്ലയൻറ്റ്സ് ഹു ബീൻ വർക്കിംഗ് വിത്ത് ഫോർ ദ ലാസ്റ്റ് 2 months ഓൺ ദിസ് ഇഷ്യൂ. So let us ഇന്നത്തെ ഒരു അജണ്ട നമുക്കൊന്ന് നോക്കാം. ഇറ്റ്സ് ബ്രോക്കൺ അപ്പ് ഇൻ ടു ഡിഫറെന്റ് പാർട്സ്. ഫസ്റ്റ് പാർട്ട്, ഒരു സക്സസ്ഫുൾ എന്റർപ്രണർ ആകണമെങ്കിൽ എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് വേണം ഇപ്പോഴത്തെ ഒരു കാലത്ത്. പിന്നെ COVID-19 സിനാരിയോസിന്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ, ബിക്കോസ് ഇന്ത്യ ഒരു സിനാരിയോ ആയിട്ട് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ട്. വിൽ ഹാവ് ടു ഡിവൈഡ് ഇറ്റ് ഇൻ ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്സ്. ദെൻ ഒബ്വിയസ്ലി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു വിഷയം ഇക്കണോമിക് ഇമ്പാക്ട് ഓഫ് COVID-19. What will happen to our economy, and linked to that is നമ്മുടെ market, കുറച്ച് generic market impacts ഉണ്ട്. That is couple of things which I believe will affect all markets. അത് ഞാൻ market impact will explain ചെയ്യും. Then നമ്മൾ restaurant ഇൻഡസ്ട്രിയുടെ ഒരു കേസ് സ്റ്റഡിയാണ് ഞാൻ സാമ്പിൾ ആക്ഷൻ പ്ലാൻ ആണ് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയുടെ ട്രെൻഡ്സ് എന്തായിരിക്കും, ഇന്ന് വരെയുള്ള ട്രെൻഡ് നമ്മൾ കണ്ടതും ഇനി നമ്മൾ മുന്നോട്ട് നെക്സ്റ്റ് ഒരു വർഷത്തെ ട്രെൻഡ് എന്തായിരിക്കും എന്നുള്ളൊരു explanation, because you need to do this for your industry also. നിങ്ങളുടെ ഇൻഡസ്ട്രി ട്രെൻഡ് എന്തായിരിക്കും, എന്നിട്ടാണല്ലോ നിങ്ങൾക്ക് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുന്നത്. ആൻഡ് ദെൻ ഐ വിൽ ഡിസ്ക്രൈബ് ഇൻ റീസണബിൾ ഡീറ്റെയിൽ എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ ദാറ്റ് വി ഹാവ് ക്രിയേറ്റഡ് വിത്ത് ഹിം ആൻഡ് എക്സിക്യൂട്ടഡ്. അതിൻ്റെ ഒരു പകുതി കാലം നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു സക്സസ്ഫുള്ളി. അതും ഐ ഷോ യു ദാറ്റ് ഇൻ ദിസ് പ്രസന്റേഷൻ. ആൻഡ് ഫൈനലി വിൽ ടേക്ക് എ Q&A സെഷൻ വേർ I'll try to answer as many questions as I can to the best of my ability. So let's start with ഒരു successful entrepreneur ആകണമെങ്കിൽ എന്തൊക്കെ attributes ഒരാൾക്ക് വേണം. അപ്പം before demonetization I used to tell people നമുക്ക് രണ്ട് കാര്യങ്ങൾ മതി ഒരു successful entrepreneur ആകണമെങ്കിൽ. One was market. You need to understand your market. Competitors നെ പറ്റി അറിയണം, മാർക്കറ്റ് കസ്റ്റമേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് അറിയണം, അവിടുത്തെ ട്രെൻഡ്സ് എന്താണെന്ന് അറിയണം. അത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് യുവർ മാർക്കറ്റ് ഈസ് വൺ തിങ് ദാറ്റ് യു നീഡ് ടു ഹാവ്. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് യു നീഡ് ടു ഹാവ് ദ റൈറ്റ് അപ്രോച്ച് ടു ബിസിനസ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു സക്സസ്ഫുൾ എന്റർപ്രണർ ആകായിരുന്നു ബിഫോർ ഡിമോണിറ്റൈസേഷൻ. അപ്പോൾ റൈറ്റ് അപ്രോച്ച് ടു ബിസിനസ് എന്ന് ദോസ് ഓഫ് യു ഹു ഫോളോ മൈ കോളം ഇൻ ധനം ഓർ ഹാവ് അറ്റൻഡഡ് മൈ സെമിനാർസ് ഓർ ടോക്സ് will know that ഞാൻ വിശ്വസിക്കുന്ന broadly two types of approaches businessൽ ഉണ്ട്. One is what I call the popular approach, and the other one is I call the contrarian approach. I am known as the contrarian consultant. So ഞാൻ obviously pitch ചെയ്യുന്നതും follow ചെയ്യുന്നതും advise ചെയ്യുന്ന contrarian approach വെച്ചിട്ടാ. The popular approach is followed by, I would say, more than 99% of entrepreneurs. And most consultants, advisors, management programs, management magazines, popular approach in the theory propagating. I'll just give you some themes about the popular approach. The popular approach, boom time maximum growth cheyanam, maximum grow cheyanam, because ആ സമയത്തെ നമുക്ക് opportunity ഉള്ളതാണ്. Popular approach ന്റെ ഒരു basic theory. അതുകൊണ്ട് നമ്മൾ overgrow ചെയ്യുമ്പോൾ during boom time നമുക്ക് കടം എടുക്കേണ്ട അവസ്ഥയാണ്. സോ ഹൈ ഡെറ്റ്, മാക്സിമം ലീവറേജ് എടുക്കുക എന്ന ഒരു സെക്കൻഡ് തീം, ബിക്കോസ് ഇറ്റ് ഇസ് ലിങ്ക് ടു ഓവർ ഗ്രോയിങ്, ഫാസ്റ്റ് ഗ്രോത്ത്. ദ തേർഡ് തീം ഇസ് ദാറ്റ് നമുക്ക് മാർക്കറ്റ് ഷെയർ മാക്സിമം എടുക്കണം. ദാറ്റ് ഇസ് നമ്മളൊരു മാർക്കറ്റ് സക്സസ്ഫുൾ ആണെങ്കിൽ പിന്നെ ആ മാർക്കറ്റിന്റെ മാർക്കറ്റ് ഷെയർ മാക്സിമം എടുക്കണം. എന്നാലേ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ മാക്സിമം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കപ്പാസിറ്റി ഡബിൾ ചെയ്യണം, ഭയങ്കര എക്സ്പാൻഷനിലോട്ട് പോകണം. അതൊക്കെ ലോൺ വെച്ചിട്ടും ചെയ്യണം എന്നാണ് ഈ തിയറിയുടെ ഒരു ബേസ്. പിന്നെ ഒരു എന്റർപ്രണർ ഷുഡ് ഫോക്കസ് മോസ്റ്റ്ലി ഓൺ എക്സ്പാൻഷൻ. അപ്പൊ അതിനുവേണ്ടി നമുക്കൊരു പ്രോപ്പർ ഓർഗ് സ്ട്രക്ചർ വേണം, എല്ലാ ഏരിയയിലും നല്ല ആൾക്കാർ വേണം, ഹൈ സാലറി കൊടുത്തിട്ട് വലിയൊരു നല്ല ആൾക്കാരെ കൊണ്ടുവന്നാലേ നമുക്ക് ഫ്രീ ആവുള്ളൂ ആസ് എൻ എന്റർപ്രണർ. ഡെലിഗേഷൻ, ഓപ്പറേഷണൽ ഡെലിഗേറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സ്പാൻഷനിൽ ഫോക്കസ് ചെയ്യണം. സോ ടു സമറൈസ് ദി പോപ്പുലർ അപ്രോച്ച് ടു ബിസിനസിന്റെ ഒരു ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ
Entrepreneur ഒരു 90% ടൈം എക്സ്പാൻഷനിൽ ചെലവാക്കണം. ഒരു മേ ബി ഒരു 10% പ്രൊഡക്ടിവിറ്റിയിലോ 10 to 20% പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെന്റിൽ മാത്രം ചെയ്താൽ മതി എന്നൊരു ബേസിക് തിയറി. ബിക്കോസ് യു ആർ എക്സ്പാൻഡിങ് സോ ഫാസ്റ്റ് ദാറ്റ് യു ഡോണ്ട് ഹാവ് ടൈം ടു സ്പെൻഡ് ഫോർ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെന്റ്സ്. ഇതിന്റെ ഒരു ഏകദേശം നേരെ ഓപ്പോസിറ്റ് നമ്മുടെ കോൺട്രേറിയൻ അപ്രോച്ചിന്റെ തിയറി. കോൺട്രേറിയൻ അപ്രോച്ചിന്റെ ഫണ്ടമെന്റൽ ഒരു അസംഷൻ എന്ന് പറഞ്ഞാൽ റിസഷൻസ് വിൽ ഹാപ്പൻ. നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ എപ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്ക് റിസഷൻ ഉണ്ടാവും. അപ്പൊ ദാറ്റ്സ് പാർട്ട് ഓഫ് ദി ഇക്കണോമിക് സൈക്കിൾ. നമുക്ക് റിസഷനെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു മേ ബി അപ് ടു 50% ഓഫ് ദ ടൈം കുഡ് ബി എ റിസഷൻ ഓർ എ സ്ലോ ഡൗൺ. അപ്പൊ ആ ടൈമിൽ നമുക്ക് ഗ്രോ ചെയ്യണം, പ്ലസ് ബൂമിലും ഗ്രോ ചെയ്യണം. അപ്പൊ അത് ആലോചിക്കുമ്പോൾ നമ്മുടെ ഫണ്ടമെന്റൽ ഒരു കോൺസെപ്റ്റ് വി വിൽ ഹാവ് ഓൺലി സ്റ്റഡി ഗ്രോത്ത്. നമ്മൾ ഓവർ ഗ്രോ ചെയ്യില്ല. ബൂം ടൈം വന്നാലും നമ്മൾ ഓവർ എക്സ്പാൻഡ് ചെയ്യില്ല. നമ്മൾ സ്റ്റഡി ഗ്രോത്ത് ചെയ്യും. ആൻഡ് വി വിൽ ബി പ്രിപ്പയർഡ് ഫോർ ഗ്രോത്ത് ഈവൻ ഡ്യൂറിങ് റിസഷൻ. അപ്പൊ ഈ സ്റ്റഡി ഗ്രോത്തും വരുമ്പോൾ നമുക്ക് ഹൈ പ്രൊഡക്ടിവിറ്റി ഉള്ള ഗ്രോത്താണ് നമുക്ക് വേണ്ടിയത്. അപ്പൊ നമ്മളുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അപ്പൊ നമ്മൾ ഇടുന്ന പൈസയ്ക്ക് നമുക്ക് വളരെ ഹൈ റിട്ടേൺ വരണം ബിസിനസ്സിൽ. അപ്പൊ വെൻ യു ഹാവ് എ ഹൈ റിട്ടേൺ ആൻഡ് സ്റ്റഡി ഗ്രോത്ത്, യു ഡോണ്ട് നീഡ് ലോൺസ് ടു ഗ്രോ. അതുകൊണ്ട് ടിപ്പിക്കലി ഒരു കോൺട്രേറിയൻ അപ്രോച്ച് ഫോളോ ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരന് 0 ലോൺസ് ഓർ മിനിമം ലോൺസിലാണ് ഓടുന്നത്. Another contradictory thing that we do is that നമുക്ക് ഒരു മാർക്കറ്റിന്റെ ഷെയർ ലിമിറ്റ് കഴിഞ്ഞ് കൂടിയാൽ നമ്മൾ ലിമിറ്റ് ചെയ്യും. വി ഡോണ്ട് വാണ്ട് ടു ഹാവ് മാക്സിമം മാർക്കറ്റ് ഷെയർ ഇൻ എ പർട്ടിക്കുലർ മാർക്കറ്റ് സെഗ്മെന്റ്. നമ്മൾ ഉടനെ അടുത്ത മാർക്കറ്റോ സെഗ്മെന്റിലോട്ട് പോയിട്ട് അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും മാർക്കറ്റ്. Then another issue is related to capacity. കപ്പാസിറ്റി നമ്മൾ 100% എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ കപ്പാസിറ്റി വലിയൊരു ഫാക്ടറി ഇടുവോ ഡബിൾ ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 10 to 20% കപ്പാസിറ്റി കൂട്ടും, പിന്നെ സെയിൽ അതനുസരിച്ച് കൂട്ടും, പിന്നെ 20% കൂട്ടും. So incremental growth in capacity. And with relation to structure and people, നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുമിച്ച് നല്ല ആൾക്കാരെ കൊണ്ടുവന്ന് വളരെ ഹൈ സാലറി കൊടുക്കുന്ന ഒരു പരിപാടി നമ്മൾ വിശ്വസിക്കുന്നില്ല. ബിക്കോസ് ദാറ്റ് വിൽ റെഡ്യൂസ് യുവർ പ്രോഫിറ്റബിലിറ്റി ഡ്രമാറ്റിക്കലി. നമുക്ക് ക്രിട്ടിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ സെയിൽസിലാണോ നമുക്ക് ക്രിട്ടിക്കൽ ബോട്ടിൽ നെക്ക് ആയിട്ട് വരുന്നത്, അവിടെ ആൾക്കാർ ബെറ്റർ ആയിട്ട് വേണ്ടി ആവശ്യമുണ്ടെങ്കിൽ മാനേജ്മെന്റ് സൈഡിൽ നിന്ന് അവിടെ നമ്മൾ ആളെ കൊണ്ടുവന്നിട്ട് അത് മാത്രം യൂട്ടിലൈസ് ചെയ്യുക. ബാക്കി സ്ഥലത്തൊക്കെ നമ്മളെ പഴയ ആൾക്കാരെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ബിക്കോസ് പ്രോബ്ലം കിടക്കുന്നത് സെയിൽസിലാണ്. അത് ഇഫ് ഇറ്റ് ഇസ് റിക്വയർഡ് ടു ബ്രിങ് എ പേഴ്സൺ അവിടെ കൊണ്ടുവരിക. എന്നിട്ട് അയാളുടെ ഓവർഹെഡ് നമ്മൾ സെയിൽസ് ഇൻക്രീസിൽ കവർ ചെയ്യുക. എന്നിട്ട് അങ്ങനെ അടുത്ത് സെയിൽസ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ പ്രൊഡക്ഷൻ ആണോ പ്രശ്നം, നമുക്ക് നാളെ പ്രൊഡക്ഷന്റെ ആളെ കൊണ്ടുവരാൻ വേണ്ടി വന്നാൽ. ഇൻ മെനി കേസസ് യു ഡോണ്ട് നീഡ് ടു ബ്രിങ് ടു മെനി ന്യൂ പീപ്പിൾ. ബിക്കോസ് നമ്മുടെ സിസ്റ്റംസും ഈ പ്രോസസ് മാറ്റിയിട്ട് നമ്മൾ എക്സിസ്റ്റിംഗ് ആൾക്കാരെ കണ്ടുവാനും അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു എന്റർപ്രനറിന്റെ ഒരു 50% ടൈം പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെന്റിലും, മോർ ദാൻ 50%, ആൻഡ് മേ ബി 30 to 40% ടൈം എക്സ്പാൻഷനിൽ ചെലവാക്കിയാൽ മതി എന്ന് നമ്മുടെ കോൺട്രേറിയൻ അപ്രോച്ചിന്റെ വിശ്വാസം. ബിക്കോസ് ദ മോർ യു ക്യാൻ ഇൻക്രീസ് യുവർ പ്രൊഡക്ടിവിറ്റി, ദ ഈസിയർ യുവർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ വിൽ ബി, ദ മോർ പ്രോഫിറ്റ് യു വിൽ ഹാവ് ടു എക്സ്പാൻഡ്. അപ്പൊ യു ക്യാൻ സീ ദാറ്റ് ദീസ് ടു അപ്രോച്ചസ് ആർ ക്വൈറ്റ് ഓപ്പോസിറ്റ് ഇൻ നേച്ചർ. അപ്പം ഐ ഓൾവേസ് ടെൽ മൈ ക്ലയൻസ് ദാറ്റ് ബൂം ടൈമിൽ ഈ രണ്ട് അപ്രോച്ചും വലിയ കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യും. ഇൻഫാക്ട് ബൂം ടൈമിൽ ഈ പോപ്പുലർ അപ്രോച്ച് ആൾക്കാരൊക്കെ ഭയങ്കര ഗ്രോത്ത് ആയിട്ട് പോകും. പക്ഷെ വാട്ട് യു സീ ഇൻ എ റിസഷൻ is that in a recession or slowdown period, contrarian approach follow in the business are steady growth ആയിട്ട് പോകും. whereas popular approach ചെയ്യുന്ന പല ബിസിനസ്സുകാരും മൂക്കും കുത്തി കൂട്ടി പോകുന്ന ഒരു അവസ്ഥയില്ല റിസഷൻ നമ്മൾ കാണും. So anyhow, before demonetization, right approach to business along with understanding your market was sufficient to be a successful entrepreneur. What happened is demonetization, the shares from Indian economy started to slow down dramatically. Okay, but understanding the economy became another factor for the entrepreneur. Our factor I market as basically economy. Sorry, check out. So economy engota പോകുന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ your decisions totally different ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം ഡിമോണിറ്റൈസേഷനും GST കഴിഞ്ഞപ്പം in many cases the economy official figures showed a very high growth rate in the economy, 7%, 6% ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇൻഫാക്ട് if I remember correctly, GST കഴിഞ്ഞിട്ട് economy കുറച്ച് പൊങ്ങി official figures. So economy വളരെ നന്നായി പോകുന്നുണ്ട്. ഈ demonetization was not a bad thing. GST was properly implemented എന്ന് വിശ്വസിക്കുന്ന ഒരു എന്റർപ്രണർ ഉണ്ടെങ്കിൽ അയാളുടെ decisions will be based on the economy is starting to grow, will take off very fast. മറിച്ച് ചിന്തിക്കുന്ന ഒരു എന്റർപ്രണർ ആണെങ്കിൽ ഡീപ്പായിട്ട് എക്കണോമിനെ അനലൈസ് ചെയ്തിട്ട് മനസ്സിലാക്കിയത് ഡിമോണിറ്റൈസേഷൻ വാസ് എ ബിഗ് ബ്ലോ ടു ദി എക്കോണമി. അൺഓർഗനൈസ്ഡ് സെക്ടർ ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങി. GSTയുടെ പ്രോപ്പർ ഇംപ്ലിമെന്റേഷൻ ഇല്ലാത്തതുകൊണ്ടും പിന്നെയും ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇക്കണോമി വാസ് ഗോയിങ് ഡൗൺ.
in the entrepreneur decision making would be totally different. Okay. So understanding the economy became very important post demonetization till about 2018. Have taken wrong decisions based on their wrong understanding of the economy. Last the official figures also started crashing and slow down. The government has to do something, the central government. And the central government also started to acknowledge that to slow down active actions the economy stimulate. But at that point of time, understanding government actions also became a requirement for a successful entrepreneur. Because government actions appropriate and timely, the economy will pick up faster. And government actions inappropriate late, then the economy will continue to go down. So depending on that, again, entrepreneurs divided. Some entrepreneurs tax cut to 1.4 lakh crore. They thought that the economy was going to take off. And some people understood clearly that the demand side problem, supply side issues are. So the economy was going down or would continue to go down. And they took the decisions. They took different decisions from the people who thought that the stimulus package was good at that particular point. Understanding government actions also became part of the attribute required for a successful entrepreneur. This COVID-19 COVID-19, understanding COVID or requirement, play out COVID-19 suffer. And related to that, again, government actions. We've had a stimulus package. 1.7 lakh crore in RBI, 20 lakh crore announcement all put together. You need to understand how COVID will play out worldwide, India, Kerala, if you're mostly based in Kerala, and what is the government actions to mitigate COVID-19 and health-related actions, so economic-related actions. That's a clear picture decision making. So anyhow, post-COVID-19, right approach to business, market understanding, economic understanding, government actions understanding, COVID-19 your understanding on or entrepreneur to successful issues. So today, this is the requirement for a successful entrepreneur. Now let us look at the state-wise COVID scenario. India, a single country, total figures which COVID, we have to divide India into broadly two areas. Chala states will handle COVID much better than other states. I'm not naming the states. For example, I believe that Kerala will handle COVID better than most other states. Okay, so that is one of the best state scenario. Otherwise, a worst state scenario, Pala state, they may not be able to handle COVID as effectively as Kerala is doing. So let us look at the scenario. For a best state scenario like Kerala, what will happen if you look at this graph, number of new cases daily, y-axis, and time since first case on the x-axis. The green line in the daily new cases. So, infection started in India. Total lockdown was done pretty early on. Best states early massive testing, quarantine strict maintain, healthcare capacity. So, what is happening is that the rates, although they went up, they started going down, and then total lockdown was lifted. Total lockdown, I would believe, is lockdown 2.0. Lockdown 3 restrictions. So, other figures will go down. We are getting more figures because of NRIs and NRKs coming into Gulf via country, where a state in we have had some higher figures. But generally speaking, the figures went down before that. And they will, I believe, year range peak cases per day 39 pre in Kerala. So probably 50 cases range over the next period, and once we go into cluster containment, but it should not overcome the healthcare capacity of the state, in my opinion. So vaccination we should be under reasonable control, although cluster zone
containment zone of the very. But I think we will not go out of control. Like Italy, like in New York, chance in the best states. And finally, sufficient percentage of population becomes immune through vaccination. Figures will drop dramatically. So this is the scenario for what I would consider some of the best states in India. COVID-19, like Kerala. Similarly, there is another part, other states which I think will be, will not have a good scenario. They will have a bad scenario. The same graph, the red line, our new cases daily. So although lockdown was done very early on, they have a very poor response initially. Low testing, poor social distancing, poor quarantine methods. And with the lockdown, total lockdown, lift that is in 2.0 lift. We are seeing the figures steadily climbing for all these states, okay, and cities. And I believe it will go very high before it starts coming down. And we will see a collapse of the health system in many areas in India. Something like Italy, New York, and then figures and hopefully vaccination it should be under control. But initially, over the next couple of months, we are going to see a blowout in numbers. That's a value issue. Vast states, things may collapse in many areas. And finally, a sufficient percentage of population becomes vaccination immune control. So this is a long process. Vaccination one, viable vaccine one, a cost-effective one, the immunize it could be anywhere from 1 year to 2 years. So we are very lucky we could have it earlier, but and the clients not we'll have to wait for a proper vaccine to be actually implemented. Other than plan here. If it comes earlier, we are better off. Now let us look at the economic impact, what is going to happen or what is already happening. Economic impact on India depends on two things. One, the pre-COVID economy, the strength, and other part is impact of COVID-19 on our economy. So these two factors will depend on these. The economic impact depends on these two factors. So let's first look at the strength of the pre-COVID economy in India. What I have been saying this for the last year itself, that we are already in recession. Pre-COVID times, India was already in recession. And I'll just briefly explain why. The official GDP figures, quarterly growth figures for quarter ending December 2019 was 4.7% growth in India GDP. Other official figures. Minus it was minus. Now why? India consists of the organized sector and the unorganized sector. Organized sector is 55% of the GDP and unorganized sector is 45% of the GDP. Organized sector is about 10% of employment. Unorganized sector is 90% work, including agriculture. But this is the economic scenario. In economic data collection, every quarter data is collected. Organized sector data already easy to government collect. Plus income tax filing of companies, organized sector, GST filing. The data, organized sector data correct every quarter. Unorganized sector data, we have heard 6.3 kodi MSMEs. Most of these MSMEs are not in the tax bracket below GST. Income tax registration business. Millions of business, tens of millions, 63 million, 6.3 kodi estimate. So, even data officially very bad. So what the government of India has been doing for the last so many years is, a survey is done every 5 years. A survey of a sampling, a detailed sampling of unorganized sector. Sampling. Our last sampling was 2015-16. 15-16 before demonetization. Next sampling is going to happen in 2020-20. So, this data of unorganized sector is sample versatile correct. This sample for example, after 15-16, the last 4 to 5 years, what is the data? How do they get the data of the unorganized sector?
അവർ ഡേറ്റ എടുക്കാറില്ല. അതിന്റെ ഒരു ഗ്രോത്ത് റേറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നോംസ് അനുസരിച്ച് ഓർഗനൈസ് സെക്ടറുടെ ഗ്രോത്ത് റേറ്റ് എത്രയാണ്, അത് is equal, unorganized sector has the same growth rate in assumed date. So that means, for example, 4.7% ആയിരുന്നു കഴിഞ്ഞ ലാസ്റ്റ് ഡിസംബർ ക്വാർട്ടറിലെ ഓർഗനൈസ് സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് അവരുടെ ഡേറ്റ അനുസരിച്ച്. ആ 4.7% തന്നെ അൺഓർഗനൈസ് സെക്ടറുടെ ഗ്രോത്ത് റേറ്റ് ആയിട്ട് അസ്യൂം ചെയ്തിട്ട് നമ്മളോട് ടോട്ടൽ GDPയുടെ ഗ്രോത്ത് റേറ്റ് 4.7% എന്ന് പറയും. ഇതാ ഈ നോൺ സാമ്പിൾ ഇയേഴ്സിൽ സംഭവിക്കുന്നത്. So what has happened is the demonetization of GST allowed സംഭവിച്ചപ്പോൾ unorganized sector as growth rate is deviated from the organized sector. Organized sector ഇപ്പോൾ 4.7% ആയിരിക്കും ഗ്രോ ചെയ്തേക്കുന്നത്. പക്ഷേ unorganized sector is definitely not growing at 4.7%. അപ്പോൾ അതിൽ നമുക്ക് ഡേറ്റ ഇല്ല ആക്ച്വൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ. സോ ഇക്കണോമിക്സ് ഹു സ്റ്റഡി ദി അൺഓർഗനൈസ്ഡ് സെക്ടർ അവർ പറഞ്ഞ മെത്തേഡ് എന്നല്ല, അൺഎംപ്ലോയ്മെന്റോ ഇല്ല എംപ്ലോയ്മെന്റിന്റെ ഗ്രോത്ത് നോക്കിയിട്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം what is the unorganized sector growth rate. Okay, because 90% of employment is in the unorganized sector. അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്ത ആൾക്കാർ രണ്ട് മൂന്ന് economists have estimated, because unemployment has been going up over the last pre-COVID. Demonetization മുതൽ pre-COVID വരെ unemployment കൂടി വരെയാണ്. അതുകൊണ്ട് ആ ഒരു ബേസിസിൽ the estimate is that unorganized sector has been shrinking or degrowing -5%. ആ ഫിഗേഴ്സ് ഇടുമ്പോൾ നമ്മൾ അൺഓർഗനൈസ് സെക്ടറിൽ -5% ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ ഓർഗനൈസ് സെക്ടർ ഞാൻ 2.2% ഇട്ടത്, ദാറ്റ് ഇസ് ബേസിക്കലി അരവിന്ദ് സുബ്രഹ്മണ്യം, ദ പ്രീവിയസ് ചീഫ് എക്കണോമിക് അഡ്വൈസർ ഓഫ് മോദി വൺ ഗവൺമെന്റ്, ഫസ്റ്റ് ടേം ഗവൺമെന്റ്. പുള്ളി ഫസ്റ്റ് ടേം കഴിഞ്ഞ് പുള്ളി ഇറങ്ങിക്കഴിഞ്ഞിട്ട് പുള്ളി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്, ഇക്കണോമി ഇൻ ICU. ചുരുക്കം പറഞ്ഞ പുള്ളിയുടെ ഒരു റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ദ നമ്മൾ ഈ ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഫിഗേഴ്സ് ഒരു ബേസ് ഇയർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഈ ബേസ് ഇയർ മാറ്റും. അപ്പോൾ പുള്ളിയുടെ ഒരു ഇതനുസരിച്ച് നമ്മൾ ബേസ് ഇയർ ഈ ഒരു ഇക്കണോമിക് സീരീസിലെ ബേസ് ഇയർ ഐ തിങ്ക് വി ചേഞ്ച് ഇൻ 2015-16 or 14-15. ആ ബേസ് ഇയർ മാറ്റിയുണ്ട് പുള്ളി പറയുന്നത് നമ്മൾ പഴയ 10 കൊല്ലം മുമ്പത്തേരോ 8 കൊല്ലം മുമ്പത്തെ ഒക്കെ GDP വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ GDP ഫിഗേഴ്സ് ആർ 2.5% ഇൻ എക്സസ്. ദാറ്റ് ഈസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ UPA ഗവൺമെന്റിന്റെ ടൈമിൽ നമ്മൾ 8% ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ടൈമിൽ നമ്മൾ ഇപ്പോൾ 4.7% ഗ്രോത്ത് എന്ന് പറയും. ഇത് കമ്പയറബിൾ അല്ല എന്ന് നമ്മൾ പറയും. ഇത് കമ്പയർ ചെയ്യണമെങ്കിൽ ഈ 4.7% 2.5% കുറയ്ക്കണം, എന്നാലേ കമ്പയറബിൾ ആവും. ഓക്കെ, ആ പഴയ ഡേറ്റ വെച്ചിട്ട്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഓർഗനൈസ് സെക്ടർ ഗ്രോത്ത്, ഈ ഡേറ്റ വിച്ച് ഇസ് ഓർഗനൈസ് സെക്ടർ ഗ്രോത്ത്, ഇൻസ്റ്റെഡ് ഓഫ് 4.7% ക്വാർട്ടർ എൻഡിങ് December 2019, October to December 2019, is actually 4.7 minus 2.5, which is 2.2% growth, which is what ഞാൻ ഇവിടെ ഇട്ടേക്കുന്ന ഫിഗർ. അൺഓർഗനൈസ് സെക്ടർ ഞാൻ പറഞ്ഞ പോലെ അൺഎംപ്ലോയ്മെന്റോ ഗ്രോത്ത്, അൺഎംപ്ലോയ്മെന്റിന്റെ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റിന്റെ പ്രശ്നം കാരണം ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് -5% അൺഓർഗനൈസ് സെക്ടറിന്റെ ഗ്രോത്ത്. അതുകൊണ്ട് ടോട്ടൽ ഇക്കണോമി അങ്ങനെ വെയിറ്റഡ് ആവറേജ് എടുക്കും -1.04% ഡ്രോപ്പ് actually pre-COVID. So that means the economy was already very, very weak before COVID, okay, which is a very serious issue, because a strong economy ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ശക്തിയായിട്ട് ഈ കോവിഡിനെ നമുക്ക് ഓവർകം ചെയ്യാൻ. ഒരു വീക്ക് ഇക്കണോമി ആകുമ്പോൾ it is in a very, we are in a very, very dangerous situation. So another issue which is very important is that നമ്മളുടെ ഈ economic weakness ഒരു കൊല്ലത്തിൽ സംഭവിച്ചതല്ല. 2017, 18, 19 ഒരു 3 years ആയിട്ട് we have been having a weakness in the economy, and which has ultimately ended in a recession before COVID. എൻ്റെ അനാലിസിസ് അനുസരിച്ച്. So what has happened is കുറേ ബിസിനസ്സുകാർ വീക്കാണ്. 3 കൊല്ലമായിട്ട് ഇക്കണോമി സ്ലോ ഡൗൺ ചെയ്തോ അല്ലെങ്കിൽ റിസഷനിൽ പോയിട്ടുണ്ടെങ്കിൽ കണ്ടമാനം ബിസിനസ് ഹൈ ഡെറ്റ് ആയിട്ട് they are taken a lot of debt and they are very weak. ഒരു എക്സാമ്പിൾ പറയും ഇതെങ്ങനെ ഈ ഡെറ്റ് വരുന്നത്. ഇപ്പോൾ ഒരു അത്യാവശ്യം ഡെറ്റ് കുറഞ്ഞൊരു കമ്പനിയാണെന്ന് വിചാരിച്ചാൽ 2016 ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 കോടി ടേൺ ഓവർ ഉണ്ട്. പുള്ളി ചിലപ്പോൾ ഒരു 3-4 കോടി അസറ്റ് പ്ലെഡ്ജ് ചെയ്തിട്ട് ഒരു 1 crore ലോണും എടുത്തു വെച്ചിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. 2017 ആയപ്പം ബിസിനസ് ചുരുങ്ങി, ഇക്കണോമി ഡൗൺ ആയി, പുള്ളിക്ക് ലോസിലോട്ട്, he has gone into a loss, ഒരു 1 crore ലോസിലോട്ട് പോയി. So if many businesses thought that this was temporary, he loss illengil degrowth enna temporary, because official statistics are showing much better figures. When a government parayunnu, organized sector koodum, demonetization inde valla benefit undavum, GST inde valla benefit undavum vishwasichu angane vishwasikkunna business aarku
what they did was, a lot of them is that ഒരു കോടി loss working capital ഇൻക്ലൂഡ് ചെയ്തു. അപ്പൊ അതിന് കവർ അപ്പ് ചെയ്യാൻ അഡീഷണൽ ലോൺ എടുത്തു. അപ്പൊ ഒരു കോടി ലോൺ 2 കോടിയായി. 2018 വീണ്ടും ഇക്കോണമി താഴെ പോയി. അപ്പം ഇപ്പൊ പുള്ളിക്ക് ഒരു 1.5 കോടി ലോസ് ആയി. So remember, he has collateral about 3-4 crores. അപ്പൊ ബാങ്കിന് ഇത് വീണ്ടും പുള്ളി ആലോചിക്കുന്ന ഇത് നെക്സ്റ്റ് ഇയർ ബെറ്റർ ആവും, അപ്പൊ നമുക്ക് തിരിച്ചു പിടിക്കാം, അപ്പൊ തൽക്കാലത്തെ ലോൺ എടുത്ത് ഈ ഷോർട്ടേജ് ഒഴിവാക്കുക. അപ്പൊ പുള്ളി ഒരു 1.5 കോടി ലോൺ എടുത്തു. അങ്ങനെ പുള്ളിക്ക് 3.5 കോടി ലോൺ, 4 കോടി ലോൺ. ഇൻഫാക്ട് ചുരുക്കം പറഞ്ഞാൽ ഇൻ പ്രീ കോവിഡ് സിറ്റുവേഷൻ ലോട്ട് ഓഫ് ബിസിനസ്സസ് ഹാവ് മാക്സിമം ലോണിൽ ഇരുന്നിട്ട് ഓൾറെഡി ക്യാഷ് ലോസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു കണ്ടമാനം ബിസിനസ്സാണ്. So what happened is that our liability, loan to liability pay and operating profit is not sufficient to overcome this loss of interest and principal repayment. Above വളരെ weak position la maximum debt la oduna bank enna kodukkunna paisa velliyoru paisa. So multiple shocks over the last few years have caused many businesses to incur high debt because they had a different view about the economy. Either temporary അടുത്ത വർഷം ശരിയാവും, ഇപ്പൊ നമ്മൾ വലിയ ഹാർഡ് ഡിസിഷൻസ് ഒന്നും എടുക്കണ്ട, നമുക്ക് ടെമ്പററി ആയിട്ട് ലോൺ എടുത്തിട്ട് ഇത് കവർ ചെയ്തിട്ട് അടുത്ത വർഷം ശരിയാക്കണം. സോ ദാറ്റ് ഇസ് ദ സിറ്റുവേഷൻ ദാറ്റ് we are in. Not only are we in recession, the large segment of the economy of business are very weak because they are having maximum debt. So what is the impact of COVID-19 specifically? ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പ്രീ കോവിഡിന്റെ സിറ്റുവേഷൻ ആയിരുന്നു. Impact of COVID-19 depends on 3 things. One is the lockdown. Like a lockdown 4.0 ആയിരുന്നു. So total lockdown the impact എത്രയാ? ഇനി മുമ്പോട്ട് we are planning a cluster containment strategy. Hotspot containment അത് contain ചെയ്യണം. Even lockdown ഒഴിവാക്കിയാൽ അത് ആ strategy follow ചെയ്യാൻ പോകുന്നതാണ് മനസ്സിലായത്. So what is the impact of that? And finally the government of India actions. We have heard 20 lakh stimulus package. How much of that will mitigate these problems? ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് COVID-19 impact on the economy analyze ചെയ്യാൻ പറ്റും. So the lockdown impact is huge. Okay, നമ്മൾ total lockdown നമ്മൾ ഇക്കോണമി നമ്മളൊരു വണ്ടിയിൽ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോയിട്ട് കംപ്ലീറ്റ് ഒരു വിത്തി പോയി ഇടിക്കുന്ന പോലെ ഒരു ഇഫക്റ്റ് ആയിരുന്നു ടോട്ടൽ ലോക്ക്ഡൗൺ. Okay, it may have been required, but ഞാൻ not saying that lockdown വേണ്ടെന്നല്ല പറയുന്നത്. I'm saying that the impact was like hitting brick wall. അപ്പൊ അതുകൊണ്ട് നമ്മൾ we should get the benefits from that. ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ലോസ് ആണ്. I consider it worse than 2008 great financial crisis, and ഇത് ഞാൻ ജീവിതത്തിൽ പറയും ഞാൻ വിചാരിച്ചിട്ടില്ല. Even more worse than demonetization, total lockdown time. That is lockdown 1 and effectively lockdown 2. ഏറ്റവും പൂവറസ്റ്റ് പീപ്പിൾ, മൈഗ്രന്റ് ലേബറുടെ കാര്യം നമ്മൾ പറഞ്ഞ് എഫക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ വീട്ടിൽ ഇരുന്ന് സുഖമായിട്ട് അത്യാവശ്യമായിട്ട് വീട്ടിൽ ഇരുന്ന് കുറച്ച് കച്ചവടം പോകുന്നല്ലാതെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വി ക്യാൻ മാനേജ്. ഓക്കെ, പക്ഷേ ഈ പൂവറസ്റ്റ് പീപ്പിൾ, ഡെയിലി വേജ് പീപ്പിൾ ഹു ഹാഡ് ടു വാക്ക് ആൻഡ് ട്രാവൽ ടു ദ എസ്കേപ്പ് ആൻഡ് ട്രാവൽ ടു ദ പീപ്പിൾക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ ഭയങ്കര പ്രോബ്ലം ആയിട്ടുണ്ട് ഈ ലോക്ക്ഡൗൺ. And it has been a simultaneously supply and demand shock because discretionary ആദ്യമേ എല്ലാ ഇൻഡസ്ട്രിയും കൂട്ടി, പിന്നെ essential businesses തുടങ്ങി. Discretionary business were locked till very recently in all India. Simultaneously supply shock and demand shock. So the impact is very, very huge. Let us try to quantify the impact. So what the GDP loss in financial year 21 due to lockdown but annual GDP India approximately 200 lakh crore annual GDP. So monthly it comes to about 16.67 lakh crore. Yeah, I put these figures here. And their estimate April month we have lost 70% of GDP because of 30% active lockdown. So the loss in GDP 70% of 1 month is about 11.67 lakh crore. May and their estimate because May was lockdown 3 and lockdown 4 കുറെ restrictions ease ചെയ്തിട്ടുണ്ട്, കുറെ business തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് I would estimate the average in May is about 30% loss in GDP. So 30% of 16.67 is about 5 lakh crore. But total lockdown loss in financial year 20, that is April to next March, the lockdown കാരണം നമുക്ക് immediately loss വരുന്നത് approximately 16.67 lakh crore എൻ്റെ calculation, which is equal to 1 month of GDP. And മാർച്ചിൽ നമുക്ക് കുറച്ച് ലോസ് ഉണ്ടായി, പക്ഷേ ഐ എം ട്രീറ്റിംഗ് ഇറ്റ് ആസ് പ്രീവിയസ് ഫൈനാൻഷ്യൽ ഇയർ. അപ്പം ഞാൻ ഇതിൽ കൺസിഡർ ചെയ്തില്ല. ഞാൻ ഈ ഒരു കറണ്ട് ഫൈനാൻഷ്യൽ ഇയറിലെ
loss. So we have lost around 16.67 lakh crore. Could be higher, could be slightly lower based on lockdown in all phases of lockdown and estimate. Now we are going, after this we are going in for cluster containment. The lockdown cluster containment strategy follow government work. So I believe that the impact in the economy will not be able to run at full throttle, full speed because namakku kore sthalangal red zone containment zone ആയി മാറും. പിന്നെ ഈ social distancing norms ഇപ്പോൾ കണ്ടില്ല, ബസ്സിൽ ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ, ഇപ്പോൾ ഫ്ലൈറ്റിന്റെ കാര്യം പറയുന്നുണ്ട്, ട്രെയിനിൽ ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. സോ വി ആർ ഗോയിങ് ടു സീ ലോട്ട് ഓഫ് സോഷ്യൽ ഡിസ്റ്റൻസിങ് നോംസ്. ഒരു കടക്കകത്ത് ഇത്രയും പേര് കൂടുതൽ കയറ്റാൻ പറ്റില്ല. സോ അങ്ങനത്തെ കുറെ ഇഷ്യൂസ് വരും. സോ വിത്ത് ദാറ്റ് വി ആർ ഗോയിങ് ടു സീ നമുക്ക് ഫുൾ സ്പീഡിൽ ഓടാൻ പറ്റില്ല. Second is we are going to have shortage of supply, because ippam supply raw material shortage pala aalkarku varununde. And the main reason our suppliers in the labor shortage ippo prashanayittu kanana, and we are still seeing migrant labor wanting to go home and still continuing to go home. Guest labor avarkku inippo tirichu varuvo eppa tirichu varum anusarichu there will be a shortage of supply from time to time. Another very significant factor is social unrest. And the calculation is that livelihoods is going to suffer, especially marginalized livelihood buying rate suffering. Our suffering, our social unrest. Social unrest armed police, army, section 144. Our area economic activity will be closed down. Totally, we are going to see a significant portion of the economy will be closed from time to time because of cluster containment, social unrest, and shortages of supply and labor. So that will be the impact of cluster containment. So what is the monetary calculation? What will the GDP loss be in the varsham for the due to restrictions over the next 10 months? That is June to next March. 10 months GDP will impact. So annual GDP is 200 lakh crore. Monthly GDP is 16.67 lakh crore. 10 months GDP, which is June to March, will be 166.7 lakh crore. End estimated to 10% of GDP in the next 10 months because of these restrictions. So I estimate that 1 month GDP, 16.67 lakh crore, will be lost in next 10 months due to cluster containment. So now let us look at the last part, the Government of India actions. So Honorable Prime Minister announced 20 lakh crore stimulus package on 12th May, 20 lakh crore, which is approximately equal to 10% of the GDP. But this figure is very good. Nammada loss the figure looks as if at face value nokumba, it definitely will be a very good figure to compensate for the loss. The loss lockdown there no cluster containment. But other than the details low to detail analyze here. Because these are the 20 lakh crore explained. The part is 8 lakh crore through RBI measures, which is credit guarantee loan, liquidity measures. Okay. Then we are seeing MSME credit guarantee package and our loan package. So this is, and we have some MNREGA scheme in the farm and fisheries, 1.92 lakhs earlier announced the Garib Kalyan scheme. With a breakup, so 20 lakh crore is broken up in this way. But what we need to see is that the monetary stimulus, pare packages, pare already partner signing or re-announce already government committed to signing. So what is the actual additional amount announced in the stimulus package? Government നേരത്തെ പറയാത്ത കാര്യങ്ങളും നേരത്തെ അനൗൺസ് ചെയ്യാത്ത ഫണ്ട് കയ്യിൽ എത്ര ആൾക്കാരുടെ എത്തും, fiscal stimulus, and in addition to what was already announced previous budget law, previous announcements allade previous budget already 2021 budget കുറെ സാധനങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. Okay, so അതിനേക്കാൾ മുകളിൽ ഉള്ള എത്ര ഫണ്ട് ആക്ച്വലി ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യും വിതൗട്ട് ആസ്കിംഗ് ഫോർ റിട്ടേൺ, ലിക്വിഡിറ്റി അല്ല ലോണും അല്ല, അങ്ങനത്തെ അനാലിസിസ് ചെയ്യുമ്പോൾ all these agencies have now come out with their estimate. That is, Goldman Sachs has said that only 1.3% of the GDP are actual fiscal fund extra our analysis, and it goes down to Barclays bank brokerage saying 0.75%.
So നമുക്കൊരു 1% ആണ് assume ചെയ്യാം. So actually announced fiscal stimulus package is only 1% of GDP, which is approximately 2 lakh crore. അപ്പോൾ ഈ 20 lakh crore എന്ന് പറഞ്ഞാൽ ബാക്കി ഇതുപോലെ ലോൺ, മോണിറ്ററി സ്റ്റിമുലസ്, ലിക്വിഡിറ്റി, പഴയ പാക്കേജ് റീ അനൗൺസ് ചെയ്യുന്നു, പിന്നെ കൊടുക്കുന്ന പാക്കേജ് ഫ്രണ്ട് ലോഡ് ചെയ്യുന്നു, 2 മാസം നേരത്തെ കൊടുക്കുന്നു, അങ്ങനത്തെ കുറെ പാക്കേജസ്. ബാക്കി we understand is the balance 18 lakh crore is those kind of activities. Okay, so this is the now the picture that is clear. The 20 lakh crore actually additional announced fiscal stimulus package is only 1% of the GDP or 10% of what was announced. Now what is the problem in that? Normally parana lockdown the GDP loss is 16.67 lakh crore. നമ്മൾ ഇപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്ത് 10 മാസത്തെ ലോസും വീണ്ടും ഒരു 16.67 crore. ടോട്ടൽ GDP ലോസ് ഒരു 33.34 lakh crore ആണ് നമ്മൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഈ ഫൈനാൻഷ്യൽ ഇയർ. അപ്പൊ ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ ഇത് സ്പെൻഡിങ് ലോസ് ആണ്, നമ്മള് കച്ചവടമില്ല. അപ്പം നമ്മളെ ഒരു ഇക്കണോമിനെ മനസ്സിലാക്കണമെങ്കിൽ ദ വേ ആ ഇക്കണോമി സിംപ്ലിഫൈഡ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ സ്പെൻഡിങ് വേറൊരാളുടെ ഇൻകമാണ്, അയാളുടെ ഇൻകം വെച്ചിട്ട് അയാൾ സ്പെൻഡ് ചെയ്തത് വേറൊരാളുടെ ഇൻകമായി, അങ്ങനെ കറങ്ങി തിരിച്ച് എൻ്റെ ഇൻകമായിട്ട് വരും. ഓക്കെ, സോ ഇഫ് ഐ സ്പെൻഡ് ലിറ്റിൽ മോർ മണി ഡ്യൂ ടു മേ ബി എൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടി, എൻ്റെ ഇൻകം കൂടി, ഞാൻ കുറച്ച് സ്പെൻഡ് കൂടിയാൽ അടുത്ത ആൾക്ക് ഇൻകം കൂടി, അയാൾക്കും അത് പോസിറ്റീവായിട്ട് തോന്നി, മാർക്കറ്റ് മുന്നോട്ട് നല്ല ഇക്കണോമി ഈസ് ഗ്രോയിങ്, പുള്ളി എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുക, അടുത്ത ആളുടെ ഇൻകം കൂടി, അങ്ങനെ ഒരു മൾട്ടിപ്ലയർ എഫക്റ്റാണ് നമുക്ക് സാധാരണ ഒരു ബൂം ടൈമിൽ വരുന്നത്. നല്ല ഗ്രോത്ത് വരുമ്പോൾ സ്പെൻഡിങ് കൂടുക, അടുത്ത ആളുടെ ഇൻകം കൂടും, അടുത്ത ആളുടെ സ്പെൻഡിങ് കൂടും, ഇതിങ്ങനെ തിരിച്ച് നമുക്ക് വരും. അതുപോലെ സ്പെൻഡിങ് കുറഞ്ഞാൽ യു വിൽ ഹാവ് എ നെഗറ്റീവ് മൾട്ടിപ്ലയർ എഫക്ട്. ദാറ്റ് ഈസ് എൻ്റെ സ്പെൻഡിങ്, എൻ്റെ ഇൻകം കുറഞ്ഞു, ഞാൻ സ്പെൻഡിങ് കുറച്ചു, അപ്പൊ അടുത്ത ആളുടെ ഇൻകം കുറഞ്ഞു, എൻ്റെ സ്പെൻഡിങ് അയാളുടെ ഇൻകം വേണം, അയാളുടെ സ്പെൻഡിങ് കുറഞ്ഞു, അങ്ങനെ കറങ്ങി എനിക്ക് വീണ്ടും ഇൻകം കുറയും, ഞാൻ പിന്നെയും സ്പെൻഡിങ് കുറയ്ക്കും. സോ ഇറ്റ് സ്റ്റാർട്ട്സ് ഗോയിങ് അപ്പ്. So the GDP loss that we are seeing will have a very severe negative multiplier effect. Economy, other demonetization സംഭവിച്ചത്, we have seen the crashing of the growth rates. Similarly, ഇത് demonetization ക്കാൾ കൂടിയ ഒരു effect ഉള്ള സാധനം, and it has a longer term effect. So if it continues without sufficient mitigation, ഇത് നല്ലോണം നമ്മുടെ GDP താഴോട്ട് പോകാനുള്ള implications ഉണ്ട്. Only actual additional money, നമ്മളെ സെൻട്രൽ ഗവൺമെന്റ് ആക്ച്വലി അഡീഷണൽ മണി ഇതിലോട്ട് ഇട്ടാൽ ഈ ഒരു ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യും. ഓക്കെ, ഈ RBI ആക്ഷൻസും കൊണ്ട് ലിക്വിഡിറ്റി ഓറിയന്റഡ് അത് ഈ ലോസിന് കോമ്പൻസേറ്റ് ചെയ്യില്ല. അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. എല്ലാവരും നിങ്ങൾ ചില ഇക്കണോമിക്സ് ഒക്കെ ഡിമാൻഡ് സൈഡ് ശരിയാക്കണം എന്ന് പറഞ്ഞാൽ ഈ ഡിമാൻഡ് പോയതായി സ്പെൻഡിങ്, ഡിമാൻഡ് പോയതിന്റെ കൗണ്ടർ ആയിട്ട് ഈ സെൻട്രൽ ഗവൺമെന്റ്, യൂണിയൻ ഗവൺമെന്റ് നല്ലവണ്ണം അത് സ്പെൻഡ് ചെയ്ത് അവർ എക്സ്ട്രാ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് മാത്രമേ ഈ ഡിമാൻഡിനെ കോമ്പൻസേറ്റ് ചെയ്യൂ. പഴയ സാധനം റീപാക്കേജ് ചെയ്യുകയോ അല്ലെങ്കിൽ ലോൺ അനൗൺസ് ചെയ്യുകയോ ഒന്നും ഈ എക്സ്ട്രാ പൈസ കോമ്പൻസേറ്റ് ചെയ്യില്ല. സോ ദാറ്റ് ഈസ് ദ ഇംപ്ലിക്കേഷൻ. സോ ഒരു നല്ലൊരു പാക്കേജ് ഫിസ്ക്കൽ സ്റ്റിമുലസ് വന്നില്ലെങ്കിൽ വി ഹാവ് എ വെരി സെവിയർ ഡ്രോപ്പ് ഇൻ ദി ഫ്യൂച്ചർ. And let us look at the impact on this year. അപ്പം നമുക്ക് 200 lakh crore-ന്റെ GDP-യിൽ ലോക്ക്ഡൌണും ക്ലസ്റ്റർ കണ്ടെയ്ൻമെന്റ് കാരണം പറഞ്ഞ പോലെ 33.34 lakh crore നമുക്ക് ഒരു ഷോർട്ടേജ് ഉണ്ട് ഇനി വരാൻ പോകും GDP-യിൽ. ഓൾറെഡി സംഭവിച്ചു, ഇത് സംഭവിക്കാൻ പോകുന്നു. And the announced actions, that is Government of India announce ചെയ്ത ഫിഗർ 2 lakh crore ഉള്ളൂ. ആക്ച്വൽ ഇതിനെ ഡയറക്റ്റ് ആയിട്ട് കോമ്പൻസേറ്റ് ചെയ്യും. സോ ദിസ് ഇസ് വോഫുള്ളി ഇനാഡിക്വേറ്റ്. നമ്മളെ ലോസിന്റെ 10% പോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്പെൻഡ് ചെയ്യാൻ അനൗൺസ് ചെയ്തിട്ടില്ല. ദാറ്റ് ഇസ് ദ സീരിയസ്നെസ് ഓഫ് ദ സിറ്റുവേഷൻ. ഐ എം നോട്ട് സെയിങ് ദാറ്റ് 33 ലക്ഷം കോടി ഗവൺമെന്റ് അനൗൺസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് ഗവൺമെന്റിന്റെ ടോട്ടൽ ബഡ്ജറ്റ് ലാസ്റ്റ് ഇയർ ഈ വർഷത്തെ പ്രൊജക്ഷൻ വാസ് 30 lakh crore. പക്ഷെ ഒരു 5-6 lakh crore എങ്കിലും should have been spent on fiscal stimulus, and that too immediately. അപ്പൊ ഇതിന്റെ കുറെ മിറ്റിഗേറ്റ് ചെയ്ത് അൺഫോർച്ചുനേറ്റ്ലി അതല്ല ഇപ്പൊ സംഭവിച്ചത്. ഇനി my worry is even more than this. 2 lakh crore announced extra figure, announced. Okay? If you look at the way നമ്മളിപ്പോ ഒരു ബിസിനസിന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ ക്യാഷ് ഫ്ലോയിലോട്ട് പോകണം. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആക്ച്വലി ഈ വർഷം എക്സ്ട്രാ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന എത്രയാണെന്ന് കാൽക്കുലേഷൻ കിട്ടണമെങ്കിൽ ആക്ച്വൽസ് നമ്മൾ ക്യാഷ് ഫ്ലോയിലോട്ട് പോകണം. കഴിഞ്ഞ വർഷം ഗവൺമെന്റ് 6 ലക്ഷം ബഡ്ജറ്റിൽ, ഈ വർഷം ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്ത് 6 ലക്ഷം കോടി ബോറോയിങ്, ദാറ്റ് ഈസ് 6 ലക്ഷം കോടി കടമെടുത്തിട്ട് ആ 30 ലക്ഷം കോടി സ്പെൻഡ് ചെയ്യാൻ പോകും. 24 lakh crore ഇൻകം, 30 lakh crore സ്പെൻഡ്, 6 lakh crore ബോറോയിങ് അത് കവർ ചെയ്യാൻ വേണ്ടി. ഇതായിരുന്നു ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തത്. ഈയിടെ അനൗൺസ് ചെയ്ത് 4.2 lakh crore എക്സ്ട്രാ ബോറോ ചെയ്യാൻ പോകുന്നുണ്ട്.
So assuming that the revenue 24 lakh crore remains the same, നമുക്ക് ഈ 4.2 കോടി എക്സ്ട്രാ വന്നാൽ 4.2 lakh crore എക്സ്ട്രാ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പ്ലാൻ കാണുമെന്ന് വിചാരിക്കാം. പക്ഷെ ഗവൺമെന്റ് ഇപ്പൊ അനൗൺസ് ചെയ്തിരിക്കുന്നത് വെറും അപ്രോക്സിമേറ്റ്ലി 2 lakh crore. സോ അതിലൊരു എസ്റ്റിമേറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ഈ റവന്യൂ 24 lakh crore റവന്യൂ കുറയും. സോ ഇഫ് ഇറ്റ് ഡ്രോപ്സ് ബൈ 10%, ഒരു 2.4 lakh കുറയും. അപ്പൊ ഈ 4.2 നമ്മൾ സെറ്റ് ഓഫ് ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി ഒരു 2 lakh crore എക്സ്ട്രാ വരും. ഇഫ് ദ ഗവൺമെന്റ് റവന്യൂ ഡ്രോപ്സ് മോർ ദൻ 10%, let's say 15% or 16% ഈ വരുന്ന വർഷം, which is very possible, then നമ്മളുടെ ആക്ച്വൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എക്സ്ട്രാ ഫണ്ട് മാർക്കറ്റിൽ വരാൻ പോകുന്ന സീറോ ആയി. അത് വരെ സംഭവിക്കാം. സോ ദാറ്റ് ഇസ് ദ ഡേഞ്ചർ ഇൻ ദിസ് സിറ്റുവേഷൻ. ബിക്കോസ് ഇനി വരാൻ പോകുന്ന GST ഇൻകം എത്രയുണ്ട്, നമ്മുടെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഇൻകം എത്രയുണ്ട്, ഇൻകം ടാക്സ് ഇൻകം എത്രയുണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടി ഇൻകം എത്രയുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഓൾ ദീസ് ഫിഗേഴ്സ് ആർ ഗോയിങ് ടു ഡ്രോപ്പ് dramatically. Okay, so this is the seriousness of the situation. 33 ലക്ഷം കോടിയുടെ ഡിമാൻഡ് ലോസ് വന്ന് ഇപ്പൊ അനൗൺസ് ചെയ്തേക്കുന്ന 2 ലക്ഷം കോടിയുടെ കോമ്പൻസേഷൻ ഉള്ളൂ. അതും ചിലപ്പോൾ നടക്കണമെന്നില്ല. So that is the kind of crisis that we are facing. So what is the economic impact? The actual GDP, in my opinion, after demonetization has been going down because minus growth, unorganized sector shrinking. Lockdown on I believe it would have dropped dramatically because the 2 months we are shrinkage number drop. And over a period, in next cluster containment period, I think it will continue to drop because the 33 lakh crore compensation announced they can run less. So a negative multiplier impact continuing, spending churkum, income churkum, finance spending churkum. So I expect the economy to the actual GDP to continue, the real GDP to continue to shrink until a vaccine comes in place and we are vaccinated, and hopefully the economy will start to pick up. But you can see the gap that is, and I don't know when we are going to reach pre-demonetization actual GDP levels. It's going to take several years. Okay, so growth rate ഒക്കെ വരും. ഈ വർഷത്തെ ഭയങ്കര growth rate മൈനസ് ആണെങ്കിൽ അടുത്ത വർഷം ചിലപ്പോൾ നമുക്ക് പോസിറ്റീവ് growth rate കാണിക്കാം. Okay, because ഈ വർഷം huge down. But what we are saying is, will we reach our pre-demonetization economic levels? It's going to take a long time. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ എല്ലാവരുടെ മനസ്സിൽ വേണം. Pre-demonetization economic levels എത്തണമെങ്കിൽ ഈ ഒരു പാക്കേജ് നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങൾ വെച്ചിട്ട് very, very long time to reach back to the same GDP that we had in real terms. Okay. So now let us economy the impact ഏകദേശം clear ആയി. We are in very dire straits. We are having നമ്മൾ ഏറ്റവും worst ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ കാണാൻ പോകുന്ന ഇക്കോണമിയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. So അതിന്റെ മാർക്കറ്റ് ഇമ്പാക്ട് എന്തായിരിക്കും? ഒബ്വിയസ്ലി ഡിഫറെന്റ് മാർക്കറ്റിൽ ഡിഫറെന്റ് ഇമ്പാക്ട് ആയിരിക്കും. പക്ഷെ ജനറലി കോമൺ കുറച്ച് ഇമ്പാക്ട്സ് ഉണ്ട്, which I'll just talk about. നമ്മളിപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ, ആസ് യു കെൻ സി, ലോക്ക്ഡൗൺ കഴിയുമ്പോൾ GDP മൊത്തത്തിൽ കുറയും, ആൻഡ് ദെൻ കുറച്ച് ഫ്ലാറ്റൻ ആവും, പിന്നെ വാക്സിനേഷൻ ആവും, ഹോപ്പ്ഫുള്ളി കൂടും. പക്ഷെ അതിൽ ഡിസ്ക്രിഷണറി ആൻഡ് എസെൻഷ്യൽ ബിസിനസ്സസ് ഡിവിഷൻ ഉണ്ട്. ബിക്കോസ് ഇനിയിപ്പം എസെൻഷ്യൽ ബിസിനസ്സസ് ആർ ട്രീറ്റഡ് ഡിഫറെന്റ്ലി ഇൻ കോവിഡ് ഫ്രോം ഡിസ്ക്രിഷണറി ബിസിനസ്സസ്. So my expectation is that discretionary business and the share of GDP will crash dramatically. Luxury products, furniture, building materials, high-end കാര്യങ്ങൾ, even cars, ഇതൊക്കെ ഇതിന്റെ share in GDP will drop dramatically in the long term. And essential businesses will also drop because even FMCG നമ്മൾ കാണുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പ്രീമിയം പ്രോഡക്ട്സ്, സ്ലോ മൂവിംഗ് പ്രോഡക്ട്സ് ഒന്നും ആൾക്കാർ വാങ്ങുന്നില്ല. എല്ലാവരും ഫാസ്റ്റ് മൂവിംഗ് വാല്യൂ ഫോർ മണി പ്രോഡക്ട്സേ വാങ്ങുന്നത്. So we are seeing a drop in the total market. But the share of essential businesses will increase in the GDP compared to discretionary business. So depending on your discretionary business, you can expect market nallona koriyum. Essential business market will drop a little bit, reasonable, but not too much, because alkarku food and basics annalum avashyam. Okay, so this is one trend that will be there in the economy. Second trend is strong businesses dominating. That is strong big line of this. They are big, strong businesses, and they are also small, strong businesses. Similarly, they are big, weak businesses and small, weak businesses. The strong business, big, I'll talk about what I mean by strong in the next slide. A strong business in the market share buying right wouldn't, because the average businesses weak out, weak businesses kore per putipo. So that we are already seeing for the last 3 years, Kandavanam businesses putikondirikkunnu. Other accelerating even because the impact is something which is very, very severe. So strong businesses will dominate the
future, next coming 1 to 2 years. This is the second trend, which is very important. But strong versus weak business and differentiation and typically strong businesses pre-COVID zero loans or minimum loans or weak business as in mobile high debt. Strong businesses obviously would have been cash positive, in fact even profitable before COVID-19, whereas weak businesses would be at a loss and would be running at cash negative before COVID-19. Strong businesses or economy our expansion override employee productivity activities initiatives. So they will have high employee productivity. Unfortunately, weak businesses economy productivity focus expansion productivity focus they will be having poor employee productivity. Strong businesses will have low overheads. Middle management overheads cut productivity expansion or rentum carrying low overhead. Strong business. Weak business will be maintaining it's a sale or profit or our overhead is very high because action. Strong business entrepreneurs would have taken appropriate decisions very quickly because our market amount of our correct decisions. Unfortunately, entrepreneurs running weak businesses, market amount of wrong theory, our decision making was slow, not appropriate. Strong businesses would have a very good relationship with their suppliers because our growth rate, our growing under payment of a prompt. Weak businesses would have a very poor relationship with suppliers. Our volumes our payment so this is the kind of scenario how I would differentiate a strong business versus a weak business. Now let us come to the case study. Restaurant. I'm working one of my clients, Kozhikode restaurant. So I've been working with him for some time. COVID we had to completely pivot our strategy. So first industry trends and post-COVID time, post-COVID time, what is the industry? First is that we see market volumes drop dramatically during lockdown due to in-dining starting in-dining. And although we believe that market volumes will pick up after lockdown 4.0 because all restaurants it will be significantly less than pre-COVID times because of the recession. We are in severe recession. This recession, restaurant is a discretionary spend to some extent. Okay. We believe that the market volumes will be less after initial pickup. Lockdown pre-COVID total volumes definitely lower in the future. Prices and margins, we believe, will be squeezed because customers in the restaurant home delivery take away offer value, offer sale, discount, offer good deals because price tighter, our spend maximum benefit margins, margins. Then premium product sales will drop dramatically. Esoteric products our value for money products are. So most sales will consist of value for money products. Okay. It can be very small package price or meals to value for money bulk packaging 1 kg biryani value for money. So people who have money will spend on bulk, and people who don't have money will spend on sachet meals or quantity load to mark. So these two trends, value for money load, more products mix. This is a very significant thing. In dining output, that is normal dining throughput output will drop significantly because of social distancing norms. In open social distancing what we expect is normal table table partition plastic divisions sanitizing. There's a lot of hygiene factors, sanitizing mask waiters. So we are going to see a drop. Dining per day 1 lakh 1 lakh in the future. Along with that is the pricing of high value items low value for money. So we see a very huge
drop in dining output once it opens. Competition, already there, we believe that weak restaurants Kerala because Kerala GCC crisis 2015 slowdown, demonetization, GST, flood, Nipah virus, flood, COVID. So competition, weak restaurants under. Competition, we believe initially a strong item because weak restaurants they will try to capture sales. Offer sale cash flow. But what we believe is weak restaurants liability overheads they will not be able to get full sale sale margin. Survival is impossible in the current market situation within 1 month or 2 months and competition will reduce after some time as most weak restaurants close down and estimate over the next few months. Survive restaurants so trends, what was the action plan that we worked out for this restaurant? Before lockdown, restaurant and the sale breakup 85% sale dining, 10% takeaway, below 5% online home delivery. Restaurant push Swiggy, Zomato enroll before COVID. But despite that, we had reached maximum 5% of Swiggy, Zomato. Our PBT, profit before tax, were approximately 10% on debt. Now we have 0 loans and we had some cash reserve. This is before lockdown scenario. Let's assume that total sales per day was 1 lakh per day, just for calculation purpose. Then average in dining, 10,000 rupees takeaway, or below 5,000 rupees online home delivery. This is sale breakup. So what we did is we made a 3-phase action plan. Phase 1, lockdown 1 and 2, which was a strict lockdown. Phase 2 will implement our plan for lockdown 3 and 4, where looseness freedom. And phase 3, the plan was lockdown completely what is which we assume will be May 31st. Other plan will be phase 3. So I'll explain what we did in each phase or what we plan to do. Lockdown 1 and 2 on the first restaurant close because lockdown started, all restaurants close. We restarted kitchen operations because home delivery police home delivery harass. So we started with no in-dining, no takeaway. Kitchen operations started. Minimum kitchen staff. Total staff in the strength, kitchen staff in the strength. Minimum which total staff minimum biryani maker or combination. A minimum combination, and also depending on the menu, we started with that kitchen strength staff. And we prepared a lockdown menu. That is variety higher profit items chicken roast bulk deals bulk. So value for money and kitchen productivity, because the kitchen low volumes such as start kitchen productivity costing negative. Variable cost will be running a loss. We identified those kind of products and customers kitchen productivity products lockdown menu started. What we did, which we had not done till date, is menu Facebook, Instagram promote home delivery promote. That is concept Swiggy, Zomato they take about 20% of the margin price. Our restaurant thinking. Spend as it is our our customers customers platform concept. What we discussed was online delivery. Effectively online delivery promote sale. We are even today advertising on home delivery and saying that Swiggy, Zomato, Erando, delivery platforms restaurant
which I think we are probably the only restaurant who has done that, because our mindset നമുക്ക് ഓൺലൈൻ ഡെലിവറി മാത്രമേ ഉള്ളൂ, ഇൻ ഡൈനിങ് ഇല്ല, കിച്ചൺ സ്റ്റാഫ് വെച്ച് കിച്ചൺ വെച്ചിട്ട് നമുക്ക് മുതലാവും, അവർക്ക് 20% കൊടുത്താലും പരസ്യവും ചെയ്താലും അഡീഷണൽ ബിസിനസ് വന്നാൽ നമുക്ക് മുതലാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ ചെയ്തു. And our plan was to achieve 10 times home delivery. നമ്മൾ പഴയ 5%, let's say 5,000 രൂപയാണോ ഹോം ഡെലിവറി, 50,000 രൂപ എത്തിക്കണം എന്നായിരുന്നു നമ്മുടെ ഫസ്റ്റ് പ്ലാൻ. And I'm happy to say that ലോക്ക്ഡൗൺ പീരീഡിൽ തന്നെ നമ്മൾ 50, ഈ ലോക്ക്ഡൗൺ 2ൽ തന്നെ, before 3 മുമ്പ് തന്നെ 2ൽ തന്നെ we achieved 50% of our pre-COVID sales on online home delivery. That is, നമ്മൾ 1,00,000 രൂപ ഡെയിലി സെയിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 50,000 രൂപ എത്തി ഓൺലൈൻ മാത്രം. അപ്പൊ ഡിമാൻഡ് കൂടിയപ്പോൾ നമ്മൾ വർക്കിംഗ് സ്റ്റാഫിനെ കുറച്ച് കൂട്ടി, നമ്മൾ കിച്ചൺ സ്റ്റാഫിനെ കൂട്ടി, പിന്നെ ചില ആൾക്കാർ ഫോണൊക്കെ വിളിച്ച് ഡെലിവറി എടുക്കുന്നു, ഓൺലൈൻ അല്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ ഡെലിവറിക്ക് വേണ്ടി നമ്മൾ ഒരു അഡീഷണൽ സ്റ്റാഫിനെ വെക്കേണ്ടി വന്നു. നമ്മളെ ഓൺ ഡെലിവറി, അവർ വിളിച്ചിട്ട് സ്വിഗ്ഗിയും സൊമാറ്റോ ഒന്നും അല്ലാത്ത ഡെലിവറി അതും സ്റ്റാർട്ട് ചെയ്തു. അതെല്ലാം കൂടി we were able to increase our delivery, home delivery by 10 times. Then obviously നമ്മൾ മാർച്ചിലെ സാലറി പേ ചെയ്തു, മാർച്ചിലെ എല്ലാവരും പേ ചെയ്തു ബിക്കോസ് 1 വീക്ക് ആയിരുന്നു ലോക്ക്ഡൗൺ. ദെൻ നമ്മൾ ഇൻ ഡൈനിങ് സ്റ്റാഫ് ആൻഡ് നോൺ വർക്കിംഗ് കിച്ചൺ സ്റ്റാഫിനെ ലീവ് എടുക്കാൻ പറഞ്ഞു ലോക്ക്ഡൗൺ പീരീഡിൽ. നമുക്കൊരു ക്യാഷ് ഡെഫിസിറ്റ് ഉണ്ടായിരുന്നു, ലോസിലായിരുന്നു ഓടിയത്, അത് നമ്മൾ ക്യാഷ് റിസർവിൽ നമ്മൾ മേക്കപ്പ് ചെയ്തു. ലാൻഡ് ലോഡ് ആയിട്ട് നമ്മൾ 0 റെന്റ്, ലോക്ക്ഡൗൺ പീരീഡിൽ നമുക്ക് 0 റെന്റ് പറ്റുള്ളൂ, നെഗോഷിയേറ്റ് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു. അതൊരു വലിയൊരു നമുക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. സോ വി ഡിഡ് ദോസ് കൈൻഡ് ഓഫ് തിങ്സ് ഡ്യൂറിങ് ദിസ് ലോക്ക്ഡൗൺ 1 and 2. ലോക്ക്ഡൗൺ 3 and 4 വന്നപ്പോൾ നമ്മൾ കിച്ചൺ കപ്പാസിറ്റി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, പിന്നെ ആൾക്കാരുടെ ഒരു ഹെൽത്ത് കോൺസെപ്റ്റ്, ചിലർക്ക് നമ്മുടെ റെഡി കുക്ക്ഡ് ഫുഡ് റെസ്റ്റോറൻറ്റ് എടുക്കാൻ മടി, അവർക്ക് തന്നെ കുക്ക് ചെയ്യണം, അപ്പൊ ഇതിൽ ഇൻഫെക്ഷൻ ഒന്നും വരികയില്ല എന്നൊക്കെ വിശ്വസിച്ച്. So we started selling ready to fry foods like samosa. നമ്മുടെ സെൻട്രൽ കിച്ചണിൽ ബൾക്കായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ വിൽക്കാൻ തുടങ്ങി ഓൺലൈൻ ഡെലിവറി. We also started ഈ ലോക്ക്ഡൗൺ 3 ആയപ്പോൾ ആൾക്കാരുടെ റെസ്ട്രിക്ഷൻസ് കുറച്ചു, ആൾക്കാർ മാർക്കറ്റിൽ ഇറങ്ങാൻ തുടങ്ങി. So we started takeaway sales as the restrictions eased. And our plan was to increase takeaway sales to 3 times. Takeaway sales പണ്ട് 10% of total sale ആയിരുന്നു, അതിന്റെ 3 ഇരട്ടിയിലോട്ട് ആക്കാനായിരുന്നു നമ്മുടെ പ്ലാൻ ലോക്ക്ഡൗൺ പീരീഡിൽ. ഓക്കെ, അപ്പം ലെറ്റ്സ് സേ 1 lakh ആണെന്ന് പഴയ സെയിൽ, 10,000 രൂപയായിരുന്നു പണ്ടത്തെ ടേക്ക് അവേ സെയിൽ, അത് 30,000 രൂപയിലോട്ട് കൊണ്ടുവരണം എന്നായിരുന്നു പ്ലാൻ, പ്ലസ് 50,000 rupees ഓഫ് ടേക്ക് അവേ. അങ്ങനെ 80% ഓഫ് പ്രീവിയസ് സെയിൽ, 50,000 rupees ഓഫ് ഹോം ഡെലിവറി നമ്മൾ ഓൾറെഡി എത്തി. അതിന് കൊടുത്തൊരു 30,000 രൂപയുടെ, ഞാൻ 1 lakh ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, 30,000 രൂപയുടെ എക്സ്ട്രാ ടേക്ക് അവേ സെയിൽ വന്നാൽ ഒരു 80% ഓഫ് പ്രീ കോവിഡ് സെയിൽ നമുക്ക് എത്താം എന്ന് നമ്മൾ പ്ലാൻ ചെയ്തു. അതിനുവേണ്ടി നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഗ്രസീവായിട്ട് പോയി, നമ്മൾ കുറച്ചുകൂടെ വാല്യൂ ഫോർ മണി പ്രൊഡക്ട്സും ഡിസ്കൗണ്ട്സും ഓഫർ ചെയ്തു. ബിക്കോസ് ടേക്ക് അവേയിൽ ആൾക്കാർ വന്ന് പിക്ക് ചെയ്ത് പോകുന്നുണ്ട്, നമുക്ക് സ്വിഗ്ഗിക്കും സൊമാറ്റോയ്ക്കും കൊടുക്കേണ്ട മാർജിൻ കൊടുക്കേണ്ട, അത് നമ്മൾ അഗ്രസീവായിട്ട് ചെയ്തിട്ട് ഐ എം ഹാപ്പി ടു സേ ദാറ്റ് വി അച്ചീവ്ഡ് മോർ ദാൻ 80% ഓഫ് അവർ പ്രീ കോവിഡ് സെയിൽസ് ഡ്യൂറിംഗ് ദിസ് ലോക്ക്ഡൗൺ 3. ഈ ടേക്ക് അവേയും ഹോം ഡെലിവറി കാരണം, വിച്ച് വാസ് എ വെരി അമേസിംഗ് തിങ് ഫോർ അസ്. പിന്നെ നമ്മൾ 3 നമ്മൾ ക്ലിയർ ആയി, ഈ ലോക്ക്ഡൗൺ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ഇനി മാർക്കറ്റ് ഭയങ്കര പ്രശ്നമാണ്. സോ വി ഡിസൈഡഡ് ടു ഫേസ് 3 വി റിമൂവ് ആൻഡ് റീഡിപ്ലോയ് എക്സസ് മാൻ പവർ. നമ്മൾ ഏറ്റവും പ്രൊഡക്റ്റീവ് എംപ്ലോയീസിനും ആവശ്യമുള്ള എംപ്ലോയീസിനും മാത്രം റീറ്റെയിൻ ചെയ്തു. ബാക്കിയുള്ളവരോട് നമ്മൾ ഇപ്പം ജോലി ഇല്ല എന്ന് തന്നെ പറഞ്ഞു. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആസ് അവർ ബിസിനസ് കംസ് ബാക്ക് ഓൺ, if we are able to bring it back online, we have second plan. അടുത്ത പ്ലാൻ ഞാൻ പറയും. ആ പ്ലാൻ വരുമ്പം ആ പഴയ എംപ്ലോയീസിന് നമുക്ക് അതൊക്കെ തിരിച്ചു കൊണ്ടുവരണം. പക്ഷെ we remove them from our roles in lockdown 3. ഈ പോസ്റ്റ് ലോക്ക്ഡൌണിന്റെ ഒരു നമ്മുടെ ഒരു പ്ലാൻ ഇസ്, വൺസ് ഇപ്പൊ May 31st കഴിഞ്ഞ് ടേക്ക് അവേ ഇനിയും കൂട്ടണം എന്നാണ് നമ്മുടെ പ്ലാൻ. ഒരു 5 times ഓഫ് പ്രീവിയസ് സെയിൽ കൂട്ടണം. ഇപ്പൊ 3 times ഓഫ് പ്രീവിയസ് സെയിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് അങ്ങനെ ഹോം ഡെലിവറി കൂട്ടി പഴയ പ്രീ കോവിഡ് സെയിൽസിന്റെ 100% ലെവലിൽ നമ്മൾ എത്തണം വിത്ത് ഓൺലി ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ. അതിനുവേണ്ടി നമ്മൾ വീണ്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഗ്രസീവായിട്ട് പോകും, വാല്യൂ ഫോർ മണി ഓഫറിംഗ്സ് ആൾക്കാർക്ക് വേണ്ടി സാധനങ്ങൾ ഓഫർ ചെയ്യും. സോ അവർ പ്ലാൻ ഇസ് വിതൗട്ട് ഡൈനിങ് നമുക്ക് പ്രീ കോവിഡ് സെയിൽസ് എത്താം. അപ്പൊ ഡൈനിങ്ങിന്റെ ഓവർഹെഡ് ഇല്ലാതെ മാർജിൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വി ഷുഡ് ബിക്കം പ്രോഫിറ്റബിൾ. ഇൻഫാക്ട് ഐ ബിലീവ് വി ആർ ഓൾറെഡി പ്രോഫിറ്റബിൾ നൗ. പക്ഷെ നമുക്ക് ഒരു സേഫ് പ്രോഫിറ്റബിൾ മാർജിൻ കിട്ടണമെങ്കിൽ വി ഷുഡ് റീച്ച് 100% ഓഫ് പ്രീ കോവിഡ് സെയിൽസ് വിതൗട്ട് ഇൻ ഡൈനിങ് ആൻഡ് വിതൗട്ട് ഇൻ ഡൈനിങ് ഓവർഹെഡ്സ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാൻ.
So second plan is we are in-dining തുടങ്ങണമെന്ന് വലിയ ആവേശമില്ല. ഞങ്ങളിപ്പോൾ we are thinking of holding off in-dining because നമ്മളിത് in-dining open ആക്കിയാൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഈ ലോ വോളിയൂംസ് വരുള്ളൂ എന്നാണ് ഞങ്ങളെ റീഡിങ് ആൻഡ് ഇറ്റ് വിൽ നോട്ട് ബി പ്രോഫിറ്റബിൾ. ആ ഇൻ-ഡൈനിങ്ങിന്റെ ഓവർഹെഡും സ്റ്റാഫിനെ ഒക്കെ വെച്ചിട്ട് മാർജിൻസ് ഇപ്പോഴത്തെ മാർജിൻസും വെച്ചിട്ട് നമുക്ക് ഇൻ-ഡൈനിങ് പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, മിക്കവാറും ലോസിലായിട്ട് പോവുക. അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു പ്ലാൻ വിച്ച് വി മേ ചേഞ്ച്, ഈ ഇൻ-ഡൈനിങ് പറ്റുമെങ്കിൽ തുടങ്ങാതിരിക്കുക എന്നാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ആലോചന. We are also going to negotiate with the landlord and reduce rent. ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൌൺ പീരീഡിൽ പുള്ളി നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ഫ്യൂച്ചറിൽ ഇത്ര റെന്റ് നമുക്ക് പറ്റൂല, ഇൻ-ഡൈനിങ് ഇല്ല, അപ്പോൾ ബാക്കി ഏരിയയിൽ സോ നമുക്ക് റെന്റ് പ്രോംപ്റ്റ് ആയിട്ട് തരാം, പക്ഷേ we have to have a significant reduction. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പോസ്റ്റ് ലോക്ക്ഡൌൺ പ്ലാൻ which we hope to implement. One thing that we've been seeing in ഈ ഹോം ഡെലിവറി is that ഈ 5 കിലോമീറ്റർ റേഡിയസിൽ മാത്രമേ നമുക്ക് ഇഫക്റ്റീവ് ഹോം ഡെലിവറി നടക്കൂ. That is ഈ സ്വിഗ്ഗി സൊമാറ്റോ പോലത്തെ ആൾക്കാർ അവരുടെ കോൺസെപ്റ്റ് is ഈ നമ്പർ ഓഫ് ട്രിപ്സ്, ഈ ബൈക്കർ ഡെലിവറി ബോയ്സ് 20 സംതിങ് ട്രിപ്സ് ചെയ്യുക. അപ്പൊ അവരുടെ തിയറി അനുസരിച്ച് 5 കിലോമീറ്ററിന്റെ അപ്പുറം ഡെലിവറി ചെയ്താൽ ഈ ട്രിപ്പിന്റെ എണ്ണം ഭയങ്കരമായിട്ട് കുറയും. സോ ദേ വിൽ നോട്ട്, ഐ എം ഷുവർ സം ഓഫ് യു ഹാവ് സീൻ അൺസർവീസബിൾ. നമ്മളിപ്പോ ഒരു 5 കിലോമീറ്ററിന്റെ അപ്പുറം റെസ്റ്റോറന്റിൽ നിന്ന് നിങ്ങളുടെ വീട് മോർ ദാൻ 5 കിലോമീറ്റേഴ്സ് അവേ, നിങ്ങൾ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഉണ്ടെങ്കിലും സ്വിഗ്ഗിയിൽ പ്രത്യേകിച്ച് ഇഫ് യു സെർച്ച് ട്രൈ ടു പ്ലേസ് എൻ ഓർഡർ പല സമയത്തും അൺസർവീസബിൾ എന്ന് പറഞ്ഞു, ദാറ്റ് ഈസ് ഡെലിവറി പേഴ്സണൽ നോട്ട് അവൈലബിൾ. അപ്പൊ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് 5 കിലോമീറ്റർ റേഡിയസിലെ നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ഓൺ സ്റ്റാഫിനെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ സെയിം കോൺസെപ്റ്റ് കാണും. നമ്മളെ സ്റ്റാഫ് ഡെലിവറി ചെയ്യാൻ പോകുമ്പോൾ പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ട് കുറയുന്നു. ഓക്കെ, സോ പ്രോഫിറ്റബിലിറ്റി ഇഫക്റ്റ് ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. സോ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി വി ആർ പ്ലാനിങ് ടു സ്റ്റാർട്ട് എ ഹൈബ്രിഡ് ക്ലൗഡ് കിച്ചൺ. ഇപ്പൊ നമ്മളുടെ ഒരു ഏരിയ കോഴിക്കോടിന്റെ ഒരു സൈഡിലാണ്. നമ്മൾ നോക്കുമ്പോൾ 2 ഏരിയ വേറെ ഉണ്ട് മിനിമം കോഴിക്കോട് നമുക്ക് ടാപ്പ് ചെയ്യാം. പക്ഷെ അവിടുന്ന് നമ്മുടെ സെയിൽസ് വളരെ എത്തുന്നില്ല ഈ ഹോം ഡെലിവറി, ബിക്കോസ് ഈ അൺസർവീസബിൾ ഒക്കെ കാരണം. അപ്പൊ അവിടെ ഒരു ഏരിയയിൽ ഒരു ക്ലൗഡ് കിച്ചൺ തുടങ്ങുക. ക്ലൗഡ് കിച്ചൺ മീൻസ് അവിടുന്ന് ഹോം ഡെലിവറി കൊടുക്കുക. അപ്പൊ ഈ സൊമാറ്റോ സ്വിഗ്ഗിയുടെ ആൾക്കാർക്ക് അവിടെ എത്തിയിട്ട് അവിടുന്ന് പിക്ക് ചെയ്ത് പോവാം. നമ്മുടെ സെൻട്രൽ കിച്ചണിന് ഫണ്ടമെന്റൽ ബേസിക് കാര്യങ്ങൾ ചെയ്തിട്ട് അത് ഈ ക്ലൗഡ് കിച്ചണിലോട്ട് കൊണ്ടുവന്നിട്ട് ക്ലൗഡ് കിച്ചണിൽ നിന്ന് ഹോം ഡെലിവറിയിലോട്ട് പോവാം എന്നാണ് നമ്മളുടെ ഒരു കൺസെപ്റ്റ്. വി ആർ കോളിംഗ് ഇറ്റ് എ ഹൈബ്രിഡ് ക്ലൗഡ് കിച്ചൺ ബിക്കോസ് അവിടെയും നമ്മൾ ടേക്ക് അവേ, ഇപ്പൊ ഇവിടെ ടേക്ക് അവേ നമ്മൾ നല്ലവണ്ണം ഗ്രോ ചെയ്തതും ഈ നല്ല ഒരു അത്യാവശ്യം നല്ലൊരു ലൊക്കേഷനിലാണെങ്കിൽ വി എക്സ്പെക്ട് ദാറ്റ് ടേക്ക് അവേ വിൽ ഓൾസോ pick up. So hybrid cloud kitchen, and we expect that ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് കൂട്ടും ഇല്ലെങ്കിൽ സ്ഥലങ്ങൾ അവൈലബിൾ ആണ്. സോ വി തിങ്ക് ദാറ്റ് ഓവർ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് നമുക്ക് ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് ടേക്ക് ഓവർ ചെയ്യാം. അസറ്റ്സ് വളരെ ത്രോ എ പ്രൈസിൽ വാങ്ങാം, വാടക കുറച്ച് കിട്ടും. ബിക്കോസ് അവർ കൂട്ടിക്കഴിഞ്ഞാൽ വാടക ആരും വരികയില്ല റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ. അപ്പോൾ വിൽ ബി ഏബിൾ ടു ഗെറ്റ് എ ഡീസെന്റ് സ്മോൾ പ്ലേസ് ഫോർ എ വെരി ലോ റെന്റൽ ആൻഡ് എ വെരി ലോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ സെൻട്രൽ കിച്ചൺ യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് അവിടെ മിനിമം സ്റ്റാഫിന് വെച്ചിട്ട് ഫൈനൽ സ്റ്റേജസ് മാത്രം ചെയ്താൽ മതി. ആൻഡ് ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ അവിടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ആൻഡ് വി എക്സ്പെക്ട് ലെറ്റ്സ് പഴയ നമ്മുടെ മെയിൻ റെസ്റ്റോറൻറ്റിലെ 1 lakh സെയിൽ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ 1 lakh സെയിൽ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു 25,000 സെയിൽ പെർ ഡേ ഈ ഒരു ക്ലൗഡ് കിച്ചൺ മിനിമം കൊണ്ടുവരുന്നതാണ് നമ്മൾ ഇപ്പോഴത്തെ പ്ലാൻ. സോ വി വിൽ ഇംപ്ലിമെന്റ് ഇറ്റ് വൺസ് വി റീച്ച് 100% സെയിൽ പോസ്റ്റ് ലോക്ക്ഡൌൺ. ഇതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ക്യാൻ വേരി ബിറ്റ്വീൻ 3 to 8 lakhs. ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ ഒരു കിച്ചണൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അത്ര ഇൻവെസ്റ്റ്മെന്റ് വരുമായിരിക്കും. പഴയ എക്വിപ്മെന്റ് കുറച്ച് കിട്ടിയെങ്കിൽ നമ്മൾ ഫസ്റ്റ് റെസ്റ്റോറൻറ്റ് ചെയ്ത് ക്ലൗഡ് കിച്ചൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 2 പോക്കറ്റ് ഉണ്ട്, പോസിബിളി 3 പോക്കറ്റ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ 2 അത് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആയ നമ്മൾ സെക്കൻഡ് ക്ലൗഡ് കിച്ചൺ തുടങ്ങണമെന്നാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ ടോട്ടലി നമ്മുടെ പ്രീ കോവിഡ് സെയിൽസിന്റെ ഈ 2 ക്ലൗഡ് കിച്ചണും മെയിൻ ഇപ്പോഴത്തെ റെസ്റ്റോറൻറ്റും വെച്ചിട്ട് വി ഷുഡ് 150% ഓഫ് പ്രീവിയസ് പ്രീ കോവിഡ് സെയിൽസ് വിതൗട്ട് ഇൻ ഡൈനിങ്, ഓൺലി ഓൺ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ എന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാൻ. സോ ദീസ് ആർ തിങ്സ് വിച്ച് വി സ്റ്റിൽ നീഡ് ടു ഇംപ്ലിമെന്റ്. So if you look at our action plan in summary, phase 1 action plan was reopen kitchen, increase home delivery by 10 times, achieve 50% of pre-COVID sales. Phase 2 was increase takeaway by 3 times, achieve total sales of 80% of pre-lockdown, reduce expenses. In phase 3 was increase takeaway sales to 5 times of previous numbers, implement 2 cloud kitchens in unserviced areas, and achieve at least 150% total sale pre-lockdown. And again further reduce expenses, rent ന്റെ കാര്യം ഞാൻ പറഞ്ഞു, ലോ റെന്റൽ സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ, ആൻഡ് അച്ചീവ് എ ഡീസെന്റ് പ്രോഫിറ്റ്. ഇതാണ് ഞങ്ങളുടെ 3 phase പ്ലാൻ. വാട്ട് വി ഹാവ് അച്ചീവ്ഡ് ഇസ് phase 1 phase 2 ഞങ്ങൾ ഏകദേശം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം phase 3 ടേക്ക് അവേ സെയിൽസ് ഇപ്പം കൂടി, റംസാൻ കാരണം നമുക്ക് നല്ലവണ്ണം വന്നിട്ടുണ്ട്.
we'll have to see post-Ramzan, but we believe that in phase 3 implement we have successfully implemented phase 1 and phase 2. And we also have some other ideas which we are still ideating on. Phase 3 plan load. So this is, we are very happy with our achievement. And why we are very, very happy is because what we expect post-lockdown is 150% of sale achieve with zero indine. Indine we hope it will be profitable. So it will give us additional sales. We plan 50% takeaway sales and 50% online delivery sales and cloud kitchen 150% of pre-lockdown sales belief. And PBT, profit before tax, because 10% earning 5% because our margins are being hit, although our productivity is very high. We wish to continue with zero loans, and we hope we will be able to keep our cash reserves still. We are very happy with this result because the actual market situation in this restaurant business is very bad. Initial home delivery Swiggy, Zomato. I'll tell you the situation is very different. All India food delivery orders 70% in April. Okay, that is Swiggy, Zomato, sale 70% lockdown. Lockdown could online delivery it has dropped dramatically. Kozhikode pre-COVID in the number of deliveries in there 60% of drop. So the total deliveries in Kozhikode market have dropped by 60%. This scenario la nammal 10 times home delivery kutti. So I'm trying to give you the indication of how difficult the task is. Market is 60% online delivery number of deliveries, and we were able to increase our orders by 10 times in this declining market. Strong reaction on we have seen that if we drop in deliveries of all India alone, the Swiggy and Zomato grocery delivery load to compensate. If you are on Swiggy, Zomato, you can see grocery delivery. Zomato announced 520 employee layoff, which is about 13% of their total staff, and salary cut of up to 50% of all remaining staff, up to 50% on 15. Swiggy announced 1,100 layoffs on 18th May. But the situation in the restaurant business is very bad. 20 to 40% restaurants Zomato CEO situation sale is what I was trying to highlight. The actual market situation is really bad, but we were able to do this very good thing despite this situation. So with that, I will conclude my presentation, and I'll be ready for question answers. I hope you found this session to be useful for you. Thank you. Hello, sir. Jenny, sir? Yes. Q&A session le ചോദ്യങ്ങൾ എടുക്കാലോ അല്ലേ? Yeah. അത് ആദ്യം തന്നെ വന്നിരിക്കുന്ന ഒരു ചോദ്യം ഇൻ ബിറ്റ്വീൻ ഇത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ കേട്ടില്ലായിരുന്നു. ഏത് തരത്തിലുള്ള ബിസിനസ് സാധ്യതയാണ് ഇനി മുമ്പോട്ടുള്ളത് എന്നൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് തരത്തിലുള്ള ബിസിനസ്സിനാണ് സാധ്യത കൂടുതൽ, സാറിന്റെ അഭിപ്രായം എന്തെന്നുള്ളതാണ് ചോദ്യം. We'll have to divide businesses into roughly 3 types. That is our essential business, basically food, soap, washing, essential products. Avade namakku oru market drop oru 10 to 15% drop namukku kaanan pattum. Then we will see what I call discretionary business, consumer durables, building materials, even restaurants to some extent will come under that. Avade namakku oru 20 to 40% drop in business expected. The recession period. And then we have something which is like tourism, travel, things which are also linked to travel and tourism, which is going to be even more difficult. So avade namakku valare iyade oru operator who's operating I don't know what you call it, park pole oral samsarichappom already 60% people are coming from out of state, like North India, tourism related. How many of them will continue to come in the future? Another value question mark. So that is the third phase. So this moonum prashnala. So the least shrinking industry will be what I call essential services industry.
അപ്പൊ സാധ്യത എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ ഓൺലൈൻ ഡെലിവറി, പുതിയ കുറെ സാധനങ്ങൾ ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ദിസ് ഓൺലൈൻ ഡെലിവറി തിങ് ഈസ് ഗോയിങ് ടു ഷൂട്ട് അപ്പ്. പക്ഷെ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ ചാടുന്നുണ്ട്. സോ യു വിൽ ഹാവ് ടു ഓപ്പറേറ്റ് ഓൺ ദാറ്റ്. പിന്നെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓൺലൈൻ വെബ്സൈറ്റ്സ്, വെബ്സൈറ്റ് ക്രിയേഷൻ, അതൊക്കെ ഡിമാൻഡ് ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. വെദർ യു ക്യാൻ ഡു വെൽ ഓൺ ദിസ് ഇസ് എ ഡിഫറെന്റ്, നമ്മുടെ വാട്ട് ഏരിയ വി ആർ ഇൻ അനുസരിച്ച്. സോ സാധ്യതകൾ, the best industry to be in would be essential services, but to get into a new industry, if you're looking at it, essential business I think better, right? It's going to be tough because market is going down, everyone is competing very badly. Unless you'll have to look at something like delivery, online delivery, home delivery, angante kore concepts are those that business will definitely expand. I hope that answers the question. അടുത്തൊരു ചോദ്യം, what is your advice to the Gulf returnees to establish business or production facility? Gulf returnees, see, production facility, I believe that virtually all production people are underutilized. Okay, so coming in and starting a new capacity is a very dangerous theory. Because if ആരും ഇവിടെ എൻ്റെ അഭിപ്രായത്തിലൊരു 70-80% ആൾക്കാർ ഫുൾ കപ്പാസിറ്റിയിലല്ല ഓടുന്നത്. ഇപ്പൊ നമ്മൾ വന്നൊരു പുതിയ യൂണിറ്റ് തുടങ്ങി അത് പുതിയ കപ്പാസിറ്റി തുടങ്ങുവാന്ന്, ഐ വുഡ് സജസ്റ്റ് ഇഫ് സംബഡി ഈസ് തിങ്കിങ് അബൌട്ട് ദാറ്റ് ദേ വാണ്ട് ടു ഡു പ്രൊഡക്ഷൻ, ഒരു എക്സിസ്റ്റിംഗ് യൂണിറ്റ് ബൈ ഔട്ട് ചെയ്യുക, ടേക്ക് ഓവർ ചെയ്യാന്നാണ്. ബിക്കോസ് ഇഷ്ടംപോലെ യൂണിറ്റ്സ് അവൈലബിൾ ആണ്. സോ പ്രൊഡക്ഷൻ സൈഡ് ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് റിസ്കി, ബട്ട് അത് ഒരു ഏരിയ ആയിരിക്കും. പിന്നെ കൺസ്യൂമർ സൈഡിൽ പറയുന്ന പോലെ യു ഡു സംതിങ് വിച്ച് ഹാസ് വെരി ലോ ഓവർ ഹെഡ്സ്. Supermarket, because supermarket and supermarkets, big supermarkets are going to be in very serious problem because അവർക്ക് throughput കിട്ടില്ല. If you look at it, ചെറിയ ഗ്രോസറിക്കാരായി ഇപ്പം അത്യാവശ്യം കച്ചവടം ലോക്ക്ഡൌണിൽ കൂടി, എന്നിട്ട് it may drop, but still it will be better than pre-COVID. Smaller supermarkets, much smaller supermarkets who are doing home delivery will do better than big supermarkets because our overhead ഇതൊക്കെ കൂടുതൽ. So if you're looking at starting something, please look at it with the post-COVID mindset. ഈയിടെ ഒരാൾ എന്നോട് സൂപ്പർ മാർക്കറ്റ് തുടങ്ങുമെന്ന് പറഞ്ഞു ഒരാൾ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എപ്പോഴും 4000 സ്ക്വയർ ഫീറ്റ് 5000 സ്ക്വയർ ഫീറ്റ്. ഞാൻ പറഞ്ഞു വേണ്ട. ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 1000-2000 സ്ക്വയർ ഫീറ്റ് 1000 സ്ക്വയർ ഫീറ്റ് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് 50% ഹോം ഡെലിവറി ചെയ്യണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. So you will get a 4000 delivery square feet supermarket sale in a 2000 square feet supermarket. ഇങ്ങനെ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാം. നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു 20,000 square feet supermarket ആണെങ്കിൽ it's very difficult to do something. So my suggestion is starting an industry in these times is very, very dangerous, very difficult. But if you are doing it, please look at post-COVID scenario before you implement. And the bigger is better ennulla concept alla, cheaper is better ennulla concept lotta poor. Okay, people overheads aarkum ipo taangan pattatha avasthe. That would be my suggestion. Okay. Thank you, sir. Next question. There has been big hype about COVID-19 specific product like sanitizers, gloves, PPEs, etc. And people are planning to commence unit for their production or changing existing production line. What, in your opinion, on the long-term sustainability of such projects? See, it is a normal scenario. Sanitizing in the quantity, nallona koodittundu requirement, PPE ide quantity koodittundu. So those you have an opportunity in the market, definitely. ഇതിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ഇടിച്ച് കയറിയിട്ട് അത് അവസാനം അൺപ്രോഫിറ്റബിൾ ആവുന്ന ലെവലിലോട്ട് നമ്മൾ കാണാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ. മെനി പീപ്പിൾ വിൽ സ്റ്റാർട്ട് സാനിറ്റൈസിങ് യൂണിറ്റ്സ്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ സപ്ലൈ വിൽ എക്സീഡ് ഡിമാൻഡ്. അപ്പൊ ദാറ്റ് ഇസ് ദെയർ ഫോർ ഈവൻ ദ പാസ്റ്റ്. നമ്മളിപ്പോ ഈ കോവിഡിന് മുമ്പേ എന്തെങ്കിലും ഒരു നല്ല ഇൻഡസ്ട്രി വന്നിട്ടുണ്ടെങ്കിൽ കണ്ടമാനം ആൾക്കാർ കയറും and profitably effective. So when you are starting an industry, it's a good thing to start. When you start, നമ്മൾ ഇതുപോലെ profitability കുറയും, മാർക്കറ്റ് ഭയങ്കര കോമ്പറ്റീഷൻ ഫ്യൂച്ചറിൽ വരും. സോ വി ഷുഡ് ബി ഏബിൾ ടു സർവൈവ്. അല്ലാതെ ഇപ്പം ഞാൻ എക്സാമ്പിൾ വലിയ ബാധ്യത എടുത്തിട്ട് ലോൺ എടുത്തിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് എടുത്തിട്ട് ഗ്യാരണ്ടീഡ് റിട്ടേൺ കൊടുത്തിട്ട് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ വി മേ നോട്ട് ബി ഏബിൾ ടു പേ ദാറ്റ് കൈൻഡ് ഓഫ് ഓവർഹെഡ് വൺസ് ദ കോമ്പറ്റീഷൻ കീപ്സ് അപ്പ്. ഓക്കെ, സോ യു ഷുഡ് ഹാവ് എ പ്ലാൻ വെയർ ബൈ നമുക്ക് ഓവർഹെഡ്സും ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത കമ്മിറ്റ്മെന്റ്സ്, ഇൻവെസ്റ്റേഴ്സ്, ഗ്യാരണ്ടീഡ് ഇൻകം ഓർ ഇൻട്രസ്റ്റ് ഓൺ റിട്ടേൺസ് ഇല്ലാത്ത രീതിയിൽ ബിസിനസ് തുടങ്ങണം. വലിയ ഓവർഹെഡ്സ് ഒന്നും ഇല്ലാതെ തുടങ്ങണമെന്നാണ്. അപ്പൊ യു ക്യാൻ സർവൈവ്. ബിക്കോസ് ലോട്ട് ഓഫ് ദം വിൽ ക്ലോസ് ഡൗൺ. ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന എല്ലാവരും ചാടും. എന്നിട്ട് എന്റെ അഭിപ്രായത്തിൽ വിതിൻ 6 months 8 months 1 year ഒരു 30-40% അതിൽ കയറിയവർ കൂട്ടും. ബിക്കോസ് ദേ വിൽ ബി റണ്ണിങ് എ ലോസ്. ബാക്കിയുള്ളവർ സർവൈവ് ചെയ്യും. ദേ വിൽ ഡു വെൽ. സോ യു ഷുഡ് ബി വൺ ഓഫ് ദോസ് സർവൈവേഴ്സ്. താങ്ക് യു സർ. അതായത് അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത്, ഒരു റിയൽ എസ്റ്റേറ്റ്
ഡീലിംഗ് ചെയ്യുന്ന ആളുകളാണ്. അവർ ഒരുപാട് ഓപ്ഷൻസ് കണ്ണൂര്, തിരുവനന്തപുരം, പെരിന്തൽമണ്ണയൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഐ ബിലീവ് ഇൻ തിയറി ഓഫ് ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ. നീഡ് യുവർ വ്യൂ ഓൺ ദിസ്. See, that theory is good, but it also assumes that you have a lot of cash. So ആ തിയറിയുടെ ഒരു വേറെ ഗ്രീഡി ഉള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വാരൻ ബുഫേയും ഒക്കെ പറയുന്ന ഒരു തിയറിയുടെ. So he had a lot of cash when the market went down. He was able to invest and he was able to sustain until his investment proved positive. Okay. So if you're sitting on that kind of cash and it's a good time and you believe that you can sustain, നമുക്കൊരു 2-3 കൊല്ലം നമുക്ക് ഇത് നമ്മൾ ഈ പുതിയ പ്രൊജക്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്ത് ലോസിലാണെങ്കിൽ നമുക്ക് ഫണ്ട് ചെയ്ത് പ്രോഫിറ്റ് ആക്കി കൊണ്ടുവരാന്നുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ യു ക്യാൻ ബി ഗ്രീഡി. അൺഫോർച്ചുനേറ്റ്ലി വാട്ട് ഐ എം സീയിങ് ഇൻ മെനി കേസസ് ഇസ് കപ്പാസിറ്റി ഇല്ലാതെ ഗ്രീഡി ആവുന്ന കോൺസെപ്റ്റ് അവസാനം പൊളിയുന്ന ലെവലിലോട്ടാണ് പോകുന്നത്. ബിക്കോസ് ഇതൊരു ഷോർട്ട് ടേം റിസഷൻ അല്ല. It's not something that നമുക്കൊരു 4 മാസം പിടിച്ചു നിന്നാൽ മതി എന്നുള്ളത്. So if you're expanding, ഇപ്പോൾ പുതിയ പ്രോജക്ട് റിയൽ എസ്റ്റേറ്റ് തുടങ്ങുക, ഡെവലപ്പ് ബിൽഡിംഗ്, what you're talking about is probably ഫ്ലാറ്റും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് നമുക്ക് ഫണ്ട് പമ്പ് ചെയ്യണം, ബിൽഡിംഗ് പൊക്കണം, വിൽക്കണം, ഹോൾഡ് ചെയ്യാൻ പറ്റണം. സെയിൽ വന്നില്ലെങ്കിൽ, പ്രതീക്ഷ പോലെ വന്നില്ലെങ്കിൽ നമുക്ക് എന്നാലും ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനും അത് സസ്റ്റെയിൻ ചെയ്യാനുള്ള ക്യാഷ് നമ്മൾ വേണം. If you are, I have no objection to being greedy if you have the money to sustain yourself. Sir, അടുത്തൊരു ചോദ്യം, what is your opinion about education consultancy? If any suggestion for this? I'm not sure what he means. A foreign law to പോകുന്ന education consultancy advice running about education consultancy അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് വിദേശത്ത് നടത്തുന്നതാണോ വിദേശത്തേക്കുള്ളത് എന്നാണോ എന്നുള്ളത് അതിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല. Typically, അപ്പോൾ കൺസൾട്ടൻസി എഡ്യൂക്കേഷൻ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഫോർമൽ എഡ്യൂക്കേഷൻ ആകട്ടെ നമ്മൾ കോച്ചിങ് അങ്ങനത്തെ പരിപാടികളുണ്ട്. ഐ അസ്യൂം ദാറ്റ്സ് നോട്ട് വാട്ട് ഈസ് ടോക്കിംഗ് അബൌട്ട് സിൻസ് ഹി സെഡ് കൺസൾട്ടൻസി, ഇല്ലെങ്കിൽ പുള്ളി കോച്ചിങ് എന്ന് പറഞ്ഞാൽ. പിന്നെ വരുന്ന കൺസൾട്ടൻസി എനിക്ക് മനസ്സിൽ വരുന്ന പറഞ്ഞാൽ അഡ്വൈസ് ടു സ്റ്റുഡൻസ് ടു മോസ്റ്റ്ലി വലിയൊരു സെഗ്മെന്റ് വാസ് ഗോയിങ് അബ്രോഡ്, പുറത്ത് പഠിക്കുക അല്ലെങ്കിൽ അപ്പുറത്ത് പഠിക്കുക. സോ ദാറ്റ് ഡെഫിനറ്റ്ലി വിൽ ബി ഹിറ്റ് because ഇപ്പം പുറത്ത് പോകാനും അങ്ങോട്ട് ട്രാവൽ ചെയ്യാനും ഒക്കെ റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. ആൻഡ് സോ ഇറ്റ് വിൽ ബി ഹിറ്റ്. ബട്ട് സീ എവറി ഇൻഡസ്ട്രി വിൽ ബി ഹിറ്റ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ 3 types of ഹിറ്റ് ആയിരിക്കും. ചില ഇൻഡസ്ട്രിയിൽ 10-20% ആയിരിക്കും, ചിലത് 20-40 ആയിരിക്കും, ചിലത് 50-60%. ബട്ട് ഇൻ എവറി ഇൻഡസ്ട്രി പീപ്പിൾ ക്യാൻ സർവൈവ്. കുറെ പേർ പൂട്ടും. ആ പൂട്ടുന്ന ഇഫ് യു ആർ എ സർവൈവർ യു ക്യാൻ ഡു വെൽ. ദർ ഇസ് നോ ഇഷ്യൂ. ദ മാർക്കറ്റ് സീറോയിലോട്ടൊന്നും പോകില്ല, ഒരു മാർക്കറ്റും സീറോയിലോട്ട് പോകില്ല. But the problem is ഈ സാധ്യതകളുണ്ട്. മാർക്കറ്റിന് സാധ്യത കുറവാണ്, മീൻസ് ഇറ്റ് വിൽ ഗോ ഡൗൺ. ബട്ട് യു ഹാവ് നിങ്ങൾക്ക് സാധ്യതയുണ്ട് ഇഫ് യു ആർ there to survive. ഞാൻ റെസ്റ്റോറന്റ് എക്സാമ്പിൾ പറഞ്ഞില്ലേ. I have FMCG clients. So one of my clients in FMCG is we are running at pre-COVID levels. So we are doing all-time high. നമ്മൾ പഴയ all-time high സെയിൽ എത്തി. So it's not a question of market down. So it's a question of where you stand. Are you strong? Are you doing the right decisions? Can you survive and can you exploit the opportunity once the competition comes down? That is my answer. I cannot say sadhida undannu sadhida korva. Industry, if you ask me that way, industry will go down. That particular industry will go down. But whether you can survive or not, definitely you can survive if you are right, if you have the strength and you do the right things. But not everyone will survive. സാർ, ഇപ്പൊ ചോദിച്ചിരിക്കുന്ന അടുത്തൊരു ചോദ്യം, ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് പ്ലാൻ ചെയ്തിരുന്നു, കോവിഡ് കാരണം അത് നിർത്തി വെക്കേണ്ടി വന്നു. സാറിന്റെ അഭിപ്രായത്തിൽ ഈ സമയത്ത് ലോഞ്ച് ചെയ്യുന്നതാണോ അതോ ഇനിയും ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർ, യുവർ ഒപ്പീനിയൻ. Depends. For example, നിങ്ങൾ running business are, you already have many products and you are trying to launch a new product, one more product. ഈ സെയിം നിങ്ങൾ ചെയ്യുന്ന സെയിം ഫീൽഡിലാണെങ്കിൽ ആ പ്രോഡക്റ്റ് ഇതുപോലെ വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് ആണെങ്കിൽ ഇറ്റ് ഇസ് വർത്ത് ലോഞ്ചിങ്. ഇറ്റ് ഇസ് അട്രാക്റ്റീവ് ഫോർ ദ. If it is not, if it is a premium product or something, നമ്മൾ സാധാരണ ആൾക്കാർ പ്രീമിയം പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യുക ബൂം ടൈം. If it's a premium product, it will not do well in this market. Whereas it's a value for money product, it may do well. That is an existing business-നകത്ത് നമ്മളൊരു additional product launch ചെയ്യുവാണെങ്കിൽ ഇതായിരുന്നു എൻ്റെ സജഷൻ. If you have a good product which you feel will do well in this market, value for money ആയിരിക്കും. ബൾക്ക് പാക്കേജിങ് ഫോർ എക്സാമ്പിൾ, നമ്മൾ പണ്ട് 1 kg കൊടുത്തോണ്ടിരുന്ന സാധനം ഇപ്പൊ നമ്മളൊരു പുതിയ പ്രോഡക്റ്റ്, ഒരു പുതിയ കുറച്ചുകൂടെ വില കുറച്ചിട്ട് നമുക്കൊരു 20% വില കുറച്ചിട്ട് സിമിലർ പ്രോഡക്റ്റ് ഇറക്കാം. ഇറ്റ്സ് എ ന്യൂ പ്രോഡക്റ്റ്, ഡിഫറെന്റ് ബ്രാൻഡ് നെയിം ആണെങ്കിൽ ഇറ്റ്സ് വർത്ത് ഇറ്റ് ഈ മാർക്കറ്റ്. But I don't know if he's talking about a brand new venture, a new company, completely new venture ആണെങ്കിൽ
I'm not sure. It depends on what kind of product you're launching and what kind of planning you have. For example, നമ്മളുടെ overheads എത്രയാ, നമ്മൾ rental എത്രയാ, നമ്മൾ എന്തൊക്കെ investment ചെയ്യാൻ ഉദ്ദേശിച്ചു, we have to completely rethink everything. ഞാൻ ആ റെസ്റ്റോറന്റ് എക്സാമ്പിൾ പറഞ്ഞു, 10% PBT ഞാൻ 5% പ്ലാൻ ചെയ്യുന്നത് വരാൻ പോകുന്നത്. ഐ എം കട്ടിങ് മൈ പ്രോഫിറ്റബിലിറ്റി ബൈ ഹാഫ്. സോ സിമിലർലി നിങ്ങളൊരു ഫീസിബിലിറ്റി എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കി കാണും, നിങ്ങളുടെ പ്രോഡക്റ്റ് ഇങ്ങനെ ലോഞ്ച് ചെയ്യും, ഇങ്ങനെ സെയിൽ വരും, ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കും, അപ്പോൾ ഓവർ ഹെഡ്സ് കവർ ചെയ്യും എന്നുള്ള പ്ലാൻ. യു ഹാവ് ടു വെരി സീരിയസ്ലി ലുക്ക് അറ്റ് ഓൾ യുവർ ഓവർ ഹെഡ്സ് ആൻഡ് യുവർ കോസ്റ്റിംഗ് ആൻഡ് യുവർ പ്രൈസിംഗ് ആൻഡ് റീസ്ട്രക്ചർ ദാറ്റ് ഫോർ ദിസ് ന്യൂ സിനാരിയോ, assuming it is not a luxury product. Luxury product ആണെങ്കിൽ I would suggest you forget about it. Okay, I'm talking a പുതിയൊരു ലോഞ്ച്, ബ്രാൻഡ് ന്യൂ കമ്പനി ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് കോസ്റ്റിങ്ങും റവന്യൂസും യു ഹാവ് ടു റീവർക്ക്. അത് ഓക്കെ ആണെങ്കിൽ ലോഞ്ച് ചെയ്യും. സർ, അടുത്തൊരു ചോദ്യം, ഡിജിറ്റൽ മാർക്കറ്റിംഗിന് വേണ്ടി എത്ര പെർസെന്റേജ് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതാണ് ഐഡിയൽ എന്നാണ് സാറിന്റെ ഒപ്പീനിയൻ എന്നാണ് ഒരു ചോദ്യം. ഹൗ മച്ച് ഈസ് ദ ഐഡിയൽ പെർസെന്റേജ് ഓഫ് എമൗണ്ട് യു സജസ്റ്റ് ടു സ്പെൻഡ് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ്? The way I look at it is different. എല്ലാവരും ഈ പഴയ മാസ് മീഡിയ കോൺസെപ്റ്റിൽ പോകും, TV advertising and newspaper boardings, we all had a percentage of sale. That is, നമ്മളെ ഇപ്പൊ ജ്വല്ലറി പണ്ട് ഞാൻ എപ്പോഴും പറയും 1% of sale നമുക്ക് മാസ് മീഡിയയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. That concept is dead with digital marketing. Digital marketing in the concept, it is different. What percentage is your marketing spend of the additional sale that you brought? That is, ഞാനിപ്പോ 1,00,000 രൂപ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാരണം അഡീഷണൽ സെയിൽ എത്ര വന്നു അത് അറിഞ്ഞാൽ then I can tell you the figure. Now, for example, let's say your gross profit is 15%. നിങ്ങൾ ഒരു അഡീഷണൽ സെയിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ചെയ്താൽ 15% ഗ്രോസ് പ്രോഫിറ്റ്. Now, if I even additional sale, let's say 1 crore digital marketing കിട്ടി, additional sale tracked, എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കിട്ടിയ ലീഡ് ഇൻക്വയറി വെച്ചിട്ട് ഈ സെയിൽ വന്നു എന്ന് 1 കോടി സെയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ I can spend up to 15% with zero എനിക്ക് പ്രോഫിറ്റബിലിറ്റി ഇന്നാലും മെയിൻറ്റെയിൻ. ദാറ്റ് ഈസ് 1 crore ഉണ്ടെങ്കിൽ എനിക്ക് 15 ലക്ഷം രൂപ വരെ ചെലവാക്കാവുന്ന എന്റെ കാൽക്കുലേഷൻ. But if I spend 10 lakhs or even 5 lakhs, it is profitable. So the way I look at digital marketing spend is that it should, the percentage of spend related to the sale, additional sale വന്നത് അത് നമ്മളെ GP നേക്കാൾ താഴെ ആയിരിക്കും. So if your GP is 15% and you spend 4% of additional sale in the 4% digital marketing ആയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ it's okay, it's very good. 10% സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല. ഇനി 15% ചിലപ്പോൾ വേറെ സ്പെൻഡ് ചെയ്യാം. Now again, additional sale in the percentage ആണ് ഞാൻ പറഞ്ഞു, total sale in the. So that's the difference. Thank you, sir. The next ചോദ്യം, how to evaluate event works in this situation? Event managers. See, physical events ഒരു വിഷയമായിരിക്കും. They may be ഇപ്പോൾ കല്യാണങ്ങൾ ഇപ്പോൾ അത്രയും പേര് പറ്റും, funeral event അല്ല, പക്ഷെ I'm saying I don't think the physical event thing is going to really be very profitable in the future. Because നമ്മൾ മുമ്പേ ഇൻ ഡൈനിങ് പറഞ്ഞ പോലെ there are going to be restrictions and problems. That's my anticipation for the immediate future. ഇനി എല്ലാവരും വിട്ടിട്ട് എല്ലാ റൂളും വേണ്ടാന്ന് ഗവൺമെന്റ് വെച്ചാൽ that's a different issue. But we have to anticipate that. So നമുക്ക് physical eventsന്റെ ഒരു പ്രോബ്ലം പറഞ്ഞാൽ costing is also high. Okay, നമുക്ക് per head cost goes up. Venue ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. So we have to start thinking about how we can minimize the physical and bring in the virtual. Okay, അപ്പോൾ events will continue. But they will be scaled down. ഇപ്പോൾ ഇതുപോലെ വെബിനാർ, നമ്മളിപ്പോൾ വെബിനാർ ഇതിപ്പോ ഒരു പണ്ട് നമ്മളൊരു ഇവന്റ് ആക്കി നമ്മളൊരു ടോക്ക് ആയിട്ട് ഫിസിക്കലി ഒരു സാധനം ചെയ്യുന്ന പോലെയാണ് പണ്ട്. ഇപ്പോൾ we are now moved to a webinar where the costs are much lower. Okay, and we can even reach a wider audience. So physical events will definitely be a problem in future. Open ആവുകയാണെങ്കിൽ തന്നെ open ആവും, പക്ഷേ it may not be profitable. So we have to be very careful. Lot of caterers, ഞാൻ തൃശ്ശൂർ സൈഡിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറയാണ്, ഒരു കേറ്ററിംഗ് കമ്പനി, പേര് ഞാൻ പറഞ്ഞു, ഫേമസ് കേറ്ററിംഗ് കമ്പനി, ഡ്യൂറിംഗ് ദിസ് ലോക്ക്ഡൌൺ ശോഭ സിറ്റിയിലൊക്കെ എല്ലാ വീക്കെൻഡിലും സാധനങ്ങൾ കൊണ്ടെത്തി. they were doing home delivery. Okay, അവർ കേറ്ററിംഗ്, അവർക്ക് കിച്ചൺ ഉണ്ട്, ഫുഡ് ഉണ്ടാക്കുക എല്ലാം ഉണ്ട്, അവർ കേറ്ററിംഗ് തുടങ്ങി. കേറ്ററിംഗിൽ നിന്ന് അവർ ഹോം ഡെലിവറിയിലോട്ട് പോയി to utilize that. So I'm just trying to say, അപ്പോൾ events we should think about that. നമുക്ക് virtual eventsലോട്ട് കുറച്ചുകൂടെ മാറണം, ബിക്കോസ് അതെങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യണമെന്ന് ആലോചിച്ചാൽ ഇവന്റ്സ് ഒക്കെ നന്നാവും.
താങ്ക് യു സാർ. അടുത്തൊരു ചോദ്യം ഇതിനോട് തന്നെ റിലേറ്റ് ചെയ്തിട്ടൊരു കാര്യമാണ്. റൂംസ്, ഹോട്ടൽ റൂംസ് ബിസിനസിനെ പറ്റിയുള്ള അഭിപ്രായം എന്തെങ്കിലും ഒന്ന് പറയാവുന്നതാണ് അടുത്തൊരു ചോദ്യം. വാട്ട് അബൌട്ട് ഹോട്ടൽസ്, എസ്പെഷ്യലി ഇൻ റൂംസ്? It will drop. For example, personally, I am trying to reduce my travel dramatically post lockdown. If actually clients not travel whether it works, I don't know. But so I believe essential travel continue. So that means definitely there's going to be a drop in demand for hotels. So all this is again, Korea hotels putans are there. So you are a survivor. Then once the demand and supply match, you can still do well. So അങ്ങനെ ഒരു ഹോട്ടൽ റൂമിന്റെ യൂസേജ് കുറയുമെന്ന് ഏകദേശം ഷുവറാ. ബിക്കോസ് പീപ്പിൾ മടിക്കും. ഈ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ട്രാവൽ ചെയ്യാൻ മടിക്കും. പിന്നെ ട്രാവൽ ചെയ്ത് വന്നാൽ യു വിൽ ബി ഇൻ ടു ക്വാറന്റൈൻ. പല കോംപ്ലിക്കേഷൻസ് വരിക നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ. അസുഖം പിടിച്ചാൽ യു ഹാവ് ടു ഗോ ടു ഗവൺമെന്റ് ക്വാറന്റൈൻ. ഇപ്പോഴത്തെ ലെവലിൽ ഇറ്റ്സ് വെരി ഇറ്റ്സ് വെരി ബാഡ് സിറ്റുവേഷൻ. നമുക്കൊരു അസുഖം വന്നാൽ ഇപ്പോഴത്തെ ലെവൽ. സോ പീപ്പിൾ വിൽ അവോയ്ഡ് ട്രാവലിംഗ്. സോ ഈവൻ ട്രെയിൻസിലും എല്ലാം people will travel. Essential ആയിട്ടുള്ളവർ ട്രാവൽ ചെയ്യും. പക്ഷേ ഇറ്റ്സ് ഗോയിങ് ടു ബി dramatically lower. അപ്പോൾ ഹോട്ടൽ റൂം യൂട്ടിലൈസേഷൻ വിൽ ഗോ ഡൗൺ ഫർദർ. പീപ്പിൾ വിൽ ലുക്ക് ഫോർ വാല്യൂ ഫോർ മണി. അപ്പോൾ റൂം എടുക്കുന്ന ആൾക്കാരൊക്കെ വിലയൊക്കെ നോക്കിയിട്ട് റൂം എടുക്കുള്ളൂ, സൗകര്യം നോക്കിയിട്ട്. അപ്പൊ അഗൈൻ കോമ്പറ്റീറ്റീവ് ആൾക്കാർ സ്ട്രോങ് ആവും, വീക്ക് ആൾക്കാർ പൂട്ടും. കുറച്ച് കഴിയുമ്പോൾ ഇത് ഹോപ്പ്ഫുള്ളി ബാലൻസ് ചെയ്യും. അപ്പോൾ ഉള്ളവർ ബാക്കിയുള്ളവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വലിയ. സാർ, ഇതുമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടൊരു ഏരിയയെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. കോസ്മെറ്റിക് ആൻഡ് ഡെന്റൽ ഹെൽത്ത് കെയർ പ്രോഡക്ട്സിന്റെ ഒരു അവസ്ഥയെ പറ്റി സാറിന്റെ ഒപ്പീനിയൻ പറയാവുന്നതാണ്. Can you please comment on cosmetic and dental healthcare post-COVID? Cosmetic healthcare, because cosmetic healthcare is a cherry segment of the market. A lot of people have still not really got into cosmetic healthcare. So although the financially the market it has not been exposed to people. So there is a chance that cosmetic healthcare may go up a little bit. Because let's say 30% alkarke are only doing it today out of a potential 100% market. Up 30% churingiyalum the new market chelpo varan chance. So you'll have to see costing wise and all that. Okay, namakku oro treatment cost ipotte oru major issue. Okay. So that I think is slightly initially prashna aayikkum, but there is a chance that that may be a better thing, because alkarku adoru, I think the percentage of people still using market actually ippom valare korva. Dental healthcare is a serious issue, because dental healthcare is the most risky. Avarkum risk, patientsum risk. So ipom PPE kit okke vechi anganeyakku cheyanengil the cost of dental healthcare will shoot up. So a lot of dentists that I know are worried about how they are going. Ipo barber shop yeda thodangi nammal nadakavil oru aalu thodangi ennu parnja 50 രൂപ extra vaangunnu ayalde kitine vendi. So similarly ഒരു ഡെന്റൽ ഹെൽത്ത് കെയർ ഈ എക്സ്ട്രാ രൂപ വാങ്ങാൻ പറ്റുമോ കസ്റ്റമേഴ്സിന്? ഇത് വാങ്ങാം, കുറച്ച് പേരുടെ വാങ്ങാം, പക്ഷെ ഓവറോൾ ഡെഫിനറ്റ്ലി വോളിയം കുറയും. ആൻഡ് പീപ്പിൾ വിൽ പുട്ട് ഓഫ് ലോട്ട് ഓഫ് ഡെന്റൽ ട്രീറ്റ്മെന്റ്സ്, എലക്ടീവ് ട്രീറ്റ്മെന്റ്സ്, എസെൻഷ്യൽ ഡെന്റൽ ട്രീറ്റ്മെന്റ്സ് എല്ലാവരും വരും. പല്ലുവേദന വന്നാൽ പോവാതിരിക്കാൻ പറ്റില്ല, പക്ഷേ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി എൻ ഇഷ്യൂ. പക്ഷേ ഹൗ ദിസ് കോസ്റ്റിംഗ് ഓഫ് PPE കിറ്റ് വേണോ, ഓരോ പേഷ്യന്റ് കഴിഞ്ഞും മാറണോ, ഗ്ലവ്സ് കൊടുക്കണോ, സാനിറ്റൈസർ കൊടുക്കണോ, ആസ് ഇറ്റ് ഇസ് ദ മാർജിൻസ് വെർ നോട്ട് വെരി ഹൈ ഇൻ ഡെന്റൽ ട്രീറ്റ്മെന്റ്. That is a question mark. I think dental treatment definitely will suffer. The hospital, same thing. I expect a lot of elective surgery, elective treatments to drop. Already drop idu. But essential treatments varunundu hospitals. But they are all going to the low cost hospitals. High cost hospitals in the kornondrikya. Because sambathiyam koreyunnanusarichu, that is the trend we've been seeing, and that will continue. So similarly with dental, if you have a large market share and you are having a premium dental practice, the chances are your volumes will go down. If you're having a low-cost dental thing, maybe you can survive. This is my reading. Cosmetics, I feel healthcare, little better chance than I own them. I can't hear you. Hello, sir. നെക്സ്റ്റ് വന്നിരിക്കുന്ന നേരത്തെ പറഞ്ഞ കൺസൾട്ടിങ്ങിനോട് കൂടി ചേർന്ന് തന്നെയുള്ള മറ്റൊരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് ഓൺലൈൻ എഡ്യൂക്കേഷൻ? It is already an overpriced industry. Should we follow the same pricing, or shall we reduce the pricing drastically? You have to reduce the pricing drastically. Online load പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലാസിന്റെ ലിമിറ്റേഷൻ ഇല്ല. പണ്ട് നമുക്കൊരു ക്ലാസ് റൂമിൽ ഇത്ര പേര് കയറ്റാൻ പറ്റുള്ളൂ, അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. സോ ഇൻഫാക്ട് ഐ ഹാവ് ബീൻ ടോക്കിംഗ് ടു വൺ ഓൺലൈൻ കോച്ചിങ് ക്ലാസ് ഇൻഫോർമലി. അപ്പോൾ അഡ്വൈസ് അവർക്ക് ഞാൻ കൊടുത്ത അഡ്വൈസ് എന്ന് പറഞ്ഞാൽ
നിങ്ങൾ ഓൺലൈൻ ആക്ക്, യു ഓഫർ ദാറ്റ് കോഴ്സ്, പ്രൈസ് കുറയ്ക്ക്, നമ്പേഴ്സ് കൂട്ടും. Because നമുക്ക് ഓൺലൈൻ ആവുമ്പം even if 100 people are there in the class, it is not you can still give a good class. അപ്പൊ നമുക്ക് ഈ ഓൺലൈൻ ആകുമ്പോൾ നമ്പേഴ്സ് കൂട്ടുമ്പോൾ വില കുറയ്ക്കാം, ആ ഒരു ഓപ്ഷൻ കൊടുക്കാം. ഓഫ്ലൈൻ കൊടുക്കേണ്ട ഒരു നിർബന്ധമുള്ളവർക്ക് ഓഫ്ലൈനും കൊടുക്കാം. ബിക്കോസ് ഓഫ്ലൈൻ ഇസ് വെരി റിസ്കി. എപ്പോ നമുക്ക് കണ്ടെയ്ൻമെന്റ് ഏരിയ വന്നാൽ ആദ്യമേ കോച്ചിങ് സ്റ്റോപ്പ് ചെയ്യും. ഇറ്റ്സ് വൺ ഓഫ് ദ ഡിസ്ക്രിഷണറി ഇൻഡസ്ട്രീസ്. യു വോണ്ട് ബി ഏബിൾ ടു ഹാവ് റെഗുലർ ക്ലാസ്സസ്. ഇത് നമ്മൾ ഈ പറയുന്ന പോലെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, കണ്ടിന്യൂസ് കേസസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഈ ക്ലസ്റ്റർ കണ്ടെയ്ൻമെന്റ് വിൽ കണ്ടിന്യൂ ആ ഒരു സിറ്റുവേഷൻ. സോ ഇഫ് യു യൂട്ടിലൈസ് ഇറ്റ്, യു ഹാവ് ടു റെഡ്യൂസ് ദ കോസ്റ്റ്. ആൾക്കാർക്ക് താങ്ങാൻ പറ്റുന്നില്ല. പിന്നെ അവർക്കൊരു പെർസെപ്ഷൻ ഇതുണ്ട്, ഓൺലൈൻ വേഴ്സസ് ഓഫ്ലൈൻ. ഓൺലൈനിൽ വില കുറവ് അഴിക്കണം, ബിക്കോസ് ചീപ്പർ അല്ലേ. ഇറ്റ്സ് ചീപ്പർ. യു ഡോണ്ട് നീഡ് റെന്റ്, ഓഫീസ് വേണ്ട, ക്ലാസ് റൂം വേണ്ട, ഒന്നും വേണ്ട. ഈവൻ ഫാക്കൽറ്റി, നൗ യൂസിങ് എ ഫാക്കൽറ്റി, യു ക്യാൻ യൂസ് എ ഫാക്കൽറ്റി ഫോർ എ ലാർജർ ക്ലാസ്. അപ്പൊ അയാളുടെ കോസ്റ്റും കുറയ്ക്കാം പെർ ഹെഡ്. അപ്പൊ ലോട്ട് ഓഫ് തിങ്സ് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. സോ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഒരു പോസിറ്റീവ് സാധനമാണ് എൻ്റെ റീഡിങ്. പക്ഷെ കോസ്റ്റിംഗ് ഹാസ് ടു ഗോ ഡൗൺ ആൻഡ് യു ഹാവ് ടു മേക്ക് പ്രോഫിറ്റ് ഇൻ ദ ലോവർ കോസ്റ്റിംഗ്. അതനുസരിച്ച് നമ്മുടെ ടോട്ടൽ കോസ്റ്റിംഗും നമ്മൾ നോക്കണം. പണ്ടത്തെ പോലെ വലിയ ബിൽഡിങ്ങും ക്ലാസ് റൂമും ഓഫീസും പരിപാടിയൊന്നും നമുക്ക് പറ്റൂല. സർ, അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത് കൺസ്ട്രക്ഷൻ മേഖലയെ പറ്റിയാണ്. ഈസ് ദർ എനി സ്കോപ്പ് ഇൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി? വാട്ട് ആർ ദ സ്ട്രാറ്റജി ടു ഇംപ്ലിമെന്റ്? So construction, I'm assuming fully contracting ആയിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. ഡെവലപ്പർ ഇൻഡസ്ട്രി ആണെങ്കിൽ, സോ കോൺട്രാക്ടിങ്ങിൽ, കോൺട്രാക്ടിങ് വിൽ സ്റ്റിൽ കണ്ടിന്യൂ. നമുക്കിപ്പോൾ ഒരു ബിൽഡിങ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, ഇനിയും കുറച്ച് ബിൽഡിങ്സ് വിൽ കം, ബട്ട് ഇറ്റ് വിൽ ഡ്രോപ്പ്. നമ്മളെ പ്രോബ്ലം ഇൻ കോൺട്രാക്ടിങ് ഇസ് ക്യാഷ് ഫ്ലോ. ഒന്നാമത് മിക്ക ക്ലയൻസുകളും കടത്തില്ല. ദേ ആർ പേയിങ് us, we are giving them credit. And നമുക്ക് വീക്ക്ലി പേയ്മെന്റ് ടു ലേബേഴ്സും ചെയ്യണം. സോ നോർമലി കോൺട്രാക്ടിങ് പീപ്പിൾ ആർ ഇൻ എ ക്യാഷ് ഫ്ലോ പ്രോബ്ലം. അപ്പൊ ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിക്ക ക്ലയൻസ് ക്യാഷ് ഫ്ലോ പ്രോബ്ലത്തിലാണ്. മോസ്റ്റ് ഓഫ് യുവർ ക്ലയൻസ് വിൽ ബി സെവിയർ ക്യാഷ് ഫ്ലോ. 2 മാസമായിട്ട് അവർക്ക് കച്ചവടമില്ല. സോ അവരുടെ പേയ്മെന്റ്സ് ഇനിയും ഡിലേ ആകാനാ ചാൻസ്. പക്ഷെ നമുക്ക് ലേബറിന് പൈസ കൊടുത്തില്ലെങ്കിൽ അവർക്ക് പറ്റൂല. ദേ ആർ മാർജിനൽ. അവർക്ക് ഡെയിലി നമ്മൾ കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ അവർ ഇട്ടിട്ട് പോകും. സോ കോൺട്രാക്ടേഴ്സ് ആർ കോട്ട് ഇൻ എ ബൈൻഡ്. ക്ലയന്റ് തുടങ്ങാൻ പറയും, തുടങ്ങിയാൽ പൈസ കിട്ടുമോ ഇനിയും ഡിലേ ആവുമെന്ന് ഏകദേശം ഉറപ്പാ, പക്ഷെ പേയ്മെന്റ് കൊടുക്കും. So the contractors will have to take a hard stand. That is, നമുക്ക് പഴയ പേയ്മെന്റ് either you have to pay us promptly from now on, or കുറച്ച് പഴയ പേയ്മെന്റ് തന്നാലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ബിക്കോസ് ഇല്ലെങ്കിൽ അത് നിന്നാൽ നമ്മൾ അപ്പം സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും എന്നുള്ള ക്ലയൻസിനോട് വർക്ക് ചെയ്തിട്ട് കാര്യമുള്ളൂ. വാട്ട് വിൽ ഹാപ്പൻ ഇസ്, നമ്മൾ പിന്നെ കടമെടുത്ത് നമ്മൾ ബാധ്യത കൂട്ടാന്നല്ലാതെ, ബിക്കോസ് ലേബറിന്റെ പേയ്മെന്റ് അപ്പം കൊടുത്തില്ലെങ്കിൽ ലേബർ ഇട്ടിട്ട് പോകും. ആസ് ഇറ്റ് ഈസ് മൈഗ്രന്റ് ലേബർ മുട്ടിയിരിക്കുക നാട്ടിൽ പോകും. ആൻഡ് ദേ ആർ ഓൾസോ, ഇഫ് ദേ ഡോണ്ട് ഗെറ്റ് മണി, they will not stay. അപ്പോൾ നമുക്ക് മിക്ക കോൺട്രാക്ടിങ് പീപ്പിൾ ആർ യൂസിങ് മൈഗ്രന്റ് ലേബർ ഇൻ എ ലാർജ് വേ. അപ്പോൾ ദേ ആർ കോൺട്രാക്ടിങ് ആസ് സച്ച് ഇസ് ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. നമുക്ക് പ്രോംപ്റ്റ് പേയിങ് ക്ലയൻസിന്റെ വർക്ക് എടുത്തിട്ട് നമുക്ക് പണി ചെയ്തിട്ട് കാര്യമുള്ളൂ എന്നുള്ള ലെവൽ എത്തിയിട്ടുണ്ട്. സോ ദാറ്റ് ഡെഫിനറ്റ്ലി വിൽ മീൻ എ ഷ്രിങ്കിങ് ഓഫ് ബിസിനസ്. സർ, അടുത്തൊരു ചോദ്യം, വാട്ട് ഓൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വി ഹാവ് ടു അഡോപ്റ്റ് ഇൻ ദിസ് സിറ്റുവേഷൻ? ഈ സാഹചര്യത്തിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ പറ്റി. സോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ, വൺ ഇസ് ദ മെസ്സേജ്. നമ്മൾ എന്ത് മാർക്കറ്റിംഗ് മെസ്സേജാണ് കൊടുക്കേണ്ടത്? അപ്പൊ മെസ്സേജ് ഷുഡ് ബി വാല്യൂ ഫോർ മണി. നമ്മൾ മെയിൻ ആയിട്ട് ആൾക്കാരെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അട്രാക്ട് ചെയ്യിപ്പിക്കണം. ഒബ്വിയസ്ലി വി ഷുഡ് ബി ഏബിൾ ടു ഡു ഇറ്റ് പ്രോഫിറ്റബിളി ഓൾസോ. ദ സെക്കൻഡ് ഇസ് ദ മീഡിയ. നമ്മൾ ഈ മാസ് മീഡിയ ഇനി പറ്റുമെങ്കിൽ, അൺലെസ് യു ആർ എ വെരി വെരി ബിഗ് പ്ലെയർ ആൻഡ് യു ഓൾറെഡി ആർ ഡൂയിങ് ഹ്യൂജ് മാസ് മീഡിയ ആൻഡ് യു ഹാവ്, ഇറ്റ്സ് കോസ്റ്റ് എഫക്റ്റീവ് ഫോർ യു. അപ്പോൾ മാസ് മീഡിയയെ പറ്റി ആലോചിക്കരുത്, നമ്മൾ ഡിജിറ്റൽ മീഡിയ ആലോചിക്കണം. വി നീഡ് ടു, നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മാർക്കറ്റിംഗ് ഫണ്ടിന് അഡീഷണൽ സെയിൽ എത്ര കിട്ടിയെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. എന്നാലേ നമുക്ക് ബിസിനസ് മുമ്പോട്ട് പോകാൻ പറ്റും. കണ്ണടച്ച് പെർസെൻറ്റേജ് ഓഫ് സെയിൽസിൽ സ്പെൻഡ് ചെയ്താൽ നടക്കില്ല, ബിക്കോസ് സെയിൽസ് മിക്കവാറും കുറയും. സോ വി നീഡ് ടു സേ ദാറ്റ് ഐ സ്പെൻഡ് സോ മച്ച്, I got so much additional sale. അത് മിക്കവാറും ഡിജിറ്റൽ മീഡിയയിലെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഐ വുഡ് recommend a shift to digital media. Okay, and marketing expenses. So marketing, I'm assuming he's talking sales. Is not talking about. So I'll limit my. ഈ 2 പോയിന്റിലോട്ട് upon it. The message should be value for money, offers attraction to the customer. അത് profitable ആയിട്ട് operations ചെയ്യാൻ പറ്റണം. And the media should be in such a way that 1 രൂപ മുടക്കിയാൽ എത്ര സെയിൽ അതിൽ നിന്ന് കിട്ടിയെന്ന് നമുക്ക് അറിഞ്ഞിട്ട് വേണം മാർക്കറ്റ്. ഇല്ലെങ്കിൽ വേറെ ചുമ്മാ കണ്ണു അടച്ച് മാർക്കറ്റ് ചെയ്തിട്ട് ഒരു കാര്യം.
Sir, what will happen to automobile industry? ഓട്ടോമൊബൈലിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് ട്രെൻഡ് അപ്പം ആൾക്കാർ പറയുന്നത്. ഒന്ന് ഈ പേഴ്സണൽ മൊബൈൽ, ബസ്സിന്റെ കൂലി ഇപ്പം ബസ് കൂടി. സോ ഓട്ടോമൊബൈൽ ഈസ്, ഐ എം അസ്യൂമിങ് ഹി ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ടൂ വീലർ. ടൂ വീലർ സെഗ്മെന്റ് ചിലപ്പോൾ ചാടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ട്. ബിക്കോസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഇസ് ദാറ്റ് ഈ ബസ്സിന്റെ പ്രശ്നങ്ങൾ കാരണം റേറ്റ്സും ബസ്സിന്റെ റേറ്റ് ഒക്കെ കൂടി, ഇനിയും കൂടും if this continues. So it may be viable for many people to switch to two wheelers. Okay, so that there is a trend, ഒരു പോസിറ്റീവ് ട്രെൻഡ് കാണുന്നത്. പക്ഷെ മൊത്തത്തിൽ വീണ്ടും പലരും ലോണൊക്കെ എടുത്തിട്ടും ജോലിയൊക്കെ ഉണ്ടായിട്ടും വരുമാനം ഉണ്ടായിട്ട് ഈ ടൂ വീലർ വാങ്ങുന്നത്. സോ ദാറ്റ് വിൽ ഷ്രിങ്ക്. ഓട്ടോമൊബൈൽ സെയിം തിങ് വിൽ ഹാപ്പൻ. As it is for the last 1 year, we have been seeing a degrowth in the all India automobile industry, severe degrowth before COVID. Okay, shrink cheyidondirikkaanu. Already dealers were in problem, lot of people were in issue. That will only accelerate. Again, it will come to a place where the weakest will close, the remaining people will be able to survive. പക്ഷെ നമ്മൾ ഇതുപോലെ കോസ്റ്റിംഗ് നോക്കണം. നമുക്ക് പണ്ട് ഓട്ടോമൊബൈൽ ഡീലർഷിപ്പ് എന്ന് പറഞ്ഞാൽ സെയിൽസ് ആൾക്കാർ, സെയിൽസ് ആക്ച്വലി പ്രോഫിറ്റ് കുറവായിരുന്നു, ഇല്ലെങ്കിൽ ലോസ് ആയിരുന്നു, സർവീസിലായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ വീൽ ഹാവ് ടു റീതിങ്ക് ദി എൻറ്റയർ സെയിൽസ് കപ്പാസിറ്റി. നമുക്ക് അൺപ്രൊഡക്റ്റീവ് സെയിൽസ്മാരെ നമുക്ക് താങ്ങാൻ പറ്റില്ല. വി ഹാവ് ടു മേക്ക് അട്രാക്ഷൻ ടു ദ കൺസ്യൂമർ. അപ്പൊ അതിന് ഓവർ ഹെഡ് കുറയ്ക്കേണ്ടി വരും. നല്ല സെയിൽസ്മാരെ വെച്ചിട്ട് നമ്മൾ എങ്ങനെ കച്ചവടം ചെയ്യുന്നു, മേ ബി യു ക്യാൻ റൺ വിത്ത് ഓൺലി 1/3 ദ പീപ്പിൾ. നമ്മൾ ഇപ്പോഴത്തെ ഒരു 100 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ 30 പേരുണ്ട് ഈ 100 പേരുടെ സെയിൽ കൊണ്ടുവരുന്ന അവസ്ഥയിലോട്ട് കൊണ്ടുവരേണ്ടി വരും. ബിക്കോസ് വി കനോട്ട് അഫോർഡ് ദി ഓവർ ഹെഡ് of these people. One more point I'll just say is that ഈ numbers കൂടും ഓട്ടോമൊബൈൽ കണ്ടമാനം സെയിൽസ് സ്റ്റാഫ്. അപ്പൊ നമുക്ക് മിഡിൽ മാനേജ്മെന്റും അവരെ മോണിറ്റർ ചെയ്യാനും ബാക്ക് എൻഡും ഓവർ ഹെഡ്സ് കൂടുക. ഇനിയുള്ള കാലത്ത് ഈ ഓവർ ഹെഡ് ഒന്നും ഒരു കസ്റ്റമറും താങ്ങില്ല. What you have to do is if you have to have committed and capable sales people only in your system. അപ്പൊ അവരെ നമ്മൾ വലുതായിട്ടൊന്നും മോണിറ്റർ ചെയ്യുന്നോ ഭയങ്കര മോട്ടിവേഷനോ ക്ലാസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അവർ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ഓവർ ഹെഡ് കുറയ്ക്കാം. മറ്റേന്ന് പറഞ്ഞാൽ ഒരു ഇൻകോമ്പിറ്റന്റ് ഓർ അൺവില്ലിങ് ഓർ ഡീമോട്ടിവേറ്റഡ് ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ കച്ചവടം ചെയ്യുന്ന ഒരു പണിയാണ് പണി. ഒരു 50% ഓഫ് സെയിൽസ് പീപ്പിൾ വെർ നോട്ട് റിയൽ സെയിൽസ് പീപ്പിൾ, ഓർ നോട്ട് കമ്മിറ്റഡ്. അവരെ പിന്നെ നമ്മൾ മാനേജറും അസിസ്റ്റന്റ് മാനേജറും ഒക്കെ വെച്ച് ട്രെയിനിങ് കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്ത് ക്ലാസ്സും കൊടുത്തിട്ട് അവരെ എങ്ങനെയെങ്കിലും സെയിൽ ചെയ്യിപ്പിക്കുകയാണ്. അതായത് പണ്ടത്തെ ട്രെൻഡ്. അതുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ ഒരാളെ വെച്ചിട്ട് ഒരു കാരണവശാലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഡ്രാസ്റ്റിക് റിഡക്ഷൻ ഇൻ ദ നമ്പർ ഓഫ് ഡീലേഴ്സ്. And there is going to be a drastic reduction in the number of sales people per dealer which survive. Sir, അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത്, how is the possibility of luxury product like gift items? Sir, cosmetics ന്റെ പറഞ്ഞതുപോലെ തന്നെ luxury gift items നെ പറ്റിയുള്ള സാറിന്റെ ഒപ്പീനിയൻ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിക്കുന്നത്. Again, it depends on what we are talking about. If ഒരു narrow gift, വളരെ ചെറിയൊരു മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു സാധനമാണെങ്കിൽ, which rich people give. So we don't know how many rich people are going to become poor. നമുക്കിപ്പോ ഒരു റിച്ച് പോപ്പുലേഷന്റെ അടുത്ത് അവർ കുറച്ചുപേർ ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണെങ്കിൽ we can still market that to the remaining percentage of people. But if it is something which is widely used by that segment, then we will see a total sale drop in the market, because കണ്ടമാനം റിച്ച് ആൾക്കാർ റിച്ച് ഇന്ന് മാറും in this particular scenario, and gifts will drop, in my opinion. So overall the gift market will definitely drop. But so again, the question is, see, market koreyum, sure. The kind of recession we are talking about, every market will go down. Now, whether you will go down or not is a different question. But ningal ippathe strength, ningal ippa engane irikkunnu, what is your situation? What kind of decisions are you taking? If you are in a strong situation with the right decisions, you could possibly do better, or at least retain your previous sale. So the question has to be divided. Market yocha njan ella market thaazhe povune njan parayum. There is hardly any market which is going to go up. So your sales depend on your situation and what you do. Sir, അടുത്തൊരു ചോദ്യം. Tiny sir said zero debt is the option. So how can we raise investment during post-COVID to manage with debt and expansion? You should be zero debt before post-COVID, before COVID first. Okay, so there are two reasons. One is that assume that question എനിക്ക് അത്ര ക്ലിയർ അല്ലേ, in expansion ലോട്ട് പോകാൻ ഫണ്ട് എങ്ങനെ കൊണ്ടുവരുന്നാണോ ഉദ്ദേശിച്ചത്? അതെന്ന് എനിക്ക് തോന്നുന്നു, കാരണം ആ ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ അതിൽ. ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. Tiny sir said zero debt is the option. So how can we raise investment during post-COVID to manage with debt and expansion? Manage with debt and expansion. അതെ. Asking about expansion, how do you, there to confusion under, I'll just try to answer
multiple questions. There are 2-3 questions in that, possibilities. Attempt. So how do you grow without debt in our question? So pre-COVID and post-COVID, if you want to grow, investment fund, working capital expansion. Okay. So the way we grow without debt is, let's say നമ്മൾ 100 company invest ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ return 30% ആണ് നമുക്ക് കിട്ടുന്ന return. High productive company 30 രൂപ നമുക്ക് profit ആയിട്ട് വർഷം എടുക്കാം. Okay, assume that company, and we can grow up to 30% per year with no debt. That is, നമ്മൾ 20% growth to 30% return ഉണ്ടെങ്കിൽ debt വേണ്ട. Okay, that's how my clients grow normally. Okay. Whereas നമുക്ക് 50% growth വേണം, നമുക്ക് 15% return. Okay, which is what most companies talk about. 50% growth rate, 15% return. So 100 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 15 രൂപ കിട്ടുള്ളൂ. 100 രൂപ 150 രൂപ സെയിൽ ആക്കണമെങ്കിൽ 50 രൂപയുടെ ഇൻവെസ്റ്റ് ചെയ്യണം, 15 രൂപയുള്ളൂ. അപ്പം 35 രൂപ കടമായിട്ട് വാങ്ങാം. So this is the other scenario where you go into debt. So the first thing is, if you are expanding, your return should be higher than your growth rate. That's clear. അപ്പോൾ debt ഇല്ലാതെ expand ചെയ്യാം. So ഇനി post COVID നെ പറ്റി സംസാരിക്കുമ്പോൾ, I don't know why he is asking for investment. ഇപ്പം നമുക്ക് already debt ഉണ്ട്, അതിനെ മാറ്റി investment കൊണ്ടുവരണമെങ്കിൽ return കൊടുക്കാൻ പറ്റണം. Then we can bring that and replace the debt. അല്ലാതെ എനിക്ക് debt ഒന്നും ഇല്ല, പക്ഷെ I am trying to expand in post COVID. അപ്പോൾ your return should be high. ഞാനിപ്പോൾ റെസ്റ്റോറന്റ് കാര്യം പറഞ്ഞില്ലേ, we are trying to reach 100% of sale with 5% net profit. As പണ്ട് 10% ആണെങ്കിൽ 5% ആണ്. അപ്പോൾ എന്റെ ROI നേരെ പകുതിയാവും. Okay, അപ്പോൾ then I am going to 150%. എന്നിട്ട് എന്റെ ROI കൂടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോഴാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പ്ലാൻ ചെയ്യുന്നത്. ഇറ്റ്സ് ദ അഡീഷണൽ സെയിൽ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മളുള്ള പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ ഈവൻ ഇഫ് യു ബ്രിങ് ആൻ ഇൻവെസ്റ്റർ, നമുക്ക് റിട്ടേൺ കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് ഇൻവെസ്റ്ററിനെ കിട്ടുള്ളൂ. ആൻഡ് ഇറ്റ് ഹാസ് ടു ബി നോട്ട് എ ഫിക്സ്ഡ് റിട്ടേൺ. അങ്ങനത്തെ ഇൻവെസ്റ്റർ ബാങ്കിന് തുല്യം പോലെയാണ്. ഇറ്റ് ഹാസ് ടു ബി എൻ ഇൻവെസ്റ്റർ ഹു ഈസ് വില്ലിംഗ് ടു ബെയർ ദ ലോസ്. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ അയാൾക്കൊന്നും കിട്ടൂല. So to answer your question, if you want to raise investment in the coming post-COVID times, you have to show that your business is generating good returns. അതുണ്ടെങ്കിൽ മാത്രമേ ഒരു ഇൻവെസ്റ്റർ അതിൽ ഇടുള്ളൂ for expansion. To summarize what I said. സർ, അടുത്ത ചോദ്യം, ഈ ഗൾഫിൽ നിന്ന് റിട്ടേൺ വരുന്ന ആളുകൾ will it increase an opportunities in liquidity എന്നുള്ളൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. ആ ചോദ്യം എനിക്കും ക്ലിയർ അല്ല. അതായത് ഫണ്ട് liquidity in this either investment in ആൾക്കാർ ഇറങ്ങുന്നതാണോ അല്ലെങ്കിൽ ഫണ്ട് മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുന്നതാണോ, രണ്ടും കാണും. So obviously one thing is that if many families shift back to India or Kerala, avarkku spend India കാണും. So probably what they were spending when they used to visit, അതിനേക്കാൾ ചിലപ്പം കൂടുതൽ സ്പെൻഡ് ചെയ്യോ എനിക്കറിയില്ല. Sometimes it may be less. പക്ഷെ നമ്മൾ എക്സ്പെൻഡിച്ചർ സ്പെൻഡിങ്, ഫോർ എക്സാമ്പിൾ ഫുഡ് ആൻഡ് ഐറ്റംസ് ഒക്കെ ചിലപ്പോൾ കൂടുതൽ സ്പെൻഡ് ചെയ്യും. മറ്റത് പണ്ടൊക്കെ വന്ന് വീട് പണിയോ അല്ലെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ലാൻഡിലൊക്കെ അത് കുറയുമായിരിക്കും. സോ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് മേ കം ഡൗൺ, ബട്ട് എസെൻഷ്യൽ സ്പെൻഡിങ് മേ ഗോ. ഇത്രയും പേര് വന്നിട്ടുണ്ട് നാട്ടിൽ. സോ ദാറ്റ് ഈസ് വൺ പോസിറ്റീവ് ഇൻ ദ മാർക്കറ്റ്. ഇൻവെസ്റ്റ്മെന്റ് സൈഡിൽ എനിക്ക് തോന്നുന്നു കുറെ പേര് വന്നിട്ട് ഫണ്ട് ചിലപ്പം കാണും, അവർക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങും. അപ്പോൾ ദേ വുഡ് ബി ലുക്കിംഗ് അറ്റ് മേ ബി ഇൻവെസ്റ്റിംഗ് ഇൻ കമ്പനീസ് ആൻഡ് ട്രൈങ് ടു പാർട്ട്ണർ. അപ്പോൾ അതൊരു പോസിബിലിറ്റി ഉണ്ട്. But I would recommend to all NRIs to, if you are investing in a company, അത് ശരിക്കും പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. പഴയ കണക്കൊന്നും വെച്ചിട്ട് നോക്കരുത്. It would be ideally if you can see what is the next couple of months sale. എന്നിട്ട് നിങ്ങൾ അതിൽ അവർക്ക് ജെന്യൂൻ ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ആക്ഷൻസ് ഒക്കെ അവർ എടുക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ ഇറ്റ് മേ ബി വർത്ത് ഇൻവെസ്റ്റിംഗ് ഇൻ ദോസ് കമ്പനി. ബിക്കോസ് നമ്മൾ വെറുതെ ഒരു ഗ്രീൻ ഫീൽഡ് പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബുദ്ധി ഇപ്പോഴത്തെ ലെവൽ. ബിക്കോസ് ബെറ്റർ ലോട്ട് ഓഫ് കമ്പനീസ് റിക്വയർ ഫണ്ട്സ്, ലോട്ട് ഓഫ് കമ്പനീസ് ആർ ഇൻ ഡീപ് ട്രബിൾ, ദേ റിക്വയർ ഇൻവെസ്റ്റേഴ്സ്. അപ്പൊ സൂക്ഷിച്ചും കണ്ടും നോക്കി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ യു മേ ബി ഏബിൾ ടു ഗെറ്റ് എ ഗുഡ് investment deal for where you can put your money and get some returns. But it's very few and far in between. ശരിക്കും അനലൈസ് ചെയ്തിട്ട് ചെയ്യാം. From the point of essential business, ഇപ്പോൾ ഫ്ലാറ്റ് റെന്റിന് പോകാൻ ചാൻസ് ഉണ്ട്, കുറെ സ്കൂൾ അഡ്മിഷൻ കൂടാൻ ചാൻസ് ഉണ്ട്, ഫുഡ് സ്പെൻഡ് കൂടാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് NRIs when they come here, they stay here, അവരുടെ മിനിമം സ്പെൻഡിങ് അവർ ഇവിടെ ചെയ്യേണ്ടി വരും. സോ ആ ഒരു പോയിന്റിൽ അത്. So what is the scope of vertical farming എന്നൊരു ചോദ്യമുണ്ട്. Sorry, vertical farming. Not sure what it means. അത് വീട്ടിൽ ഇരുന്ന് ഫാം ചെയ്യുന്നതാണോ ഉദ്ദേശിക്കുന്നത്?
വെർട്ടിക്കൽ ഫാമിംഗ് എന്നതിനെ പറ്റി മാത്രമാണ് ലെറ്റ്സ് ലീവ് ദ ക്വസ്റ്റ്യൻ. ബേക്കറി ഇൻഡസ്ട്രി അതുപോലെ തന്നെ രണ്ട് ചോദ്യം ഒരുമിച്ച് ചോദിക്കുകയാണ്. വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് ബേക്കറി ഇൻഡസ്ട്രി ആൻഡ് അതുപോലെ തന്നെ ഒരു കേക്കിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്, വെബ്സൈറ്റ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? രണ്ട് ചോദ്യങ്ങൾ ബ്ലെൻഡ് ചെയ്തതാണ്. See, it all boils down to value for money. If you can, if you're starting something, you have an advantage in that നമുക്ക് നമ്മളെ സ്ട്രക്ചർ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ പഴയ ഒരു കമ്പനി ആകുമ്പം വി ഹാവ് ടു ചേഞ്ച് അവർ സ്ട്രക്ചർ. ഞാൻ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഇൻ ഡൈനിങ് ഇല്ലാതെ എങ്ങനെ ചെയ്യണമെന്ന് അത് വലിയൊരു തലവേനയാണ്. 85% ഇൻ ഡൈനിങ്. അതുപോലെ ഇപ്പം കേക്കിന്റെ ബേക്കറി, ഇഫ് യു ആർ റണ്ണിങ് എ ബേക്കറി, ഹൗ ഡു യു ഡു ഡെലിവറി എഫക്റ്റീവ്ലി? നമുക്ക് സെയിൽ കൂട്ടാൻ പറ്റുമോ? അപ്പൊ കോസ്റ്റിംഗ് കുറയ്ക്കാൻ പറ്റും. Starting something is more difficult, but at least നമുക്ക് തിയററ്റിക്കലി പറയാം, ഓക്കെ നമുക്ക് ഈ ഓവർഹെഡ് ഒന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ഹോം ഡെലിവറി കൊടുക്കാം, നമുക്ക് ഓഫീസ് വേണ്ട, അല്ലെങ്കിൽ ഡിസ്പ്ലേ സെന്റർ വേണ്ട. അപ്പൊ അങ്ങനെ it would boil down to costing, okay? Pricing. If you are able to come up with something which is very attractive in the market and you are able to do it profitably, worthwhile. ഈ കേക്ക് ഒക്കെ ഒരു അഭിപ്രായം കേട്ടോ, കേക്ക് ഒക്കെ ഹൈലി സീസണൽ ഇൻഡസ്ട്രി. Okay, so it's not, I mean, I don't know. I'm typically in seasonal industry because your business is happening in a bulk. And ആ ഒരു സീസൺ നടന്നില്ലെങ്കിൽ നമ്മൾ ടോട്ടലി ഇയർ പോകും. എൻ്റെ ഒരു ബയസ് ആട്ടോ. I prefer not to have too much of a seasonal business. So, but that's a thought process. Sir, ഒരു സെക്കൻഡ്. സാർ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ ബാക്കി ഒരു ഭാഗം കൂടിയാണ്. വാട്ട് വിൽ ബി ദ ഓപ്പർച്യൂണിറ്റി ഫോർ ട്രെയിനിങ് ആൻഡ് കോച്ചിങ് ഇൻഡസ്ട്രി ഡ്യൂറിംഗ് ദി സിറ്റുവേഷൻ? ഹൗ വിൽ ഇറ്റ് എഫക്ട് ഓൺ കോർപ്പറേറ്റ് ട്രെയിനിങ് ഇൻഡസ്ട്രി? ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ആ ചോദ്യം എടുത്തിരിക്കുന്നത്. കോർപ്പറേറ്റ് ട്രെയിനിങ് ഇൻഡസ്ട്രിയിലെ സാധ്യതകൾ അല്ലെങ്കിൽ എഫക്ട് എന്തെല്ലാമായിരിക്കാം? See, everyone will be looking at results. അതാ ഞാൻ പറഞ്ഞു. ഇപ്പോൾ മാർക്കറ്റിംഗിന്റെ കാര്യം പറഞ്ഞ പോലെ നമ്മളൊരു മാർക്കറ്റിംഗ് ഒരു കമ്പനി എല്ലാവരുടെയും മാർജിൻസ് ചുരുങ്ങും, ടൈറ്റ് ആവും. Even those who are doing well. Because അവർക്ക് ഇപ്പോൾ മാർജിൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ ദ ഫസ്റ്റ് തിങ് എവരി വൺ ഇസ് ട്രൈങ് ടു ഡു ഇസ് അത് മാർക്കറ്റിൽ കൊടുക്കാനാണ് നോക്കുന്നത്. കസ്റ്റമറിന് സേവിങ് കൊടുത്തിട്ട് ഇനിയും കച്ചവടം ഉണ്ടാക്കാനാണ് നോക്കുന്നത്. സോ ഒരു സ്പെൻഡ് ചെയ്യണമെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സ്പെൻഡ് ചെയ്യൂ. സോ മാർക്കറ്റിംഗിൽ സ്പെൻഡ് ചെയ്യണമെങ്കിൽ അഡീഷണൽ സെയിൽ എത്ര കിട്ടി, അത് ലാഭമാണോ എന്ന് ക്ലിയർ ആയാൽ ആൾക്കാർ സ്പെൻഡ് ചെയ്യും. സിമിലർലി കോച്ചിങ് ആൻഡ് ട്രെയിനിങ്, അതിന് നിങ്ങൾ ക്യാൻ യു ഷോ വാട്ട് ഇസ് ദ പ്രോഫിറ്റ് ഇൻക്രീസ് ബിക്കോസ് ഓഫ് ദാറ്റ്? അത് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ പീപ്പിൾ വിൽ സ്പെൻഡ്. അപ്പൊ അതിന് രണ്ട് ഫാക്ടർ ഉണ്ട്. ഒന്ന്, കോച്ചിങ് ക്യാൻ ബിക്കം സോർട്ട് ഓഫ് ഓൺലൈൻ ടു സം എക്സ്റ്റെന്റ്, പ്രൈസിങ് കുറയ്ക്കാം. നമ്പർ ടു ഇസ് നമ്മൾ ചെയ്യുന്ന സാധനം എഫക്റ്റീവ് ആയിരിക്കണം. അത് കാരണം കച്ചവടം കൂടണം, ബിസിനസ് കൂടണം. അപ്പൊ പീപ്പിൾ ആർ ഗോയിങ് ടു ബി വെരി സ്റ്റിഞ്ചി. ഈവൻ ബിഗ് പീപ്പിൾ, ബിഗ് പ്ലേയേഴ്സ്, നമ്മൾ പണ്ട് ഈ കോർപ്പറേറ്റ് ട്രെയിനിങ് കോച്ചിങ് നല്ല പ്രോഫിറ്റിൽ ഓടുന്ന ഒരു സമയത്ത് എല്ലാവരും സ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. ബിക്കോസ് ദേ നൈസ് ടു ഹാവ് കാര്യങ്ങൾ. എൻ്റെ ആൾക്കാർ നന്നാവണം, സംസാരിക്കണം, അവർക്ക് ബെറ്റർ ആവണം, എറ്റിക്കറ്റ് വരണം, ദേ ഷുഡ് ഡു വെൽ ഇൻ ദ സെയിൽസ്. അപ്പൊ പീപ്പിൾ ആർ വില്ലിംഗ് ടു സ്പെൻഡ്. അവർക്ക് നല്ല ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള സാധനം കിട്ടണം. പക്ഷെ പീപ്പിൾ ഹാർഡ്ലി മെഷർ. ഇപ്പം പൈസ ടൈറ്റാ, ഉള്ള പൈസ സേവ് ചെയ്ത് മാർക്കറ്റിൽ കൊടുക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ എവറി റുപ്പി ദാറ്റ് പീപ്പിൾ ആർ സ്പെൻഡിങ് ഫോർ സ്മാർട്ട്, സീ ടു തിങ്സ് അത് പൊളിഞ്ഞു പോകുന്ന ബിസിനസ്സിന് നമ്മൾ കോച്ചിങ്ങും ട്രെയിനിങ്ങും കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, പേയ്മെന്റ് കിട്ടിയില്ല. സോ യു നീഡ് ടു ഗെറ്റ് വർക്ക് ഫ്രോം എ ബിസിനസ് വിച്ച് ഇസ് സൗണ്ട് ബിസിനസ്സിൽ നിന്ന് പൈസ കിട്ടും. അപ്പൊ ഈ സൗണ്ട് ബിസിനസ്സുകാരുടെ തോട്ട് പ്രോസസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഓരോ രൂപയും വെരി ഇമ്പോർട്ടന്റ് ആണ്. അവർ നിങ്ങൾക്ക് 10,000 രൂപ തരുവാണെങ്കിൽ ഫോർ എ ട്രെയിനിങ് സെഷൻ 1 lakh rupees or whatever it is, അതിന്റെ ബെനിഫിറ്റ് എത്രയാണെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ ആ ബെനിഫിറ്റ് അവർക്ക് ഓക്കെ ആണെങ്കിൽ they will continue or do the training or they will not. So I would say result oriented activities in any scope. Mute la Anthony. Sorry. അടുത്ത ചോദ്യം, വാട്ട് ഈസ് അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് FMCG എസ്പെഷ്യലി പാക്കേജ് ഫുഡ് ഇൻഡസ്ട്രി ഇൻ നിയർ ഫ്യൂച്ചർ? പാക്കേജ്ഡ് ഫുഡിനെ പറ്റിയുള്ള അഭിപ്രായം? FMCG is, I think, will do relatively better than other industries. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ FMCG ഫുഡിന്റെ വോളിയൂംസ് will not drop dramatically. കുറച്ച് ഡ്രോപ്പ് വരും, ബട്ട് ഫുഡ് ആൾക്കാർക്ക് ആവശ്യമുണ്ട്. ബട്ട് ദ മിക്സ് ഓഫ് പ്രോഡക്ട്സ് വിൽ ചേഞ്ച് ഡ്രമാറ്റിക്. ഇപ്പൊ ഞാൻ ഈ FMCGയിൽ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യലി സൗണ്ട് കസ്റ്റമേഴ്സും ഫൈനാൻഷ്യലി വീക്ക് കസ്റ്റമേഴ്സ് ആയിട്ട് തിരിയും ഫൈനൽ കസ്റ്റമർ ബേസ്. അപ്പൊ ഫൈനാൻഷ്യലി സൗണ്ട് കസ്റ്റമേഴ്സ്, ദാറ്റ് ഈസ് അവർ തട്ടിമുട്ടി വലിയ കുഴപ്പമൊന്നുമില്ല, എക്കണോമിക് ബാധ്യത, ദേ ആർ മാനേജിങ്, അവർക്ക് സാലറി ഉണ്ട്, കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻകം കിട്ടുന്നുണ്ട്, അവര് കുറച്ചൊന്ന് ചുരുക്കി കുഴപ്പമില്ല.
they will be looking for value for money products. That is, buy two get two free. അങ്ങനത്തെ ബൾക്ക് ബൈയിങ് ആയിരിക്കും അവർ പോകുന്നത്. ബിക്കോസ് അവർക്ക് വാല്യൂ, അപ്പൊ സോപ്പ് പണ്ട് ഒരു സോപ്പ് വാങ്ങുന്നവരും അതിന് 4 സോപ്പ് വാങ്ങിച്ചിട്ട് ഒരു 2 സോപ്പിന്റെ വിലയിൽ കിട്ടും. എക്സാമ്പിൾ. സോ ഫുഡ്, ബൈ എ പാക്കറ്റ് ഓഫ് സംതിങ് 4+2 kg ഫ്രീ. അങ്ങനത്തെ ബൾക്ക് പാക്കേജിങ്ങിലോട്ടായിരിക്കും ഫൈനാൻഷ്യലി സൗണ്ട് കസ്റ്റമേഴ്സ്. അതർ സൈഡ് is financially weak customers. അവര് നമ്മൾ പറഞ്ഞൊരു സാധനമുണ്ട്, സാഷേ പാക്കിംഗ്, ചെറിയ പാക്കറ്റ്, അതിലോട്ടാ പോകാൻ പോകുന്നത്. ബിക്കോസ് അവർക്ക് ഒരു വലിയ ബൾക്ക് പാക്കറ്റ് വാങ്ങാനുള്ള കപ്പാസിറ്റി, അത് എല്ലാ പ്രോഡക്റ്റും ബൾക്ക് പാക്കറ്റ് വാങ്ങാനുള്ള ഫൈനാൻഷ്യൽ ഫണ്ട് ഫ്ലോ. സോ വി ആർ ഗോയിങ് ടു സീ എ ഡിവിഷൻ. although the sachet packing may be more expensive, per kilogram rate കൂടുതലാണെങ്കിലും അവർ അതേ വാങ്ങുള്ളൂ. ബിക്കോസ് അവർക്ക് അത് അത്ര ഇപ്പം എണ്ണ പണ്ട് ഈവൻ ടുഡേ വി ആർ സീയിങ് ഇറ്റ് ഇൻ റൂറൽ നോർത്ത് ഇന്ത്യ. സാഷേ പാക്കിംഗ് ഇസ് sold in a big way. Whereas കേരളത്തിൽ ആ ഒരു ട്രെൻഡ് വന്നു പോയി. ആക്ച്വലി ഇവിടെ സാഷേ പാക്കിംഗ് വലുതായിട്ട് സെൽ ചെയ്യുന്നില്ല, എക്സെപ്റ്റ് ഫോർ സർട്ടൻ പ്രോഡക്ട്സ്. സോ ഐ എക്സ്പെക്ട് എ റിട്ടേൺ ഓഫ് ദാറ്റ്. സോ ദീസ് ടു വിൽ ഹാപ്പൻ. സോ നിങ്ങൾ ഏത് പൊസിഷനിലാണെങ്കിൽ ഇത് രണ്ടും സർവീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ to still be able to do well. So packaged food, in my opinion, if you are a strong player, again ഞാൻ പറയും, ഇപ്പം വലിയ ലയബിലിറ്റി ഉണ്ട്. ലോസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാള് ഫുഡ് പാക്കേജ് ഇൻഡസ്ട്രിയുടെ കാര്യം വെരി ഡിഫിക്കൽട്ട്. വെറാസ് ലയബിലിറ്റി ഒന്നുമില്ല, ആ പ്രൊഡക്ടിവിറ്റി ഭയങ്കര കൂടുതലാണ്. അത്യാവശ്യമായിട്ട് കച്ചവടം പ്രീ കോവിഡ് നന്നായി പോകുന്നുണ്ടായിരുന്നു. അയാൾക്ക് ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ ഷുഡ് നോട്ട് ബി ആൻ ഇമ്പോസിബിൾ ടാസ്ക് ടു ഓവർകം. സോ ഐ എം ട്രൈങ് ടു, ഐ ഡോണ്ട് നോ ദ സിറ്റുവേഷൻ, ആളുടെ സിറ്റുവേഷൻ എന്താണെന്നനുസരിച്ച് ആൻസർ പറയും. സർ, അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത്, വാട്ട്സ് ദ ഫ്യൂച്ചർ അബൌട്ട് സ്മോൾ അഫ്തബ് സർ, ആർ യു ഓൺലൈൻ? സർ, നമ്മുടെ സമയം 1 മണി ആയിട്ടുണ്ട്, കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? സർ, yeah, we can extend for another 15 minutes maybe. Right. ഏതാ ഒരു 10-15 മിനിറ്റ് കൂടി we can extend, sir, then we could just wind it off. Okay, we have നമുക്കൊരു 50+ questions, we have got around more than 50+ questions. So നമ്മളിപ്പോ ഏകദേശം 30 ക്വസ്റ്റ്യൻസിന്റെ അടുത്ത് ആൻസർ ചെയ്തിട്ടുണ്ട്. another 50 questions more, maybe we'll take another 10-15 minutes. കുറച്ച് പെട്ടെന്ന് rapidly we'll answer it and we'll try to finish it maximum. ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റിംഗ് ആണ്, ഇൻ കണക്ഷൻ ആണ്, അതുകൊണ്ട് സർ അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്, one second sir, I'm sorry. How would hospital industry affected post COVID? Hospital industry overall will be affected. Overall volumes definitely go down. Ikra hospital ഒക്കെ നമ്മൾ already അത് estimate ചെയ്തിട്ടുണ്ട്. But what we are seeing is low cost hospitals volumes will pick up, in my opinion. Okay, because two things are there. One, what we have been seeing over the last 3-4 years is government treatment, free treatment low to volumes കൂടി വരുന്നുണ്ട്. ആൾക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അത് ഓൾറെഡി ഉണ്ട്, ആ ട്രെൻഡ് ഉണ്ട്. ഇപ്പൊ ഈ കോവിഡ് പ്രശ്നം കാരണം പല ഈ മെഡിക്കൽ കോളേജ് ഒക്കെ ആണല്ലോ കോവിഡ് ട്രീറ്റ്മെന്റ് ഏരിയ ആയിട്ട് വെച്ചേക്കുന്നത്. സോ അതിന്റെ what we have seen the last few weeks is that we have seen an increase in patients coming. There's a drop വന്നിട്ടുണ്ട് ലോക്ക്ഡൌണിൽ. But we expect that low cost hospitals volume ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹൈ കോസ്റ്റ് hospitals volume ഇനിയും ഫ്യൂച്ചറിൽ ഡ്രോപ്പ് ചെയ്യാൻ നല്ല ചാൻസ്, ബിക്കോസ് പീപ്പിൾ ഡോണ്ട് ഹാവ് ദ ഫണ്ട്സ്. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഒരു വർക്കിംഗ് മാറും. ഇപ്പൊ ഈ ഇൻഫെക്ഷൻ ഒരു വലിയ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ ഇൻഫെക്ഷൻ എങ്ങനെ പ്രിവെന്റ് ചെയ്യണം? ബിക്കോസ് വി കനോട്ട് ഹാവ് എൻറ്റയർ ഹോസ്പിറ്റലിൽ PPE കിറ്റും ഡിസ്ഇൻഫെക്ഷൻ ഒക്കെ ചെയ്താൽ കോസ്റ്റ് വിൽ നോട്ട് ബി അണ്ടർ കൺട്രോൾ. നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പൊ നമ്മൾ ചെയ്തേക്കുന്ന പറഞ്ഞാൽ പല ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്, വി ഹാവ് എ പ്രീ അഡ്മിഷൻ വാർഡ്. അത് ഐസൊലേഷൻ വാർഡാണ്. ഒരാളെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ, ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ ഈ ഐസൊലേഷൻ വാർഡിൽ പോകും. എന്നിട്ട് അവിടെ സിംറ്റംസ്, ഇപ്പൊ സിംറ്റമാറ്റിക് ആണെങ്കിൽ ടെസ്റ്റ് ചെയ്യുള്ളൂ. ഇനി ഭാവിയിൽ വാട്ട് വി ആർ ഹോപ്പിംഗ് ഇസ് ദാറ്റ് വരുന്ന എല്ലാ പേഷ്യൻസിനെയും നമ്മൾ ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് അവർ കോവിഡ് ഫ്രീ ആണെങ്കിൽ മാത്രമേ നമ്മൾ ജനറൽ പോപ്പുലേഷനോട് കയറ്റൂ. അപ്പൊ അവിടെ നമുക്ക് നോർമൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നോർമൽ പ്രൊട്ടക്ഷൻ ഗിയർ. ഈ ഒരു ഏരിയയിൽ മാത്രമേ നമുക്ക് ഭയങ്കര ഈ PPE കിറ്റും അങ്ങനത്തെ സാധനം, that sort of thing should be done. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ every hospital will get infected multiple times over the next one day. Because ഈ പേഷ്യൻസ് വരുമ്പോൾ if you don't have those kind of protection kits, നമ്മൾക്ക് ഇൻഫെക്ഷൻ വരും. ഓക്കെ, അപ്പൊ നമുക്ക് എൻറ്റയർ ഹോസ്പിറ്റലിൽ ഇത് കൊടുക്കാൻ പറ്റില്ല, കോസ്റ്റ് ഭയങ്കരമായിരുന്നു. ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ us, ഫോർ ലോ കോസ്റ്റ് ഹോസ്പിറ്റൽ, ഈവൻ ഹൈ കോസ്റ്റ് ഹോസ്പിറ്റൽ. പിന്നെ സെക്കൻഡ് ഇസ് OP. ഈ OP ആണ് നമ്മൾ ഏറ്റവും ഡേഞ്ചർ ഏരിയ. OP പേഷ്യന്റ് വരുമ്പം രജിസ്ട്രേഷനിൽ കയറും,
ക്യാഷ് കൗണ്ടറിൽ കയറും, പിന്നെ അവിടെ എല്ലാ സ്ഥലത്തും കയറും, ക്യാൻറ്റീനിൽ കയറും. അതിന്റെ കൂടെ ബൈസ്റ്റാൻഡറോ അയാൾക്ക് എന്തെങ്കിലും ആൾ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ ഹി ക്യാൻ സ്പ്രെഡ് ദാറ്റ് ഇൻഫെക്ഷൻ ടു മെനി പീപ്പിൾ ഇൻ ദ ഹോസ്പിറ്റൽ. അതും ഒരു പ്രശ്നമാണ്. അപ്പൊ അവിടെയൊന്നും PPE കിറ്റും അങ്ങനത്തെ ഭയങ്കര സംഭവങ്ങളൊന്നും ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. സോ വാട്ട് ദെയർ വി ആർ ട്രൈങ് ടു ഡു ഇസ് ടെലിമെഡിസിൻ. ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. നമ്മൾ ആലോചിക്കുന്ന അവിടെ ആൾക്കാരോട് പറയാ, നിങ്ങൾ ഇനിഷ്യൽ ട്രീറ്റ്മെന്റോ OP നിങ്ങൾ ടെലിഫോണിൽ കൂടെ വാട്സാപ്പോ അല്ലെങ്കിൽ ആപ്പിൽ കൂടെ ചെയ്യുക. നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഡോക്ടറെ കാണേണ്ട അവസ്ഥയാണെങ്കിൽ അപ്പോയിന്റ്മെന്റ് വെച്ച് ചെയ്യുക. സോ വി ആർ ട്രൈങ് ടു ഡ്രോപ്പ് അവർ OP, ഫിസിക്കൽ OP സിഗ്നിഫിക്കന്റ്. അപ്പൊ അങ്ങനത്തെ കുറെ തന്ത്രങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റും. ബട്ട് ഹോസ്പിറ്റൽ വോളിയൂംസ് വിൽ ഡെഫിനറ്റ്ലി ഗോ ഡൗൺ overall market, and low cost hospitals and government hospitals will be at an advantage. Government hospitals for the time being, ഈ മിക്ക ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആർ ബിക്കമിങ് കോവിഡ് ഐസൊലേഷൻ സെന്റേഴ്സ്. അതുകൊണ്ട് ആൾക്കാർക്ക് കുറച്ച് മടിയുണ്ട്. പക്ഷെ എന്നാലും അത് വരും, ബിക്കോസ് ഫ്രീ ട്രീറ്റ്മെന്റോ ആൾക്കാർക്ക് സാമ്പത്തികം ഇല്ലെങ്കിൽ അങ്ങോട്ട് പോകും. സോ ഇഫ് യു ആർ എ ഹോസ്പിറ്റൽ, യു ഹാവ് ടു റീതിങ്ക് യുവർ മോഡൽ. ഐഡിയൽ ലോ കോസ്റ്റ് ഹോസ്പിറ്റൽ ആകണം. Ideally, it will be a stronger position. Again, hopefully you have no debt, you have no liabilities, and you bring in these changes. These are just 2 changes that I mentioned. Angante kore changes konduvannal nammade hospital model will work out in COVID-19, post-COVID. Thank you, sir. What will be the business in home fitness equipment like treadmill, spin bike, etc.? Home fitness, I think, will go up. Say 2 equipments. One is which you sell to gyms and clubs. There is another sector which is home usage. എൻ്റെ അഭിപ്രായത്തിൽ കണ്ടമാനം മനുഷ്യന്റെ സൈക്കോളജി, കുറെ പേര് ജിമ്മൊക്കെ തുറന്നാലും കുറെ പേര് തിരിച്ച് ജിമ്മിലോട്ട്. ദാറ്റ് വിൽ ബി ദെയർ. ബട്ട് എൻ്റെ റീഡിങ്ങിൽ കുറെ പേര് അവോയ്ഡ് ചെയ്യാൻ നോക്കാൻ തുടങ്ങും. വൈ ഷുഡ് ഐ ഗോ ദെയർ? വേറെ ആവശ്യമില്ലാത്ത കാര്യമാണ്, നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുമോ, യോഗ അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് ട്രെഡ്മിൽ. സോ if I was focusing, that is a market which will explode. ഹോം ഫിറ്റ്നസ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്തിട്ട് അവർക്ക് അത് എത്തിച്ച് വില കുറച്ചിട്ട് നമുക്ക് സാധനങ്ങൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ മാർക്കറ്റ്. ഐ വുഡ് ബി വെറി അബൌട്ട് ദ കൊമേഴ്ഷ്യൽ മാർക്കറ്റ്, ദാറ്റ് ഈസ് ഈ ജിമ്മും അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ ഐ തിങ്ക് ദാറ്റ് മാർക്കറ്റ് is in trouble. It is not going to do as well as it did in the past. But if you are looking at potential, ഈ പറഞ്ഞ ട്രെഡ്മില്ല് വീട്ടിൽ പറ്റും, പലതും വീട്ടിൽ പറ്റും. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ ആയിരിക്കും കൂടുതൽ ഒരു ഗ്രോത്ത് ഏരിയ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അഗൈൻ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ പ്രൈസിങ്. നമുക്ക് വി ഹാവ് ടു ബി കോസ്റ്റ് എഫക്റ്റീവ്, വാല്യൂ ഫോർ മണി ആയിരിക്കും. സർ, താങ്ക് യു. തൊട്ട് മുൻപ് പറഞ്ഞ ചോദ്യത്തോട് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ്, ഹൗ അബൌട്ട് മെഡിക്കൽ ടൂറിസം സിൻസ് വി ഗോട്ട് ഗ്ലോബൽ അപ്രിസിയേഷൻ ഓൺ ഹെൽത്ത് സർവീസ്? Yeah, that is the question. But the tourism discuss from, I had a discussion recently with one of our clients, one of potential clients who is having something related to tourism. അപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കേരളത്തിന്റെ ഒരു മോഡൽ വെച്ചിട്ട് ആൾക്കാർ ഇവിടെ വരാം, അപ്പൊ ഇവിടെ ഇൻഫെക്ഷൻ കുറവാ, സേഫാ എന്നുള്ളൊരു പോസിറ്റീവ് ഉണ്ട്. പക്ഷെ the point I was thinking is that I have to travel. അപ്പം ഈ എയർലൈനിൽ കൂടെയും ഈ എയർപോർട്ടിൽ കൂടെയും കയറി വരുമ്പം the chances of infection are extremely high. So we'll have to see in future. എല്ലാവരും ടെസ്റ്റ് ചെയ്തിട്ട് കയറുള്ളൂ. അങ്ങനത്തെ ഒരു വളരെ സ്ട്രിക്റ്റ് സിസ്റ്റം ഓഫ് ട്രാവൽ ഉണ്ടെങ്കിൽ, when he's talking of medical tourism, he's talking of out of India. എന്നാലേ ഇത് വയബിൾ ആവും. ലോക്കൽ ടൂറിസ്റ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. സോ ഈ ഫ്ലൈറ്റിന്റെ ഒരു സേഫ്റ്റി ഒരു വിഷയം. ആസ് എ പേഴ്സൺ, സിക്ക് പേഴ്സൺ, വിൽ ഐ ടേക്ക് എ റിസ്ക് ഓഫ് ട്രാവലിംഗ്? അതിന്റെ ക്വസ്റ്റ്യൻ മാർക്ക്. സോ ഐ ഡോണ്ട് നോ. ദാറ്റ് ഈസ് ഐ ഹാവ് നോ ആൻസർ ടു ദാറ്റ്. ഇപ്പോഴത്തെ ലെവലിൽ അനുസരിച്ച് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഗോ ഡൗൺ. ഇറ്റ് ഈസ് നോട്ട് ദെയർ ടുഡേ. നാളെ അത് വളരെ കുറയും. ലോങ് ടേം ആയിട്ട് പുള്ളി പറയുന്നുണ്ട് ചോദിച്ചാൽ ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ എന്താ പറയാ, വി ഹാവ് എ മച്ച് സേഫർ സിറ്റുവേഷൻ ഇൻ കേരള എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും അൾട്ടിമേറ്റ്ലി ഹി ഹാസ് ടു ട്രാവൽ. അപ്പൊ ഇപ്പൊ ഒരു ഗൾഫിൽ നിന്ന് വരുന്ന ഒരാൾ ഫ്ലൈറ്റ് വരണ്ടേ, അല്ലെങ്കിൽ വേറെ US നിന്ന് വരുന്ന ഒരാൾ 14-18 മണിക്കൂർ ഫ്ലൈറ്റ് ഇരിക്കണം. ഹൗ ദേ ആർ ഗോയിങ് ടു ഫ്ലൈ? How safe the flight is Hello sir, next question. Thank you. What will be the effect now the government is planning to giving loan without guarantee for industry? ഇതിനെ സാർ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ് ചോദ്യം. Loan with guarantee. With guarantee. Yeah, loan without guarantee. That is with
Government guarantee. Government is planning to giving loan without guarantee for industry. I'm not sure what he means. Personal guarantee illenna I can believe this. Guarantee illa. Means collateral free announce the package I can udesh. If that is the question, I'll be very simple. Holinju poya oralu. But you are in a very bad situation. You have no hope of recovery. Ningalku bhayankara prashnathilaanenkil ningal odi poi loan edukku. And if the bank is willing to give, you are happy because ningalku naalത്തെ കാര്യം ഓടണം. Okay. So whereas if you are a strong player, അത്യാവശ്യമായിട്ട് ലോൺ ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ലാതെ ലോണൊന്നും ഇല്ലാതെ നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ I would not take a loan. Okay. So you see the quality of people. Then what has happened that I'm assuming he's talking about that MSME loan. അതിനകത്ത് ബാങ്കേഴ്സിന്റെ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് രണ്ടു അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു ക്ലോസ് ഉണ്ട്. ബാങ്ക് ഗവൺമെന്റ് ഗ്യാരണ്ടി, സെൻട്രൽ ഗവൺമെന്റ് ഗ്യാരണ്ടി, അതായത് ലോസ് വന്നാൽ സെൻട്രൽ ഗവൺമെന്റ് ആ പൈസ കൊടുക്കുന്ന അതിന്റെ ഒരു ഒറ്റ വായനയ്ക്ക് കാണുമ്പോൾ അതിന്റെ ഉള്ളിലുണ്ട് അത് പാസ്സാകണമെങ്കിൽ അതിന് ക്വറിയും കാര്യങ്ങളൊക്കെ വരും. സോ യു ആർ എ ബാങ്കർ. നിങ്ങൾക്ക് ഇപ്പൊ അറിയാം നമ്മൾ ലോൺ കൊടുക്കുന്നതിന്റെ എന്തൊക്കെ CBI ഇൻക്വയറിയും ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ തന്നെ. ഇത് ഗ്യാരണ്ടി ആണെങ്കിൽ ഗവൺമെന്റ് പൈസ കൊടുക്കണം. ഗവൺമെന്റ് പൈസ കൊടുക്കണമെങ്കിൽ 10 ചോദ്യങ്ങൾ ചോദിച്ചിട്ടേ കൊടുക്കുള്ളൂ, ഏകദേശം ഷുവർ. അപ്പൊ യു ആർ അറ്റ് റിസ്ക്. ഒരാൾ വന്നു, അയാൾക്ക് 10% ക്യാഷ് ലോസാ, സെയിലിന്റെ 10% ലോസാ നേരത്തെ. എന്നിട്ട് കോവിഡ് വന്നപ്പോൾ കംപ്ലീറ്റ് പോയി. അയാൾ പറയുന്നു സാർ എനിക്ക് ലോൺ വേണം, ആൻഡ് 20% ഓഫ് ദ ലോണാ അഡീഷണലി കൊടുക്കാൻ പറഞ്ഞേക്കുന്നത്. ഈ 20% ലോൺ കിട്ടി അയാൾക്ക് 2 മാസത്തെ കാര്യം ചിലപ്പോൾ നടക്കും. പക്ഷെ അയാളുടെ നിങ്ങൾ പഠിച്ചാൽ അയാൾ രക്ഷപ്പെടാൻ യാതൊരു ചാൻസും ഇല്ല എന്ന് നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ ലോൺ കൊടുക്കൂല എന്ന് എൻ്റെ റീഡിങ്, ഈവൻ ദോ ദേ സേ ഗ്യാരണ്ടി. Okay. So one side is people who will rush to take loans. Bankers may still not give, in my opinion. പിന്നെ നമ്മൾ ഇതുപോലെ മുമ്പ് റെസ്റ്റോറന്റ് ആള് പറഞ്ഞ പോലെ, റെസ്റ്റോറന്റിന്റെ ആളൊക്കെ പറഞ്ഞ പോലെ അത്യാവശ്യം 100% അച്ചീവ് ചെയ്യാൻ നമ്മൾ പ്രോഫിറ്റ് ആയി നമ്മൾ ലോൺ എടുക്കാൻ പേടിയാ, ബിക്കോസ് ലോൺ എടുത്താൽ ലയബിലിറ്റിയാണ്. സോ ഐ വുഡ് ലുക്ക് വേഴ്സ്റ്റ് കേസ് ഇഫ് റിക്വയർഡ് ഐദർ സെൽഫ് ഫണ്ടിങ്ങിന് പോകും, ഇല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റർ, നോൺ ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റർ ഫണ്ടിങ്, ഗ്യാരണ്ടി റിട്ടേൺ ഒന്നും ഇല്ലാത്ത ഒരു ഇൻവെസ്റ്ററെ കിട്ടിയാലേ ഞാൻ, ബിക്കോസ് ബാങ്കിനെ പോയാൽ വീണ്ടും ഇറ്റ് ഇസ് എ ഫിക്സ്ഡ് ഓവർഹെഡ്. ഈ മാർക്കറ്റിൽ ഈ ഫിക്സ്ഡ് ഓവർഹെഡ് കസ്റ്റമർ കൊടുക്കില്ല. സോ ഐ ഡോണ്ട് തിങ്ക്, എന്റെ ക്ലയൻസ് ഇഫ് പോസിബിൾ നമ്മൾ ഈ ലോൺ എടുക്കരുതെന്നാ എന്റെ റീഡിങ്. ഇഫ് യു ആർ സ്ട്രോങ് ഇനഫ് യു ഡോണ്ട് നീഡ് ടു ടേക്ക് ഇറ്റ്, ഇൻ മൈ ഒപ്പീനിയൻ. പക്ഷേ ഇഫ് യു ആർ വെരി വീക്ക്, യു ആർ ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ടു റൺ ദ ഷോ ഫോർ എ ഫ്യൂ മോർ മന്ത്സ്, അതുകൊണ്ട് ബാങ്ക് കൊടുക്കണമെന്നില്ല. താങ്ക് യു സർ. അടുത്തൊരു ചോദ്യം ഗവൺമെന്റിന്റെ നടപടികളെ പറ്റിയുള്ള അഭിപ്രായമാണ്. ഗവൺമെന്റ് ഹാസ് അനൗൺസ്ഡ് പ്രൈവറ്റൈസിംഗ് സർട്ടൻ ഇൻഡസ്ട്രീസ്. Do you think it could help government earn significant disinvestment income, or would it be a wholesale throwaway sales of government asset? That's the first part. What do you think we will be the impact? What do you think will be the impact of government allowing to relax labor laws? So first question was disinvestment in a budget. So നമ്മുടെ കഴിഞ്ഞ ബഡ്ജറ്റിൽ, ദാറ്റ് ഈസ് 1920 ബഡ്ജറ്റിൽ തന്നെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റിന്റെ 15% എത്തിയുള്ളായിരുന്നു ഗവൺമെന്റ്. 15% അവർ ഇട്ട ടാർഗറ്റിന്റെ ഐ തിങ്ക് വാസ് 1 lakh crore, 15,000 crore എങ്ങാണ്ട് ചെയ്തു അന്ന് 1920 ബഡ്ജറ്റ്. ആക്ച്വലി 2021 ബഡ്ജറ്റിൽ ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ് വാസ് ഡബിൾഡ് ഓർ ട്രിപ്പിൾഡ് എന്റെ ഒപ്പീനിയൻ, ടു മീറ്റ് ഈ റവന്യൂ ഡെഫിസിറ്റ് കൂട്ടാൻ വേണ്ടി. ആ 24 lakh crore എന്റെ ഓർമ്മയിൽ നല്ലൊരു ശതമാനം ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എയർ ഇന്ത്യ കൂട്ടിയാണ് അതിട്ടുണ്ട്. അന്ന് തന്നെ എല്ലാവരും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ബഡ്ജറ്റ് അനാലിസിസ്. കഴിഞ്ഞ ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ 15% എത്തിയിട്ടുള്ളൂ ഫുൾ ഇയർ. അപ്പൊ ആ ടാർഗറ്റ് ഡബിൾ ചെയ്ത് ട്രിപ്പിൾ ചെയ്തിട്ടാ ഈ വർഷത്തെ ചെയ്തേക്കുന്നത്. സോ ദാറ്റ് വാസ് ഓൾറെഡി അൺ ക്വസ്റ്റ്യൻ മാർക്ക്. ഇപ്പൊ ചെയ്തേക്കുന്നത് അത് പിന്നെയും നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് അങ്ങ് കൂട്ടി. So if you're selling more, okay, and the market is going down, then obviously the pricing is not going to be high. If you do sell, the pricing is going to be high, low. End of it. So if throwaway price ni ഞാൻ വാക്ക് യൂസ് ചെയ്യുന്നില്ലെങ്കിലും ഒരു പ്രീമിയം പ്രൈസോ ഒരു നല്ല പ്രൈസിലോ ഈ മാർക്കറ്റിൽ I don't think anyone will be willing to buy. That is mine. So first question is, yes, I believe that the government will be selling its assets at a much lower price than it could have if it had done it earlier in the right situation. Here situation, it's not going to get good price. Second question is labor laws.
ലേബർ ലോസ് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ലേബർ ലോസ് കൺകറന്റ് സബ്ജക്ട്, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ. പല മീഡിയയിൽ ഞാനും കണ്ട് ന്യൂസും വായിച്ചത്. സോ ദീസ് ആർ നോട്ട് ലോസ് ഹാവ് നോട്ട് ബീൻ പാസ്ഡ്. യു ആർ ടോക്കിംഗ് അബൌട്ട് മധ്യപ്രദേശ്, ഗുജറാത്ത് ഒക്കെ പാസ് ചെയ്ത ലോസ്. ഇത് ഇപ്പോഴും പാസ് ആയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് പ്രസിഡന്റ്, സെൻട്രൽ ഗവൺമെന്റ് ഓത്തറൈസ് ചെയ്യണം. ഓത്തറൈസ് ചെയ്താലേ ഈ ലോസ് പാസ് ആവും. ഇറ്റ് ഈസ് ജസ്റ്റ് എ പ്രൊപ്പോസൽ, റൈറ്റ്? ഇപ്പൊ തന്നെ യു പി ഗവൺമെന്റ് ഏതൊരു 8 hours 12 hours പ്രോറേറ്റ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആരാണ്ട് ഹൈക്കോടതി പോയപ്പോൾ, അലഹാബാദ് ഹൈക്കോടതി പോയപ്പോൾ അവർ വിഡ്രോ ചെയ്തു വൺ പാർട്ട് ഓഫ് ദാറ്റ്. സോ ദീസ് ആർ നോട്ട് ഇംപ്ലിമെന്റഡ്. നമ്പർ 1, സെന്റർ അഗ്രി ചെയ്യണം ഇംപ്ലിമെന്റ് ചെയ്യണം. സോ നമ്പർ 3 സെന്ററിന്റെ BJP അല്ലെങ്കിൽ RSSന്റെ യൂണിയൻ BMS ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. We don't know whether this will be implemented. That's one side. The implement either vicharichu. Let's give the benefit of the doubt that these things will be implemented. These are all attributed to the organized sector. E laws okay, organized sector all laws. Unorganized sector e law no applicable alla. No laws are applicable. Mumbai ഞാൻ പറഞ്ഞ പോലെ organized sector is hardly 10 to 15% of the total workforce. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു 10 to 15% of India's workforceന്റെ റൂൾസിനെ പറ്റി നമ്മൾ സംസാരിക്കും. ബാക്കി 80 to 90% workforce ഈ റൂൾസിന്റെ പുറത്ത് ഓൾറെഡി. So I don't see it as a great impact for the entire economy. അത് ഈ 10-15% ബിസിനസ് ചെയ്യുന്ന ആ സെഗ്മെന്റിലെ വേണമെങ്കിൽ എംപ്ലോയേഴ്സിന് കുറച്ചുകൂടെ ഒരു വർക്കേഴ്സിന് മുകളിൽ ഒരു അഡ്വാൻറ്റേജ് കിട്ടും എന്ന് is the only assumption that is there, but that is not going to change the entire picture of the country in a meaningful way. And it is going to be opposed. But then May 22nd എന്തോ സമരോ നാളെ എന്തോ പറഞ്ഞിട്ടുണ്ട്. I think it is not implemented. Even if it is implemented, it is not going to have a great impact on the entire economy. സാർ, അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് വാട്ട്സ് അബൌട്ട്, നമുക്ക് ഏകദേശം അവസാനിപ്പിക്കാനായിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ചോദ്യമാണ്. വാട്ട്സ് അബൌട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡസ്ട്രി, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്, സോറി ഇൻഡസ്ട്രി അല്ല, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്. So നമുക്ക് എല്ലാവർക്കും അറിയാം ഏർണിംഗ്സ് വിൽ ഡ്രോപ്പ് ഡ്രമാറ്റിക്കലി. അപ്പം ഇപ്പൊ തന്നെ യു ആർ സീയിങ് ഡ്രോപ്പിംഗ് ഓഫ് ദി സ്റ്റോക്ക് മാർക്കറ്റ്. ഞാൻ 1000 പോയിന്റ് ഡൗൺ ആയിരുന്നു, പിന്നെ ഇപ്പൊ കൂടി. സോ വി ആർ സീയിങ് എ ഡിക്ലൈൻ, റീബൗണ്ട് റാലി. ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് 2 വർഷം മുമ്പ് കംപ്ലീറ്റ് എക്സിറ്റ് ചെയ്തത് പേഴ്സണലി, ബിക്കോസ് ഐ ബിലീവ് ദാറ്റ് ദ മാർക്കറ്റ് ഇസ് ഗോയിങ് ഡൗൺ. പിന്നെ ഈ മാർക്കറ്റ് മേ സ്റ്റിൽ ഗോ അപ്പ്, ആസ് എ ഡിഫറെന്റ് ഇഷ്യൂ. ഞാൻ എക്സിറ്റ് ചെയ്തിട്ട് അപ്പൊ ഇപ്പോഴത്തെ എന്റെ റീഡിംഗ് അനുസരിച്ച് ദ മാർക്കറ്റ് ഹാസ് ടു കം ഡൗൺ ഫോർ അറ്റ്ലീസ്റ്റ് എ ഇയർ ഓർ 2, ബിക്കോസ് ഈ ഏർണിംഗ്സ് ആർ ഗോയിങ് ടു ഡ്രോപ്പ്. റീറേറ്റിംഗ് വരും. നമ്മുടെ ആക്ച്വൽ ഗ്രോത്തും നമ്മളിപ്പോ ഈ ഇപ്പോഴത്തെ പ്രൈസിങ് ഹാസ് ബീൻ മോസ്റ്റ്ലി ഓൺ ദ എക്സ്പെക്ടഡ് ഏർണിംഗ്സ് ആൻഡ് എക്സ്പെക്ടഡ് ഈ പഴയ ഈ ഒരു കോവിഡ് ക്രൈസിസ് കാണാത്ത ഒരു രീതിയിലുള്ള ഏർണിംഗ്സിന്റെ മുകളിലുള്ള പ്രൈസിങ് വന്നേക്കുന്നത്. രണ്ടാമത് സെൻസെക്സ് ആൻഡ് നിഫ്റ്റി കുറച്ച് കമ്പനീസ് മാത്രമേ ആക്ച്വലി പൊങ്ങി വന്നിട്ടുള്ളൂ. കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് സ്മോൾ ക്യാപ്സും മിഡ് ക്യാപ്സും എല്ലാം ഡൗൺ. Okay, so we are just seeing, 30 കമ്പനിയോ 40 കമ്പനിയുടെ ഈ കാര്യങ്ങളാണ് പറയുന്നത്. They are the strongest companies and obviously they will do the best when the economy is down. So the stock market as it is on the whole was already going down. Sensex ഇങ്ങനെ പോകുന്നെന്ന് നോക്കണ്ട, നിങ്ങൾ എത്ര കമ്പനിയാ പോകുന്നെന്ന് നോക്കിയാൽ മതി. ഒരു 90% കമ്പനി കുറഞ്ഞിട്ടുണ്ട്, മേ ബി ഒരു 5 or 10% കമ്പനിയുടെ വില കൂടിയിട്ടുള്ളൂ കഴിഞ്ഞ 2 കൊല്ലം. So this I personally expect logically it should go down dramatically over the next 1 year, 2 years, and we are seeing that trend right now. That is താഴോട്ട് പോകും, പിന്നെ റാലി ചെയ്യും, പക്ഷേ it doesn't go back past the previous high. പിന്നെയും താഴോട്ട് പോകും, പിന്നെ റാലി ചെയ്യും, അങ്ങനെ. That is the normal trend of stock market going down. So I expect the stock market to go down significantly, and if you are holding shares, I would suggest that you sell on a rebound and exit. Unless your company is so great, I mean, അതുപോലത്തെ ഒരു കമ്പനി വില ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വാങ്ങിച്ച് ഭയങ്കര വില കുറച്ചാണെങ്കിൽ ഓക്കെ. പക്ഷേ better to exit, and then if you want you can enter once it reaches or കുറച്ചൊരു ബോട്ടം എത്തി എന്നൊരു ഫീലിംഗ് വന്നു കഴിയുമ്പോൾ you can probably enter if you want. താങ്ക് യു സർ. സമയത്തിന്റെ പരിമിതി പോലെ നമ്മൾ ഒരുപാട് ചോദ്യം ഒഴിവാക്കുകയല്ല. നിങ്ങൾക്ക് എക്സ്പ്രസോയുടെ ഡീറ്റെയിൽസ് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സർ, ഒരുപാട് സന്തോഷം എല്ലാ ചോദ്യങ്ങൾക്കും. ഐ വെൽക്കം അഫ്താബ് സർ ഫോർ ദ പ്രൊസീജിയേഴ്സ്. Alright, okay. എന്തായാലും thank you all the participants. Like നമുക്ക് ഏകദേശം 200-ൽ അധികം participants ഉണ്ടായിരുന്നു. It was a wonderful participation and almost everyone stayed till the end also. നമ്മൾ ഏകദേശം ഒരു 15 we have taken another 15 minutes more than what we have expected. പിന്നെ ഇനിയും there's a first ever workshop of make or break എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒന്നെങ്കിൽ നമ്മൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിന്റെ മുകളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു ക്യാമ്പയിൻ ആണ്. For the first online
series of campaign ആണ്. The first talk Tini Philip sir ആണ്. നമ്മൾ ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ തിങ്സ് ആർ ടേണിംഗ് ഓൺലൈൻ. നമ്മൾ ഇതിന്റെ മുമ്പ് 3 ടിനി സ്റ്റോക്ക് ചെയ്തിരുന്നു ആൻഡ് ഫിൽഡ് ആയിട്ടുള്ള കടകൾ വെച്ചിട്ട് 3 പ്രാവശ്യം ചെയ്തിരുന്നു. ആൻഡ് ദിസ് ഇസ് ദ ഫോർത്ത് വൺ ഇസ് ടേൺഡ് ഔട്ട് ടു ബി ഓൺലൈൻ. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് നമ്മൾ പലപ്പോഴും ഡയറക്ട്ലി ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഓൺലൈൻ ആയപ്പോൾ പീപ്പിൾ പ്രിഫർ ടു ആസ്ക്. ഇറ്റ്സ് മോർ ദാൻ ഐ തിങ്ക് 100+ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് വന്നത്. വി ഹാവ് ആൻസർ ഓൺ 40 to 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്തു. 50 പരം ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. So I think the online is really working, and I think this is a new event in the event industry na something very new for us. And we'll come up with more workshops. Allare arayikam. Anyways, thanks all for the wonderful participation. Nalla questions, nalla things. So Dini sir endengilum parayandengil one of just last few words, because your experience from last couple of workshops, how was it, and engane undayirunnu alkar interaction, and how was it, sir? How it went off? I'm finding to be quite useful. In fact, and consulting where I am completely online. Last 2 months I have been holding only Zoom meetings. ഞാൻ 4 കൊല്ലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന സാധനം എല്ലാവരും റെഡിയായി. പലരും ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു Zoom-ഏ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ ഇരിക്കുക, which is okay because it's very convenient, very productive, and once you get used, not a problem. നമ്മളെ ബിസിനസ് മോഡലും മാറ്റി. All right, okay. Anyways, everyone is changing their business model. Let's also be a part of the change. The impact of the post-COVID, I think everyone's got a clear-cut picture of what it is all about. Anyways, thank you all. Okay, bye. All right, let's leave the meeting. Bye. Thank you. Let's wind.